ശേഷം ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്കുള്ള സ്വീകരണ സമയത്ത് 4 നവവൈദികർ, പുത്തൂർ ഭദ്രാസനത്തിൻ്റെ 4 നവവൈദികർ ദേവാലയത്തിന് പുറത്തായിട്ട് 4 ഇടങ്ങൾ നൽകുകയും ദേവാലയത്തിനുള്ളിൽ ഒരു വശത്തായിട്ട് വിശുദ്ധ കുർബാന നൽകുന്ന ക്രമീകരണം ഉണ്ട് എന്നും അറിയിച്ചു കൊള്ളട്ടെ. ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള വൈദികരിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. തിക്കും തിരക്കും കൂട്ടാതെ സമാധാനത്തോടെ പ്രാർത്ഥനയോടെ നമ്മുടെ കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മളെ നയിച്ച് സ്വർഗീയമായിട്ടുള്ള ഇടങ്ങളിൽ വസിക്കുന്ന നമ്മുടെ അഭിമന്യ പിതാക്കന്മാരെയും നമ്മളെ ശുശ്രൂഷിച്ച വന്യ വൈദികരെയും അനുസ്മരിച്ചുകൊണ്ട് ധൂപപ്രാർത്ഥന നടത്തുന്നു. ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം ജൂബിലിയുടെയും രൂപതാ ദിനത്തിൻ്റെയും പൊതുസമ്മേളനം ആരംഭിക്കുന്നു. രൂപതാ സമ്മേളനത്തിൻ്റെ അവസാനമായിട്ടായിരിക്കും എല്ലാവർക്കുമായിട്ട് കരുതിയിരിക്കുന്ന ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ടാകും. അതിൽ സസ്നേഹം പങ്കുചേർന്നതിന് ശേഷമേ പോകാവൂ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കേരളക്കരയുടെ മണ്ണിൽ നിന്നും പ്രത്യേകിച്ച് കർണാടകയുടെ നാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് വിശ്വാസം ജീവിച്ച് വിശ്വാസം പ്രഘോഷിച്ച് വിശ്വാസ സാക്ഷികളായി തീർന്ന ഈ ഇടവക ദേവാലയത്തിലേക്കും ഈ ദേശത്തിലേക്കും അപ്പസ്തോലിക പൈതൃകത്തിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടുള്ള അഭിമന്യ പിതാക്കന്മാർ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് ഇവിടെ കടന്നു വരുന്നു. അഭിമന്യ പിതാക്കന്മാർ കടന്നു വരുന്ന സമയങ്ങളിൽ ദേവാലയത്തിനുള്ളിലായിരിക്കുന്നവർ അവിടെ ശാന്തമായിരിക്കുക. പ്രത്യേകമായിട്ടും അഭിമന്യ പിതാക്കന്മാർ കടന്നു വന്നുകൊണ്ട് ക്രമീകരിച്ചിരിക്കുന്ന ഇടങ്ങളിൽ അവർ അംശവസ്ത്രം ധരിക്കുന്നു. അഭിമന്യ പിതാക്കന്മാരോടൊപ്പം വന്യ വൈദികരും അംശവസ്ത്രം ധരിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ പ്രദക്ഷിണം നമ്മൾ ആരംഭിക്കുന്നു. പ്രദക്ഷിണത്തിൻ്റെ ക്രമീകരണം ഒന്ന് അറിയിച്ചുകൊള്ളട്ടെ. ഏറ്റവും മുൻപിലായി മരക്കുരിശും കത്തിച്ച 2 തിരികളുമായിട്ട് അൾത്താര ശുശ്രൂഷകർ, അതിന് പുറകിലായിട്ട് 2 ലൈനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വന്യവൈദികരും അംശവസ്ത്രം ധരിച്ചുകൊണ്ട് പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്നു. വൈദികർക്ക് ഏറ്റവും അവസാനമായിട്ട് മേക്കട്ടിക്കാലിനുള്ളിൽ 3 പിതാക്കന്മാർ,
പിതാക്കന്മാർക്ക് മുന്നോടിയായിട്ട് രൂപതയുടെ ചാൻസലർ പെരിയ ബഹുമാനപ്പെട്ട ജോൺ കുന്നത്തച്ഛൻ വന്യപിതാക്കന്മാരുടെ അംശവടി കൈകളിലേന്തി നമ്മുടെ പ്രദക്ഷിണത്തിന് മുന്നോട്ടം നൽകുന്നു. തുടർന്ന് ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രദക്ഷിണത്തിന് നടക്കുന്ന ഇടങ്ങളിൽ ആയിരിക്കുന്നവർ കസേരകൾ ഒഴിവാക്കി പ്രാർത്ഥനയോടുകൂടി അഭിവന്യ പിതാക്കന്മാരുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി നിൽക്കണം. ക്രമീകരണങ്ങൾ വരുമ്പോൾ വോളണ്ടിയേഴ്സ് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് അതിന് പ്രകാരം ക്രമീകരണത്തിൽ പങ്കുചേരണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഈ ദേശത്തെ അനുഗ്രഹിക്കുവാനും ഈ ദേവാലയത്തിൻ്റെ ജൂബിലി ആഘോഷങ്ങൾക്കും രൂപതാ ദിനത്തിൻ്റെ ആഘോഷങ്ങൾക്കുമായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരെ ഏറ്റവും പ്രാർത്ഥനയോടും ഏറ്റവും സ്നേഹത്തോടും കൂടി രൂപതയുടെ പ്രത്യേകമായിട്ടുള്ള ഈ വിശ്വാസി ഗണത്തിലേക്ക് ഏറ്റവും ആദരവോടുകൂടി പ്രാർത്ഥനയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. അഭിവന്യ പിതാക്കന്മാർ ഇവിടെ വന്നുകൊണ്ട് ഈ ദേശത്തിനും ഈ ഇടവകയ്ക്കും നമ്മുടെ രൂപതയ്ക്കും പ്രാർത്ഥനകൾ നേരുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്നു. അഭിവന്യ പിതാക്കന്മാരെ ഏറ്റവും സ്നേഹത്തോടുകൂടി കർണാടകയുടെ ഈ മണ്ണിലേക്ക് ചരിത്രമുറങ്ങുന്ന ഇച്ചനമ്പാടിയുടെ വിശ്വാസ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിലേക്കും ഈ ദേവാലയത്തിലേക്കും ഈ വിശ്വാസി ഗണത്തിലേക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഭിവന്യ പിതാക്കന്മാർ സ്വീകരണം ലഭിച്ചതിന് ശേഷം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഇടങ്ങളിലേക്ക് പോവുകയും അവിടെ അംശവസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്നു. അഭിവന്യ പിതാക്കന്മാരോട് ചേർന്ന് ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന വൈദിക കൂട്ടായ്മയിലെ എല്ലാ വൈദിക സഹോദരങ്ങളും അംശവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കുർബാനയ്ക്ക് മുമ്പായിട്ടുള്ള ആഘോഷമായ പ്രദക്ഷിണത്തിന് വേണ്ടി ഒരുങ്ങുന്നു. ഈ സമയത്ത് ഏറ്റവും പ്രാർത്ഥനയോടുകൂടി കുർബാനയ്ക്ക് അടുത്തുള്ള ഒരുക്കങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് നൽകാം. നമ്മുടെ മനസ്സിനെ ഒരുക്കി നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെ നിർമ്മലമാക്കി ഈ വിശ്വാസ ജീവിതത്തെ ആഘോഷിക്കുവാനും ഈ വിശ്വാസ ജീവിത ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ഒരു രൂപതയായി ഒരു ഇടവകയായി ദൈവജനമായിട്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം.
അഭിവന്യ പിതാക്കന്മാരോടൊപ്പം വന്യ വൈദികരോട് ചേർന്ന് ദൈവജനം ഒന്നായി ഈ രൂപതയ്ക്കും ഈ ഇടവകയ്ക്കും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും സ്മരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി കൃതജ്ഞതയുടെ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അഭിവന്യ പിതാക്കന്മാർ വൈദികരോട് ചേർന്ന് ആഘോഷമായ പ്രദക്ഷിണം ഇപ്പോൾ ആരംഭിക്കുന്നു. അഭിവന്യ പിതാക്കന്മാർ കടന്നു വരുമ്പോൾ അത് കടന്നു പോകുവാൻ തക്ക വിധത്തിൽ വഴി ക്രമീകരിക്കണമെന്ന് വോളണ്ടിയേഴ്സിനോട് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. വോളണ്ടിയേഴ്സ് നൽകുന്ന നിർദ്ദേശമനുസരിച്ച് വിശ്വാസികൾ അതിൽ പങ്കുചേരണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് കൃതജ്ഞതയുടെ ബലിയർപ്പണത്തിനായിട്ട് നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ വൈദികരും വിശ്വാസിഗണങ്ങളും ഒന്ന് ചേർന്ന് ഈ അൾത്താരയിലേക്ക് നമ്മുടെ കർത്താവിൻ്റെ ബലിപീഠത്തിലേക്ക് നമ്മൾ ഒന്ന് ചേർന്ന് നമ്മൾ ഇപ്പോൾ ആകുന്നു. കൊയർ സംഘം ഇപ്പോൾ സ്വാഗതഗാനം ആലപിച്ചുകൊണ്ട് നമ്മുടെ അഭിവന്യ പിതാക്കന്മാരെ ഈ ദേവാലയത്തിലേക്കും ഈ രൂപതയിലേക്കും പ്രാർത്ഥനയ്ക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു. Shalom, royo shariro, vamadabarono hakimo, Setisato, ito akapetero. Suto Pitaculo, Avo Habro Tanbi, Bertegumoto Berdasari, Tanono Akiriyo, Wabasulo Akayuhano, Tubulungi Tuduka Belto, Tubulungi Tuduka Belto. Shalom, royo shariro, vamadabarono hakimo, Setisato, ito akapetero. Paulo
Vitukulo, Omo, Aho Habro Nanbi, Bertegamo Tubadashali, Tanono Akiliyo, Vapasulo Akyohano, Tumulahi Tuduka Balto, Tumulahi Tuduka Balto, Tumulahi Tuduka Balto. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ സ്തുതിയുള്ള ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ശുഭഹോ ലാബുൽ ബ്രോൽ റൂഹോ കാദിശോ. പ്രഭാതത്തിന്റെ സൃഷ്ടാവും അന്ധകാരത്തെ നീക്കിക്കളയുന്നവനും സൃഷ്ടികളെ പ്രകാശിപ്പിച്ചാനന്ദിപ്പിക്കുന്നവനുമായ കർത്താവേ, പരിഭാഗതയുള്ള നടപടികൾ ഞങ്ങൾ സൃഷ്ടിക്കണമേ. പാപത്തിൻ്റെ സകല അന്ധകാരത്തെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ.
ഞങ്ങളുടെ കർത്താവും നീക്കും ഞങ്ങളുടെ ദൈവമേ, നിന്റെ കൃപയുടെ മഹത്വമുള്ള രശ്മികളാൽ ഞങ്ങളെ നീ പ്രകാശിപ്പിച്ചാനന്ദിപ്പിക്കണമേ. മോറാൻ വാലോഹാൻ ലോവൽ മീ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ മഹത്വപ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിന്റെ ന്യായത്തിൽ ന്യായം കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് വെടിപ്പാക്കണമേ. എന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിന്റെ ന്യായത്തിൽ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ ഞാൻ പ്രവേശിച്ചു, പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭത്തിലേക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. സ്വഭാവമുണ്ട് എന്റെ മേൽ നീ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ നീ നന്മയാക്കണമേ. കുറച്ചു മതിലേക്കാൾ ഞാൻ വിനയാകും. നിന്റെ ആനന്ദവും സന്തോഷവും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുടെ എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, ഒരു വെടിപ്പുള്ളതിനെ എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് തള്ളുകയും അരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ നിന്റെ കൃപക്കാരെ നിന്നെ വഴി പഠിപ്പിക്കും, പാപികളിലേക്ക് തിരികുകയും ചെയ്യും. എന്റെ ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ ഹൃദയങ്ങളെ തുറക്കണമേ, എന്റെ വായ നിന്റെ സ്തുതികൾ പാടും. എന്നാൽ ബലികൾ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികൾ നീ രമ്യപ്പെട്ടുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നിറയ്ക്കുകയും നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ ബലികളിലും ഹോമബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ ആളുകൾ ബലിയായി കരയേറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു, പാലിക്കുന്നു. ശോലാബോലം ബ്രോവൽ റൂഹോ കാദീശോ. ഭാഗ്യവതി എന്നോട് ചൊൽക. എങ്ങനെ ആദരവോടേറ്റു പാരും പാലും നിറയും യോനേ നീ ശ്രോത്രത്താലൊളിവാകേറി. നിശ്ചലമായുദരേവാണ് തിരുഹിതമായി ബലമെന്നെ താങ്ങി. ഉദരേ ഞാൻ സുതനേ പേരി. ലോകപുരാതനനെ പെറ്റ് ഹല്ലേലൂയ. രക്ഷിച്ച ലോകം ഭാഗ്യമോ. ഏലീശാതെന്നാകുമ്പം ഗിദയോൻ കമ്പിളി പരിമഞ്ഞും പാവനകന്യേ. നിൻ സാദൃശ്യമതായി തരുനിരയിൽ സർപ്പം രോഷാൽ. മനുജനെ നിഹനിപ്പാൻ വീഴ്ത്തിയ വിഷമതു നിന്നാൽ മധുരമതായി മാറി. പിൻവൃഷ്ടിയെ നീ കൈക്കൊണ്ട് മോദത്തിൻ നീർച്ചാലൊഴുകി. ഹല്ലേലൂയ. സൃഷ്ടിയെ നിറവാക്കി. മുറിയോരാകെ ഹല്ലേലൂയാതാരേ. വാഴ്ത്തപ്പെട്ടവളായുൾ കന്നേ, പ്രാർത്ഥന ചെയ്യ
കൃപ ചെയ്തേടാൻ കൃപയാ ദൈവമിറങ്ങി ഭൂമോ കന്മഷമേശാതുള്ളൂ തന്നെ പേറി മറിയ വിനയം ശാന്തദൈവേ മറിയത്തെ വിളിച്ചോ താതനു സ്തുതിയും വന്ദനമിളിമയോടവളിൽ വസിച്ചോ പുത്രനായം സ്തോത്രം വചനേയും ബദുമാസം നിന്നെ വഹിച്ചോൾ പ്രാർത്ഥനയാലെ കോപത്തിന്റെ വടികളെ മായിക്കാം. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഇത് അനുഗ്രഹിക്കപ്പെട്ട ദിനം. പുത്തൂർ ഭദ്രാസനത്തിന്റെ 14-ാം ഭദ്രാസന ദിനം ഇച്ചലമ്പാടി മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ ഇന്ന് ഇപ്രകാരം ക്രമീകരിക്കുവാൻ സാധിക്കുന്നതിൽ ഈ ഇടവകയ്ക്ക് ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. പ്രത്യേകമാം വിധം ഈ ഇടവക അതിൻ്റെ സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുമ്പോൾ ഈ ഭദ്രാസന ദിന ആഘോഷത്തിന് വലിയ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. ഈ തരുണത്തിൽ നമ്മെ അനുഗ്രഹിക്കുവാനായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന അഭിയന്യ പിതാക്കന്മാരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അഭിയന്യ മക്കാരിയോസ് പിതാവ് നമ്മുടെ ഭദ്രാസന അധ്യക്ഷൻ, അഭിയന്യ സിൽവാനോസ് പിതാവ് നമ്മുടെ കൂരിയ മെത്രാൻ, അഭിയന്യ പോളികാർപ്പോസ് പിതാവ് തിരുവനന്തപുരം അതിഭദ്രാസനത്തിലെ സഹായ മെത്രാൻ, ഈ അഭിയന്യ പിതാക്കന്മാരെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഇച്ചിലമ്പാടി ദേവാലയത്തിലേക്ക് ഈ തരുണത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിയന്യ പിതാക്കന്മാരോട് ചേർന്ന് നമ്മുടെ ഭദ്രാസനത്തിലെ മുഖ്യവികാരി ജനറൽ സ്നേഹം നിറഞ്ഞ എൽദോ പുത്തൻകണ്ടത്തിലച്ചനെയും നമ്മുടെ ബഥനി സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ സ്നേഹം നിറഞ്ഞ മത്തായി കടവിലച്ചനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവരാണ് മദ്ബഹായിൽ പിതാക്കന്മാരോട് ചേർന്ന് സഹകാർമ്മികരായിരിക്കുക. വന്യരായ വൈദിക ശ്രേഷ്ഠരെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമാം വിധം ബഹുമാനപ്പെട്ട കോശി കാക്കനാട്ട് കോറപ്പിസ്കോപ്പ അച്ഛനെയും അതുപോലെ ബെൽത്തങ്ങാടി ഭദ്രാസനത്തിലെ വികാരി ജനറൽ സ്നേഹം നിറഞ്ഞ വർഗീസ് വലിയ പറമ്പിൽ അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഭദ്രാസനത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, അതുപോലെ ഇടവകയുടെ മുൻ വികാരിമാർ, പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വന്ന ബഹുമാനപ്പെട്ട ബാബു മൈക്കിൾ അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വിവിധ മഠങ്ങളിൽ നിന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെയും ഈ തരുണത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഭദ്രാസനത്തിലെ അൽമായ സഹോദരങ്ങൾ, അൽമായ നേതാക്കന്മാർ, പാസ്റ്ററൽ കൗൺസിൽ മെമ്പേഴ്സ്, എല്ലാ ദേവാലയങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തെ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേക നിയോഗങ്ങൾ പറയുവാൻ ഈ ഭദ്രാസനത്തിലെ വികാരി ജനറൽ മോൺസഞ്ഞോർ എൽദോ പുത്തൻകണ്ടത്തിലച്ചനെ സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക സഹോദരരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള വിശ്വാസ സമൂഹമേ, ഇന്ന് പാവനമായ ഈ ദിനത്തിൽ നാം ഒരുമിച്ച് ചേരുമ്പോൾ 4 നിയോഗങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ശുശ്രൂഷകളിൽ ലഭിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതായി, ഒന്നാമതായി, നമ്മുടെ ഭദ്രാസനം 13 വർഷം പിന്നിട്ട് 14-ാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മളുടെ മുന്നോട്ടുള്ള ആത്മീയ യാത്രയിൽ സംലഭ്യമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായി, ഈ ഇടവക ദേവാലയം അതിൻ്റെ 50 വർഷത്തെ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തിന് നന്ദി പറയുന്ന ഈ സമൂഹത്തോട് ചേർന്നുകൊണ്ട് നമുക്കൊരുമിച്ച് നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. മൂന്നാമതായി, നമ്മുടെ ഭദ്രാസനത്തിലെ പ്രഥമ ഇടയനായിരുന്ന ദൈവസന്നിധിയിലേക്ക് യാത്രയായ ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ദിബനാസ്യൂസ് മെത്രാപ്പോലീത്തായെയും അതുപോലെ നമ്മുടെ ആദ്യത്തെ കാതോലിക്ക ബാവയായിരുന്ന സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവയെയും നമ്മുടെ സഭയുടെ
ആത്മീയ ശുശ്രൂഷയിൽ നിറഞ്ഞു നിന്ന ജോസഫ് മാർ സേവേരിയോസ് മെത്രാപ്പൊലീത്തായെ നമ്മുടെ ഈ ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്ത് ചെറുപ്രായത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ അബ്രഹാം കളപ്പാട്ടച്ചനെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് സ്മരിക്കാം. നാലാമതായി നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ശ്രേഷ്ഠ ഇടയൻ അഭിമന്യ മക്കാരിയോസ് തിരുമേനി തൻ്റെ നാമഹേതുക തിരുനാൾ സാഘോഷം കൊണ്ടാടുന്നില്ല എങ്കിലും നമ്മുടെ 20 ദിനത്തോട് ചേർന്ന് ആ പിതാവിൻ്റെ ആ നിയോഗങ്ങൾ നമ്മൾ സമർപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 4 നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ കുർബാനയിലേക്ക് പ്രവേശിക്കാം. Mariandele to Yuhanundamando Yenunne Hunlo Pesone alone fine Esraham Melain Mada Parishudhan Matan Prathanaya Krupachega Surgapidami Megasudan Vashanamata Pradirehidani Mata Rupare Devani
പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോ, കുരിയേലായിസോ, കുരിയേലായിസോ. ഭൂമിയിലശേഷം ദൈവത്താൽ പ്രേരിതരാം സ്ത്രീഹന്മാർക്കോ ജാതികളിടയിൽ ഭൂതലസ്മയതോളം നല്ലേവൻ നേടിയോ. കൈക്കൊള്ളുവോർക്കോ ഭാഗ്യമിത് അറിയിച്ചു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹേദിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ബാറക്കുമോർ. സ്ത്രീഹന്മാരുടെ സ്ത്രീ, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആദ്യം മുതലേ നിങ്ങൾ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ്: നാം പരസ്പരം സ്നേഹിക്കണം. തിന്മയുടെ സന്തതിയും സഹോദരനെ കൊന്നവനുമായ കായേനെ പോലെയാകരുത്. എന്തു കാണത്താലാണ് അവൻ സഹോദരനെ കൊന്നത്? തൻ്റെ പ്രവൃത്തികൾ ദുഷിച്ചതും തൻ്റെ സഹോദരൻ്റെ പ്രവൃത്തികൾ നീതിയുദ്ധവുമായിരുന്നതുകൊണ്ട് തന്നെ. സഹോദരരെ, ലോകം നിങ്ങളെ ദേഷിക്കുന്നെങ്കിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട്
നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകയെ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹമെന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്കു വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തന്നെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ബാറക്കുമോർ. പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽകേട്ടേ ഈ ദൈവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും മാതൂതൻ താനേൽക്കും സഭവൻ ശാപം പലതരമുപദേശങ്ങളമോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ബാറക്കുമോ. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരേ ശരീരവും ഒരു ആത്മാവുമാണുള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. സകലത്തിലും ഉപരിയും സകലത്തിന്റെയും സകലത്തിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാ പിതാവായ ദൈവം ഒരുവൻ മാത്രം. ബാറക്കുമോ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേല്യോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. Evangelion Gadishod Moran Yeshumishihu Korosuzom Yanizum and Madai Slihu Maurusono Maria Fuko Nalaval
ಪವಿತ್ರ ಕನ್ಯಾಮರಿಯಮಳಿಂದ ಜನ್ಮತಾಳಿದ ನಮ್ಮ ರಕ್ಷಕನು ಕರ್ತೃವಾದ ಯೇಸು ಮಸಿಹಾಯರ ಮಾನವಾವತಾರದ ಕಾಲದಲ್ಲಿ ಇದು ಹೀಗೆ ನೆರವೇರಿತು. ಯೇಸು ಸ್ವಾಮಿ ಫಿಲಿಪ್ಪನ ಸಸೇರಿಯಾ ಎಂಬ ಪ್ರಾಂತ್ಯಕ್ಕೆ ಬಂದರು. ಅಲ್ಲಿ ತಮ್ಮ ಶಿಷ್ಯರನ್ನು ಉದ್ದೇಶಿಸಿ ನರಪುತ್ರನು ಜನರು ಯಾರೆಂದು ಹೇಳುತ್ತಾರೆ ಎಂದು ಕೇಳಿದರು. ಅದಕ್ಕೆ ಶಿಷ್ಯರು ಸ್ನಾನಿಕ ಯೋಹಾನ ಎಂದು ಕೆಲವರು ಹೇಳುತ್ತಾರೆ, ಮತ್ತೆ ಕೆಲವರು ಏಲಿಯನು ಎನ್ನುತ್ತಾರೆ. ಯೆರೆಮೀಯನು ಅಥವಾ ಪ್ರವಾದಿಗಳಲ್ಲಿ ತಾವು ಒಬ್ಬರು ಎಂಬುದು ಎನ್ನು ಕೆಲವರ ಅಭಿಪ್ರಾಯ ಎಂದು ಉತ್ತರ ಕೊಟ್ಟರು. ಆಗ ಯೇಸು, ಆದರೆ ನೀವು ನನ್ನನ್ನು ಯಾರನ್ನುತ್ತೀರಿ ಎಂದು ಪ್ರಶ್ನಿಸಿದರು. ಅದಕ್ಕೆ ಪೇತ್ರನು, ಅಭಿಕ್ಷತರಾದ ಲೋಕೋದ್ಧಾರಕ ತಾವೇ, ಜೀವಸ್ವರೂಪರಾದ ದೇವರ ಪುತ್ರ ತಾವೇ ಎಂದನು. ಅದಕ್ಕೆ ಪ್ರತ್ಯುತ್ತರವಾಗಿ ಯೇಸು ಹೀಗಂದರು, ಯೋನನ ಮಗ ಸಿಮೋನನೇ, ನೀನು ಧನ್ಯ. ಈ ವಿಷಯವನ್ನು ನಿನಗೆ ಶ್ರುತಪಡಿಸಿದ್ದು ನರಮಾನವ ಶಕ್ತಿ ಅಲ್ಲ, ಸ್ವರ್ಗದಲ್ಲಿರುವ ನನ್ನ ಪಿತನೇ. ನಾನು ನಿನಗೆ ಹೇಳುತ್ತೇನೆ ಕೇಳು, ನಿನ್ನ ಹೆಸರು ಪೇತ್ರ. ಈ ಬಂಡೆಯ ಮೇಲೆ ನನ್ನ ಧರ್ಮ ಸಭೆಯನ್ನು ಕಟ್ಟುವೆನು. ಪಾತಾಳ ಲೋಕದ ಶಕ್ತಿಯು ಅದನ್ನು ಎಂದಿಗೂ ಜಯಿಸಲಾರದು. ಸ್ವರ್ಗ ಸಾಮ್ರಾಜ್ಯದ ಬೀಗದ ಕೈಗಳನ್ನು ನಿನಗೆ ಕೊಡುವೆನು. ಇಹದಲ್ಲಿ ನೀನು ಏನನ್ನು ಬಂಧಿಸುತ್ತೀಯೋ ಅದನ್ನು ಪರದಲ್ಲಿಯೂ ಬಂಧಿಸಲಾಗುವುದು. ಇಹದಲ್ಲಿ ನೀನು ಏನನ್ನು ಬಿಚ್ಚುತ್ತೀಯೋ ಅದನ್ನು ಪರದಲ್ಲಿಯೂ ಬಿಚ್ಚಲಾಗುವುದು. ಅನಂತರ ಯೇಸು ತನ್ನ ಶಿಷ್ಯರಿಗೆ ತಾವು ಅಭಿಷಿಕ್ತರಾದ ಲೋಕೋದ್ಧಾರಕ ಎಂಬುದನ್ನು ಯಾರಿಗೂ ಹೇಳಕೂಡದೆಂದು ಕಟ್ಟಪ್ಪಣೆ ಮಾಡಿದರು. ಶೈನೋವಲ್ ಮಲ್ಕುಲ್ಕು ഇന്ന് വിശുദ്ധ കുർബാന മധ്യയുള്ള വചന സന്ദേശം നമുക്കായി നൽകുക കൂരിയ മെത്രാപോലിത്തയായിരിക്കുന്ന അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് മെത്രാപോലിത്തയിൽ നിന്നായിരിക്കും. അഭിവന്യ പിതാക്കന്മാരെ, മൺസിഞ്ഞോറന്മാരെ, വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, യുവതിവാക്കന്മാരെ, കുട്ടികളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് പുത്തൂർ രൂപതയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ്. വിവിധ കാരണങ്ങളാൽ നാം എല്ലാവരും ഈ പരിശുദ്ധ ദേവാലയത്തിൽ
ഒന്നിച്ചു ചേർന്ന് പരിശുദ്ധ കുർബാനയിലൂടെ കൃതജ്ഞതാബലി അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകി വരുന്ന വിശിഷ്ടമായ ഒരു ദിവസം. പുത്തൂർ രൂപത സ്ഥാപിച്ചിട്ട് ജനുവരി 25-ന് 13 വർഷം പൂർത്തിയായി 14 വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിൻ്റെ പ്രത്യേകമായ ദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ നാം ആയിരിക്കുന്ന ഈ ഇച്ചിലമ്പാടി സെന്റ് തോമസ് ഇടവക സ്ഥാപിച്ചിട്ട് 50 വർഷം പൂർത്തിയായതിൻ്റെ ജൂബിലിയുടെ സമാപനം ഈ ദേവാലയത്തിൽ നാം ഒന്നുചേർന്ന് ആഘോഷിക്കുകയാണ്. അതിനോട് ചേർന്ന് അഭ്യുന്നരായ പിതാക്കന്മാരുടെ ഓർമ്മ, പ്രത്യേകിച്ചും ഈ രൂപതയ്ക്ക് ജന്മം നൽകി അതിൻ്റെ ശൈശവത്തിൻ്റെ 8 വർഷങ്ങൾ ഈ രൂപതയെ നയിച്ച അഭ്യുന്നനായ ഗീവർഗീസ് മാർ ദിവന്യാസ്യോസ് മെത്രാപ്പോലീത്തായുടെ 5ാമത് ഓർമ്മ പെരുന്നാൾ പ്രത്യേകമായിട്ട് നാം അനുസ്മരിക്കുന്നത് ഈ ദിവസങ്ങളിലാണല്ലോ. അതുപോലെ തന്നെ സഭയുടെ ആദ്യത്തെ കാതോലിക്ക ബാവയായിരുന്ന സിറിൽ മാർ ബസേലിയോസ് കാതോലിക്ക ബാവയുടെയും തിരുവല്ലാധിപതിരാസനത്തിൻ്റെ ദ്വിതീയ മെത്രാനായിരുന്ന ജോസഫ് മാർ സേവേറിയോസ് മെത്രാപ്പോലീത്തായുടെയും ഓർമ്മ പ്രത്യേകമായിട്ട് നാം ഈ ദിവസങ്ങളിൽ അനുസ്മരിക്കുകയാണല്ലോ. അതുപോലെ തന്നെ പുത്തൂർ ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്ത ഏബ്രഹാം കളപ്പാട്ടച്ചൻ്റെ ഓർമ്മയും നാം ഇതിനോട് ചേർന്ന് അനുസ്മരിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ഇന്ന് അഭിനന്ദനായ ഗീവർഗീസ് മാർ മക്കാറിയോസ് പിതാവിൻ്റെ നാമഹേതുക തിരുനാൾ 19-ാം തീയതി നാം പ്രത്യേകമായിട്ട് ആഘോഷിച്ചല്ലോ. ഈ 4 സംഭവങ്ങൾ ഒന്നിച്ചു ചേർത്താണ് ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നാം കൃതജ്ഞതാബലി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം കർത്താവ് ശിഷ്യന്മാരെ കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിച്ച് അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവർ നൽകുന്ന മറുപടിക്ക് യേശു മറുപടി നൽകുന്നതുമായ വേദഭാഗമാണ്. സഭയുടെ ആരംഭം ഹൂദോശീത്തോ ഞായർ, സഭയുടെ വിശുദ്ധീകരണം കഴിഞ്ഞ് സഭയുടെ ഹൂദോശീത്തോ ഞായർ, സഭയുടെ സ്ഥാപനത്തിന് നാം പ്രത്യേകമായിട്ട് വായിക്കുന്ന വേദഭാഗമാണ്. കർത്താവ് ശിഷ്യന്മാരെ കേസറിയ ഫിലിപ്പി പ്രദേശത്ത് കൊണ്ടുചെന്നു. പല ദൈവങ്ങളുടെ ധാരാളം പ്രതിഷ്ഠകളുള്ള ഒരു സ്ഥലമാണ് കേസറിയ ഫിലിപ്പി. വലിയൊരു പാറ അവിടെയുണ്ട്. 80 മീറ്ററോളം വീതിയും 30 മീറ്റർ ഉയരവുമുള്ള വലിയൊരു പാറ. അതിൻ്റെ ഉള്ളിൽ വിവിധ ദേവന്മാരുടെ അമ്പലങ്ങൾ, പ്രതിഷ്ഠകളുണ്ട്. റോമൻ സീസറിനും അതുപോലെ തന്നെ പാൻ ദേവനുമൊക്കെയുള്ള വിവിധങ്ങളായ പ്രതിഷ്ഠകൾ, വിവിധ ദേവന്മാരുടെ ഒരു സ്ഥലമാണ്, ആരാധനാ സ്ഥലമാണ് കേസറിയ ഫിലിപ്പി. കർത്താവ് അവിടെ കൊണ്ടുചെന്നിട്ടാണ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, സ്നാപയോഹന്നാൻ എന്നും മറ്റു ഏലിയ എന്നും വേറെ ചിലർ യെർമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്ന് പറയുന്നു. അവനവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ പല ദേവന്മാരിൽ ഒരുവനായിട്ടാണോ നിങ്ങൾ എന്നെ കാണുന്നത് എന്ന് കർത്താവ് പരോക്ഷമായിട്ട് ചോദിക്കുകയാണ്. ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പത്രോസ് ശ്ലീഹ 2 അടിസ്ഥാന കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമതായി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. യേശുവിനെ കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായൊരു വിശ്വാസമാണ്, പിതാവിൽ നിന്ന് അനാദിയിലെ ജനിച്ച ദൈവത്തിൻ്റെ പുത്രനാണ് യേശു. യേശുവിൻ്റെ പ്രീ എക്സിസ്റ്റൻസ് പത്രോസ് ഉറപ്പിക്കുകയാണ്. അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ പുത്രനാണ് യേശുവെന്ന്. യേശുവിൻ്റെ മാമോദീസ സമയത്തും പിതാവ് ഇത് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതുപോലെ തന്നെ രൂപാന്തരീകരണത്തിലും പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. രണ്ടാമതായിട്ട് പറയുന്നത്, നീ ക്രിസ്തുവാണ്, മിശിഹായാണ്. ആരാണ് പഴയ നിയമത്തിൽ മിശിഹ? പ്രവാചകനും പുരോഹിതനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ടവരെയാണ്. അഭിഷിക്തന് എന്ന ഒരു പേരിലാണ് മിശിഹ എന്ന പദം അറിയപ്പെടുക. അഭിഷിക്തൻ.
അപ്പോൾ യഹൂദജനം പ്രതീക്ഷിച്ചിരുന്ന പ്രവാചക പുരോഹിത രാജകീയ യാഥാർത്ഥ്യങ്ങളുടെ മകുടമായ മിശിഹായാണ് യേശു. അനാദിയിലെ പിതാവിൽ നിന്നും അഭിഷേകം ലഭിച്ച നിത്യപ്രവാചകനും നിത്യപുരോഹിതനും നിത്യരാജാവുമാണ് അവിടുന്ന് പത്രോസ്ലിഹ പറഞ്ഞപ്പോൾ പത്രോസ്ലിഹായോട് യേശു പറഞ്ഞ മറുപടി നാം ഇപ്രകാരം വായിക്കുന്നു: യോനാട് പുത്രനായ ശിമോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പത്രോസ് യേശു ആരാണെന്ന് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, നീ ആരാണെന്ന് ഞാൻ പറയാം. നീ പാറയാണ്. യഥാർത്ഥ സത്യപാറ ദൈവമാണ്. യേശുക്രിസ്തുവാണ് യഥാർത്ഥ പാറ. ആ യഥാർത്ഥ പാറയോട് ചേർന്ന് നിൽക്കുവാൻ അവസരം കൊടുത്ത് യേശു പത്രോസിന് പറയുകയാണ്, നീയും പാറയാണ്. നീ എന്നോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം നീയും പാറയാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഈ പാറമേൽ എൻ്റെ സഭ സ്ഥാപിക്കും എന്ന് കർത്താവ് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന പദം എക്ലേസ്യ എന്ന പദമാണ്. എക്ലേസ്യ എന്ന പദം ഗ്രീക്കിൽ എക്ലെയിൻ എന്ന ധാതുവിൽ നിന്നും രൂപപ്പെട്ട എക്ലേസ്യ, ലത്തീനിലൊക്കെ എക്ലേസ്യ എന്ന പദമാണ് ഉപയോഗിക്കുക. വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമെന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം. BC 600 ഗ്രീക്കിൽ രൂപപ്പെട്ട ഈ പദത്തിന് ഭരണപരമായൊരർത്ഥമുണ്ട്. ഒരു പ്രദേശത്തെ ഭരണം നിർവഹിക്കുന്നതിന് വേണ്ടി രാജാവിനാൽ വിളിച്ചു കൂട്ടപ്പെട്ട ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തെയാണ് എക്ലേസിയ എന്ന് പറയുക. ഗ്രീക്കുകാരാണ് ഈ പദം കണ്ടുപിടിച്ചെങ്കിലും റോമക്കാരാണ് ഈ പദം ഭരണ സൗകര്യത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. റോമൻ ചക്രവർത്തി റോമിലിരുന്ന് ഭരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഏകദേശം യൂറോപ്പ് മുഴുവൻ, അതുപോലെ തന്നെ പാലസ്തീനായുടെ പ്രദേശങ്ങളെല്ലാം റോമൻ ഭരണ കീഴിലായിരിക്കുമ്പോൾ, യൂദയായിലും ജെറുസലേമിലും പലസ്തീനായാലും എല്ലാം തന്നെ റോമാൻ ചക്രവർത്തിയുടെ എക്ലേസിയായുണ്ട്. ഭരണ സൗകര്യത്തിന് വേണ്ടി വിളിച്ചുകൂട്ടപ്പെട്ട ഒരു ചെറിയ സമൂഹമുണ്ട്. റോമൻ ചക്രവർത്തി ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഈ രാജ്യങ്ങളിലുള്ള എക്ലേസിയ വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹത്തോട് ചോദിക്കും, ഒരു യുദ്ധം ആരംഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭരണപരിഷ്കാരം നടത്തണമെങ്കിൽ ഇവിടെയുള്ള ഈ എക്ലേസിയായോട് വിളിച്ചുകൂട്ടപ്പെട്ട സമൂഹത്തോട് ചോദിക്കും. റോമിലെ ചക്രവർത്തി ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ യൂദയായിലുള്ള ജെറുസലേമിലുള്ള എക്ലേസിയ പറയണം. ജെറുസലേമിലെ എക്ലേസിയ വിളിച്ചുകൂട്ടപ്പെട്ട സമൂഹം ഒരു കാര്യം അംഗീകരിച്ചാൽ റോമൻ ചക്രവർത്തി അംഗീകരിക്കും. ജെറുസലേമിലുള്ള എക്ലേസിയ ഒരു കാര്യം നിഷേധിച്ചാൽ റോമൻ ചക്രവർത്തി അത് നിഷേധിക്കും. അപ്പോൾ കർത്താവ്, നീ പാറയാണ്, ഈ പാറമേൽ സഭ സ്ഥാപിക്കും, എക്ലേസിയ സ്ഥാപിക്കും, വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹം നിന്റെ മേൽ സ്ഥാപിക്കും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അർത്ഥമാക്കിയത് കേൾവിക്കാർക്ക് മനസ്സിലാകും. ഭൂമിയിൽ പത്രോസിന്റെ മേൽ സ്ഥാപിക്കപ്പെടുന്ന സഭ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് സ്വർഗത്തിലെ ചക്രവർത്തിയായ ദൈവം അത് അംഗീകരിക്കും. ഭൂമിയിൽ പത്രോസിന്റെ മേൽ പണിയപ്പെട്ട സഭ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് സ്വർഗം അംഗീകരിക്കും, സ്വർഗത്തിലെ ചക്രവർത്തി അംഗീകരിക്കും. പത്രോസിന്റെ മേൽ സ്ഥാപിച്ച സഭ ഒരു കാര്യം നിഷേധിച്ചാൽ അത് സ്വർഗം നിഷേധിക്കും. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. താക്കോൽ കയ്യിലുള്ളവന്റെ കയ്യിലാണ് അധികാരം. എന്നിട്ട് പറയുകയാണ്, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. ഭൂമിയിൽ നീ ഒരു കാര്യം തീരുമാനിച്ചാൽ സ്വർഗം അത് തീരുമാനിക്കും. ഭൂമിയിൽ ഒരു കാര്യം നീ നിഷേധിച്ചാൽ സ്വർഗം അത് നിഷേധിക്കും. വലിയൊരു അധികാരമാണ് പത്രോസിന്റെ മേൽ കർത്താവ് നൽകുക. പത്രോസിന്റെ മേൽ വിളിച്ചുകൂട്ടപ്പെട്ട സമൂഹത്തെ സ്ഥാപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുത്തൂർ ഭദ്രാസനം സ്ഥാപിച്ചിട്ട് 13 വർഷം പൂർത്തിയായി. സഭയുടെ ഒരു എക്ലേസിയ, വിളിച്ചുകൂട്ടപ്പെട്ട സമൂഹം ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്.
13 വർഷം അതിൻ്റെ ശൈശവം പിന്നിട്ട് അതിൻ്റെ കൗമാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്ത അതാര് തന്നെയായിരുന്നാലും അഭേദനായ ഗീവർഗീസ് മാർ വെന്യാസിയോസ് പിതാവിൽ തുടങ്ങി ഇപ്പോൾ ഈ ഭദ്രാസനത്തെ ശുശ്രൂഷിക്കുന്നത് അഭിനന്ദനായ മക്കാറിയോസ് പിതാവാണ്. മക്കാറിയോസ് പിതാവ് പത്രോസിന്റെ ഈ അധികാരത്തിന്റെ അപ്പസ്തോലിക അധികാരത്തിന്റെ പിന്തുടർച്ചാവകാശിയാണ്. അപ്പസ്തോലിക സംഘത്തിലെ അംഗത്തിന്റെ പിന്തുടർച്ചാവകാശിയാണ്. അതുകൊണ്ടാണ് മെത്രാന്മാർ ധരിക്കുന്ന മത്സരമിസായിൽ 12 കുരിശുകൾ ഇരുവശത്തും പുറകുവശത്തായിട്ട് വലിയൊരു കുരിശും യേശുവും 12 അപ്പസ്തോലന്മാരും അടങ്ങുന്ന അപ്പസ്തോലിക സംഘത്തിന്റെ പിന്തുടർച്ചയുടെ അടയാളമാണ് ഈ മസനിംസ. പുത്തൂർ ഭദ്രാസനത്തിൽ അഭിനന്ദനായ മക്കാറിയോസ് പിതാവ് ഇവിടെയായിരിക്കുമ്പോൾ, ഇവിടെ ഒരു കാര്യം അദ്ദേഹം തീരുമാനിക്കുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് ആലോചന ചോദിച്ച് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് സ്വർഗം തീരുമാനിക്കും. ഇവിടെ ഈ ഭദ്രാസനത്തിന് മെത്രാപ്പോലീത്ത ഒരു കാര്യം വേണ്ടെന്ന് വെച്ചാൽ അത് സ്വർഗം വേണ്ടെന്ന് വെക്കും. അതുകൊണ്ടാണ് നാം മെത്രാന്മാരോട് ചേർന്ന് നിൽക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് പത്രോസിന്റെ പിൻഗാമി അപ്പസ്തോലിക സംഘത്തിന്റെ അധികാരമുള്ള മെത്രാൻ. അതുകൊണ്ട് മെത്രാനോട് ചേർന്ന് നിൽക്കുക, മെത്രാനോട് ചേർന്ന് നിൽക്കുക, ഇഴചേർന്ന് നിൽക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പുത്തൂർ പ്രദേശത്ത് ഒരു എക്ലേസിയ സ്ഥാപിച്ചു, വിളിച്ചുകൂട്ടപ്പെട്ട ജനം അതിൻ്റെ തലവനായി ഒരു മെത്രാപ്പോലിത്തായോട് ചേർന്ന് ഒരു സഭാ സമൂഹം ഇവിടെ രൂപപ്പെട്ടപ്പോൾ 13 വർഷമായി ഈ സഭാ സമൂഹം ഇവിടെ ശൈശവം പിന്നിട്ട് കൗമാരത്തിലേക്ക് വളർന്നു വരുമ്പോൾ തീർച്ചയായും മെത്രാപ്പോലിത്തായോട് ചേർന്ന് നാം ശുശ്രൂഷ ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അന്ത്യോക്യായിലെ രണ്ടാമത്തെ മെത്രാനായിരുന്ന വിശുദ്ധ ഇഗ്നാത്തിയോസ് നൂറോനോ, അഗ്നിമയനായ വിശുദ്ധ ഇഗ്നാത്തിയോസ്, അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്: മെത്രാൻ വിശ്വരൂപാനി അർപ്പിക്കുന്നിടത്ത് യേശുവുണ്ട്, അവിടെ സഭയുണ്ട്. ആ സഭ കത്തോലിക്കാ സഭയാണ്. സ്മർണക്കാർക്ക് എഴുതിയ എഴുത്തിലാണ് ഇപ്രകാരം ഇഗ്നാത്തിയോസ് എഴുതുന്നത്. മെത്രാൻ വിശ്വരൂപാനി അർപ്പിക്കുന്നിടത്ത് അവിടെ യേശുവുണ്ട്, അവിടെ സഭയുണ്ട്, അത് കത്തോലിക്കാ സഭയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരു സ്ഥലത്ത് നോക്കി കൈ ചൂണ്ടി പറയാം, ദിസ് ഈസ് ദ ചർച്ച്, ഇത് സഭയാണ് എന്ന്. ഇവിടെയാണെന്ന് ഇഗ്നാത്തിയോസ് പിതാവ് പറയുകയാണ്, മെത്രാൻ ദൈവജനത്തോടൊത്ത് വിശ്വകുർബാന അർപ്പിക്കുമ്പോൾ അവിടെ സഭയുണ്ട്. ഇവിടെ 3 യാഥാർത്ഥ്യങ്ങളാണുള്ളത്. 1, മാമോദീസ സ്വീകരിച്ച ദൈവജനം അവിടെയുണ്ട്. 2, അപ്പസ്തോലിക അധികാരമുള്ള മെത്രാൻ അവിടെയുണ്ട്. 3-മതായിട്ട് യേശു ക്രിസ്തുവിന്റെ കൗദാശിക സാന്നിധ്യം, രക്ഷാകര സാന്നിധ്യം അവിടെയുണ്ട്. ഈ 3 യാഥാർത്ഥ്യങ്ങൾ ഉൾപ്പെടുന്നിടത്താണ് സഭയുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഇഗ്നാത്തിയോസ് പ്രകാരം പറഞ്ഞത്, മെത്രാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നിടത്ത് അവിടെ സഭയുണ്ട്. അദ്ദേഹം പറയുകയാണ്, ആ സഭ കത്തോലിക്കാ സഭയാണ്. ആ സഭ കത്തോലിക്കാ സഭയാണ്. കത്തോലിക്കാ സഭയെന്ന് ആദ്യമായി സഭയെ വിളിച്ചത് വിശുദ്ധ ഇഗ്നാത്തിയോസ് ആണ്. ആ വാക്കിന്റെ അർത്ഥം ആ സഭ സമഗ്രമായ സഭയാണ്, അത് പൂർണ്ണമായ സഭയാണ്, സത്യവിശ്വാസം പരിപാലിക്കുന്ന സഭയാണ്, തെറ്റില്ലാത്ത സഭയാണ്. ആ സഭ ലോകത്തിലെങ്ങും സുവിശേഷം പ്രഘോഷിക്കാൻ കഴിവുള്ളവളും അതുപോലെ തന്നെ എല്ലാ സംസ്കാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ളവളുമാണ്. ഇഗ്നാത്തിയോസിന്റെ കാലത്ത് ധാരാളം അബദ്ധോപദേശങ്ങളുണ്ടായിരുന്നു, ഭാഷണ്ഡതകൾ പഠിപ്പിക്കുന്നവരുണ്ടായിരുന്നു, അതുപോലെ തന്നെ അധികാരത്തിനെതിരെ നിൽക്കുന്നവരുമുണ്ടായിരുന്നു. അവരോടാണ് ഇഗ്നാത്തിയോസ് മെത്രാപ്പോലീത്ത ഇഗ്നാത്തിയോസ്, വിശുദ്ധ ഇഗ്നാത്തിയോസ് പറയുന്നത്, മെത്രാനോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം. സത്യവിശ്വാസി മെത്രാനോട് ചേർന്ന് നിൽക്കണം. മെത്രാനോട് ചേർന്ന് നിൽക്കാത്തവൻ സത്യവിശ്വാസം ഇല്ലാത്തവനാണ്. അന്നാരാണ് സത്യവിശ്വാസി എന്ന് തെളിയിക്കുന്നത്? ഒരു വ്യക്തി മെത്രാനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്.
മെത്രാനോട് ഒന്നിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നു എന്നുള്ളതനുസരിച്ചാണ് ഒരുവൻ സത്യവിശ്വാസിയാണോ എന്ന് തെളിയിക്കപ്പെടുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ പുത്തൂർ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം നാം സത്യവിശ്വാസത്തിലാണെന്നും ദൈവത്തോട് ചേർന്നാണെന്നും ഒക്കെ നാം തെളിയിക്കുന്നതിൻ്റെ അടയാളമാണ് ഇന്ന് ഈ ഭദ്രാസനത്തിൻ്റെ തലവനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഇവിടെ ദൈവം സ്ഥാപിച്ച, പത്രോസിന്റെ മേൽ സ്ഥാപിച്ച എക്ലേസിയ ഈ ഒരു പ്രദേശത്ത് യാഥാർത്ഥ്യമായി തീരുകയാണ്. ഒരു പ്രാദേശിക സഭ അതിൽ തന്നെ സമഗ്രമാണ്, പൂർണ്ണമാണ്, കാതോലികമാണ്. പുത്തൂർ ഭദ്രാസനം ഒരു സമൂഹം, ഒരു സഭ, അത് പൂർണ്ണമായും അതിൽ തന്നെ കാതോലികമാണ്, സമഗ്രമാണ്, സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് എന്നെല്ലാം തെളിയിക്കുന്നത് നമ്മൾ മെത്രാനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് മെത്രാനോട് ചേർന്ന് നിൽക്കുന്ന, സൂനകദോസിനോട് ചേർന്ന് നിൽക്കുന്നവൻ മാത്രമേ സത്യവിശ്വാസം പാലിക്കുന്നവനാകുകയുള്ളൂ. മെത്രാനോടോ സൂനകദോസിനോടോ ചേർന്ന് നിൽക്കാത്തവൻ സത്യവിശ്വാസത്തിനെതിരാണ്, സഭയ്ക്ക് എതിരാണ്, അവൻ സഭയുടെ വിശ്വാസിയല്ല എന്നാണ് അഗ്നാത്തിയോസിന്റെ പഠിപ്പിക്കലുകൾ നാം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നാം മെത്രാനോടും സൂനകദോസിനോടും ചേർന്ന് നിൽക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുത്തൂർ ഭദ്രാസനം കൗമാരത്തിലേക്ക് വളരുമ്പോൾ, അപ്പോൾ ഇന്ന് പിതാവിലൂടെ ഈ ഭദ്രാസനത്തിന് ധാരാളം നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. എത്രമാത്രം ഒരു സമൂഹം മെത്രാനോടും വൈദികരോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ സമൂഹം ദൈവികമായി വളരുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട് സഭയെക്കുറിച്ച് പറയുക, യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ഗലാത്യരുടെ ലേഖനം 5:15 പ്രകാരം വായിക്കുന്നുണ്ട്, നിങ്ങളുടെ അവയവങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങളുടെ അവയവങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഒരു പള്ളി പോലും പണിതിരിക്കുന്നത് ക്രൂശിൽ തറയ്ക്കപ്പെട്ട യേശുവിൻ്റെ ശരീരത്തിൻ്റെ മാതൃകയിലാണ്. പള്ളിയുടെ പടിഞ്ഞാറേ വാതിൽ അവൻ്റെ കാൽപാദങ്ങളാണ്. പള്ളിയുടെ ഹൈക്കല യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്. യേശുക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് കുത്തുകൊണ്ടു അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി അവിടെയാണോ മാമോദീസ തൊട്ട് ക്രമീകരിച്ചിരിക്കുക. അവിടെ നിന്നാണ് മാമോദീസായിലൂടെ സഭാമക്കൾക്ക് ജന്മം നൽകുക. കെസ്ത്രൂമോ യേശുവിൻ്റെ ചെവിയാണ്. അവിടെയാണ് കുമ്പസാരക്കൂടും കുമ്പസാരവും. സൗകര്യത്തെ പ്രതി നമ്മൾ കുമ്പസാരക്കൂട് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തിടുന്നേ ഉള്ളൂ. മദ്ബഹ യേശുവിൻ്റെ ശിരസാണ്. യേശുവിൻ്റെ നാവിൻ്റെ പൊസിഷനിലാണ് ഏവെങ്കിലും പിടം വെക്കുക. അതുകൊണ്ടാണ് പുരോഹിതൻ ഏവെങ്കിലും വായിക്കുന്നത് യേശുവിൻ്റെ ശിരസിൻ്റെ നാവിൻ്റെ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഏവെങ്കിലും വായിക്കുക. അതുകൊണ്ടാണ് പുരോഹിതൻ ഏവെങ്കിലും വായിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെ സംസാരിക്കുന്നുവെന്ന് വത്തിക്കാൻ സുഗനദോസ് പഠിപ്പിക്കുക. അപ്പൊ യേശുക്രിസ്തു ശിരസും നാം എല്ലാവരും അതിലെ അംഗങ്ങളുമായി ഒന്നായി ചേരുന്ന നിമിഷമാണ് വിശുദ്ധ കുർബാനയുടെ നിമിഷം. നമ്മൾ ഒരു ശരീരമായി തീരുകയാണ്. യേശു ശിരസും നാം എല്ലാവരും അവൻ്റെ ശരീരത്തിലെ അംഗങ്ങളും. ഈ ദേവാലയത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, യേശുവിൻ്റെ ശരീരത്തെ സ്പർശിച്ചാണ് നമ്മൾ നിൽക്കുക. അവൻ്റെ ശരീരവുമായി ഇഴചേർന്ന് നിൽക്കുകയാണ്. ഇവിടെ നാം ഒരേ അപ്പത്തിൽ നിന്നും ഒരേ രക്തത്തിൽ നിന്നും ഭക്ഷിക്കുകയും പാനം ചെയ്യുമ്പോൾ നമ്മളിലൂടെ ഒഴുകുന്നത് യേശുവിൻ്റെ രക്തമാണ്. നാം ശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ശിരസും സഭയുടെ ശരീരവും തമ്മിൽ പരിശുദ്ധാത്മാവിനാലാണ് ചേർക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ 6:19 പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, പരിശുദ്ധാത്മ നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അഭിനന്ദനായ രൂപതാധ്യക്ഷനോട് ചേർന്ന് നാമെല്ലാവരും ഈ ദേവാലയത്തിൽ ഒന്നിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നാം ഒന്നായി തീരുകയാണ്, ഒരു ശരീരമായി തീരുകയാണ്. ഈ രൂപതയിൽ ഒരു വ്യക്തിക്ക് നൊമ്പരമുണ്ടായാൽ ഈ രൂപതയിൽ എല്ലാ വ്യക്തികൾക്കും നൊമ്പരമുണ്ടാകും. ഈ രൂപതയിലെ ഒരു വ്യക്തി ബഹുമാനിക്കപ്പെടുമ്പോൾ ഈ രൂപതയിൽ എല്ലാവരും ബഹുമാനിക്കപ്പെടുകയാണ്. ഈ രൂപതയിൽ ഒരാൾക്ക് വേദനയുണ്ടായാൽ, തകർച്ചയുണ്ടായാൽ അത് രൂപത മുഴുവൻ്റെയും തകർച്ചയും വേദനയുമാണ്. കാരണം നമ്മെല്ലാവരും ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്തുകൊണ്ട് യേശുവിൻ്റെ രക്തം നമ്മളിലൂടെ ഒഴുകുന്ന അതിമനോഹരമായ പരിശുദ്ധ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്നൊരു നിമിഷത്തിലാണ് നാം ആയിരിക്കുക. അതുപോലെ തന്നെ നാം ശ്വസിക്കുന്ന പരിശുദ്ധാത്മാവും ഒരാൾ തന്നെ. അതുകൊണ്ട് വലിയൊരു കൂട്ടായ്മയിൽ നാം ആയിരിക്കുമ്പോൾ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവം തന്ന വലിയ ദാനത്തെയോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പുത്തൂർ ഭദ്രാസനം പുതിയ കൗമാരം പിന്നിട്ട് യുവത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഇരുപതയ്ക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അഭിനന്ദനായ പോളിക്കാർ പിതാവിൻ്റെയും മറ്റെല്ലാ സഭയിലെ പിതാക്കന്മാരുടെയും അഭിനന്ദനായ സഭയുടെ തലവനും പിതാവുമായ കാതോലിക്ക ബാവ തിരുമേനി ഇവിടെ കടന്നു വന്ന് ഈ പ്രസംഗം നടത്തേണ്ടതാണ്. പിന്നെ പിതാവിന് ശാരീരികമായി സുഖമില്ലാത്തതുകൊണ്ട് പിതാവിന് വരാൻ സാധിച്ചില്ല. ഭിയുന്യ മൊറോൻമോർ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവയുടെയും സഭയിലെ എല്ലാ പിതാക്കന്മാരുടെയും ആശംസകളും പ്രാർത്ഥനകളും ഈ രൂപതയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. അതിനോട് ചേർന്ന് ഈ ദേവാലയത്തിൻ്റെ സുവർണ്ണ ജൂബിലി നമ്മൾ ആഘോഷിക്കണം. 50 വർഷം ഒരു എക്ലേസിയ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു, ഒരു സഭ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു, ഒരു രൂപത ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. യേശുക്രിസ്തു ശിരസ്സും സഭയിലെ അംഗങ്ങൾ, അതിലെ മക്കളെല്ലാം അതിലെ ശരീരത്തിൻ്റെ അംഗങ്ങളുമാണ്. പക്ഷേ ആ ശിരസിൻ്റെ കാണപ്പെട്ട അടയാളം ഒരു രൂപതയെ സംബന്ധിച്ചിടത്തോളം മെത്രാനാണ് ശിരസ്. നാം ആ ശരീരത്തിൻ്റെ അംഗങ്ങൾ എന്ന നിലയിൽ യേശുവിൻ്റെ ശരീരവുമായിട്ട് ചേർത്ത് വയ്ക്കപ്പെടുകയാണ്. ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു ശിരസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ അടയാളമായി നിൽക്കുന്നത് അവിടുത്തെ വികാരിയച്ഛനാണ്. വികാരിയച്ഛൻ മദ്ബഹായിൽ പുരോഹിതനായി ബലിയർപ്പിക്കുമ്പോൾ യേശുവാകുന്ന ശിരസിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മോട് ചേർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നാം ആ ശിരസിൻ്റെ പ്രതീകമായ പുരോഹിതനോട് ചേർന്ന് നിൽക്കുകയാണ്. രൂപതയിൽ മെത്രാനോട് ചേർന്ന് നിൽക്കുകയാണ്. ഇനി വലിയൊരു കൂട്ടായ്മയിലായിരിക്കുകയാണ്. ചിലമ്പാടി ഇടവക 50 വർഷക്കാലം ആ പൗരോഹിത്യത്തിൻ്റെ കൂട്ടായ്മയിൽ ചേർന്ന് നിന്ന് ഇതാ 51ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ദേവാലയത്തിന് എല്ലാവിധമായ ദൈവകൃപകളും എല്ലാവിധമായ അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് മലങ്കര സഭയിലെ എല്ലാ പിതാക്കന്മാരുടെ പേരിലും കർദിനാൾ പിതാവിൻ്റെ പേരിലും പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രൂപതയുടെ ആരംഭത്തിൽ ഈ രൂപതയ്ക്ക് ജന്മം നൽകി ഈ രൂപതയെ ശൈശവത്തെ വളർത്തിയ അഭിനന്ദനായ ഗീവർഗീസ് മാർ ദിവന്യാസ്യോസ് പിതാവ് എടുത്ത ത്യാഗത്തിൻ്റെ വഴികൾ, സഹനത്തിൻ്റെ വഴികൾ, തൻ്റെ ജീവൻ സമർപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ബത്തേരിയിൽ തന്നെ സ്ഥിരമായിട്ടൊക്കെ നിൽക്കാമായിരുന്നു. അദ്ദേഹം തന്നെ ഓപ്റ്റ് ചെയ്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പുത്തൂർ ഭദ്രാസനത്തിലേക്ക് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ ഓപ്റ്റ് ചെയ്താണ് ഈ ഭദ്രാസനത്തിലേക്ക് കടന്നു വന്നത്. ഇല്ലായ്മയിലും തളർച്ചയിലുമെല്ലാം തൻ്റെ ജീവനെ തന്നെ സമർപ്പിച്ച് ചെറുപ്രായത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് കയറി ആ വന്യപിതാവ് നമുക്ക് നൽകിയിട്ടുള്ള നല്ല മാതൃകകൾ, ലാളിത്യത്തിൻ്റെ, ദൈവകൃപയുടെ, ആത്മീയതയുടെ ഒക്കെ മാതൃകകൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹമായിട്ട് എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. പിതാവിനെ കുബാക്ക് പ്രത്യേകമായിട്ട് ഓർത്തെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സഭയുടെ ആദ്യ കാതോലിക്ക ബാബയായിരുന്ന പിതാവ് ഈ ഭാഗത്തിൻ്റെയും മെത്രാപ്പോലിയത്തെയായിട്ട് ബത്തേരിയിൽ ശുശ്രൂഷ ചെയ്തു. സഭയുടെ തലവനായി കാതോലിക്ക ബാബയായി ശുശ്രൂഷ ചെയ്ത് മലങ്കര സഭയ്ക്ക് ഒരു കാനൂനിക സംവിധാനമുള്ള, സിനഡൽ സംവിധാനമുള്ള ഒരു കാതോലിക്കേറ്റ് സംവിധാനത്തിലേക്ക് ഉയർത്തിയ അഭിനന്ദ പിതാവിനെയും കുർബാനയിൽ ഓർക്കാം. തിരുവല്ല രൂപതയുടെ ദ്വിതീയ മെത്രാനായിരുന്ന സേവറിയോസ് പിതാവിനെയും ഈ കുർബാനയിൽ പ്രത്യേകം നമുക്ക് ഓർക്കാം. നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് വാങ്ങിപ്പോയ എബ്രഹാം കളപ്പാട്ടച്ചനെ ഈ കുർബാനയിൽ പ്രത്യേകമായിട്ട് ഓർക്കാം. അതിനോട് ചേർന്ന് ഞാൻ രൂപതാധ്യക്ഷനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അഭിനന്ദ പിതാവിൻ്റെ തിരുനാൾ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ആഘോഷിച്ചത്. അഭിനന്ദ പിതാവിനെയും ഓർത്ത് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാന പിതാവിനെ ഓർക്കുന്നുണ്ട്. നമ്മുടെ ഭവനങ്ങളിലെ പ്രാർത്ഥനകളിൽ നാം ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഒരു രൂപതാധ്യക്ഷന് ബലം നൽകുന്നത്. ദൈവത്തോട് ചേർന്ന് ദൈവകൃപകൾ നിങ്ങളുടെ മേൽ ചൊരിയുന്നതിന് ദൈവം തമ്പുരാൻ അഭിനന്ദ പിതാവിനെ കൂടുതൽ അഭിഷേകം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് നമുക്ക് വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിച്ച് അഭിനന്ദ പിതാവിന് ഫീസ്റ്റിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ കൃതജ്ഞതാബലി അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും ഞങ്ങൾ വിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹവും കരുണയും മനോണവും യാചിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ച്
സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ അർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചു ഉണ്മയിലേക്ക് നയിച്ച ഉന്നതനും ശ്രേഷ്ഠനും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിലയേറിയ രക്തത്താൽ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രധാനാചാര്യനുമായ വിശ്വാതമ്പുരാന് സ്തുതി. ദൈവികമായി സ്തോത്രയാഗമർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബകുലവും യോമോസുദായ ബാർക്കുമോർ കാരുണ്യവാനായി കർത്താനുമാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യമുമ്പാകെയും ധൂപർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്ദതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും അനുമഞ്ഞ അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപരിഹാരവും പാപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനത്തിലേക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്വന്തം വേണ്ടി ബലിയായി തീർന്ന ഉത്തമടേനെ നിനക്ക് സ്തുതി. ഭൂമിയിൽ നിന്ന് പൂഴിയായ എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ നിവാസ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കർണാപൂർവം നീ അർഹനാക്കി. നിന്റെ ശ്രേഷ്ഠതല മഹാവിശുദ്ധ സ്ഥലമായ മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോബന്മാരുടെയും പരിശുദ്ധൻ എന്ന് നിന്നെ കീർത്തിക്കുന്ന ശ്രോപ്പന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിനക്ക് ഞാൻ സ്തോത്രം അർപ്പിക്കുന്നു. അഗ്നിമയമായ സ്ഥലത്ത് അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന് മുൻപാകെ നിന്നുകൊണ്ട് എന്റെ ജനത്തിനു വേണ്ടി പാപപരിഹാരവും സൃഷ്ടിക്ക് മുഴുവനും വേണ്ടി മോചനവും ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുൻപിൽ സമൃദ്ധമായ നിരഭണ്ണാരം തുറന്ന്
നിന്റെ വലിയ ആടുകൾ നിന്റെ നന്മകളെ നീ വർഷിക്കണമേ. കടക്കാരുടെ കടപ്പത്രം കീറിക്കളയണമേ. പാപിയുടെ കുറ്റങ്ങളെ നീ ക്ഷമിക്കണമേ. നിന്റെ തെറ്റുകൾ നീ പരിപൂർണമായി വിസ്മരിക്കണമേ. തെറ്റിപ്പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന് തിരുമുൻപാകെ സമ്മേളിക്കുവാനിടയാകണമേ. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചകളിൽ നിന്റെ പരിശുദ്ധ റൂഹ പ്രസാദിക്കണമേ. അവനിറങ്ങി വന്നതിനെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, അധർമ്മങ്ങളിൽ നിന്ന് ഞങ്ങളെ മുക്തരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങൾ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുകൂല സുബാലവൽ മീൻ. കർത്താവിന്റെ ശുശ്രൂഷകൾക്കുള്ളിൽ അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കണമേ. Nalogno kabel do soidove shbukuno datoi badrai hunun laulam ulmi. Amen. Enobda mahilo do enehi markadi abu kadisho. Mezraham Labishosu Dabo Hinda Hain Vadrabonan Vadumalpunan Vaduanidain Vadugulunani the Mahaimne Altu Kadishto Badraihun Unmalaunam Valmi. പാർക്കുമോ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ദൂതനും സർവ്വലോകങ്ങൾക്കും മുമ്പേ ജനിച്ചവനും പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവരും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി വിശുദ്ധരൂഹായിൽ നിന്നും ദൈവമാതാവായ ശരിയായി തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് തിരുമനസ്സായപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്ത് ജീവനുള്ളവരെയും മരിച്ചവരെയും വിളിപ്പാൻ വലിയ മോഹത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യവും അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുക്രിസ്തുവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും
മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകോരുമായും കാതോലിക്കവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ തുടർന്ന് മരിച്ചുപോയവരുടെ ഇടയിലും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ും സമയമിതാ മോചിക്കും നാഴിക ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാ സമയം. വലിയവനും അനാദ്യന്തരമായ ദൈവമേ, നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകുകയും ലോകത്തെ കരുണാപൂർവം സംരക്ഷിക്കുകയും ചെയ്യണമേ. ನಾವು ನಿನಗೂ ನಿನ್ನ ಏಕಾಸುತನಿಗೂ ಪವಿತ್ರಾತ್ಮನಿಗೂ ಈಗಲೂ ಎಲ್ಲ ಸಮಯದಲ್ಲೂ ಎಂದೆಂದಿಗೂ ಅನುಗಾಲವು ಸ್ತುತಿ ಸ್ತೋತ್ರಗಳನ್ನು ಸಮರ್ಪಿಸುವೆವು. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോ നമ്മുടെ ദൈവമായർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകി കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം തൻ ശ്ലോമോയും നൽശൈനോയും നമ്മെ കാക്കട്ടെ നാളും തൻ ശ്ലോമോയും നൽശൈനോയും നമ്മെ കാക്കട്ടെ നാളും. കരുണയുള്ള കർത്താവിനു ഭാഗനാം തലോനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുനാമങ്ങൾ തലകുനിക്കുന്നു.
മറിക്കുമോർ കർത്താവേ, അനുഗ്രഹ സമ്പൂർണമായി നിന്റെ വലത് കൈ ആവശ്യപ്പിച്ച് തിരുവുമ്പാകതല ഉനിച്ചു നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായവരെ നീ ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും അപരാധങ്ങൾക്കും വേണ്ടി രക്തം ചിന്താതെയുള്ള ഈ ആത്മീക ബലിയേശം നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ നിയമലംഘനങ്ങൾ പരിപൂർണമായി പരിഹരിച്ച് ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും വൈഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധമായ കുർബാനയെ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയുടെ ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. Taibuso dehidayo bro shaudubuso maununo soruho kadisho tehbeyam gulkunai lavalmi. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ശിയാതംരായിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ആയിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. മാലാഖമാരും പ്രധാന മാലാഖമാരും ക്രോബന്മാരും ശ്രോപ്യന്മാരും മൗദ്വേനന്മാരും മൗറോസന്മാരുമായ അദൃശ്യരും സംഖ്യാതീതരുമായ സകല സ്വർഗീയ നിരകളും ഗണങ്ങളും സേനകളും അനിർവചനീയമായ വാക്കുകളാൽ ഇടപെടാതെ വിജയകീർത്തനം ആലപിച്ചുകൊണ്ട് ഉച്ചത്തിൽ ആരെ സ്തുതിക്കുന്നുവോ അവനെ തന്നെ നമുക്കും മഹത്വപ്പെടുത്താം. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവമായ ദൈവത്തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ ഏകപുത്രൻ സ്നേഹപൂർവ്വം ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്യുകയും ഞങ്ങളെ രക്ഷിക്കുവാനായി സ്വയം പരിധിച്ച് ശരീരത്തിൽ പീഡയെടുക്കുകയും ചെയ്തു. പീഡാനുഭവത്തിൻ്റെ ആ രാത്രിയിൽ അവൻ തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, വാങ്ങിയതിൽ നിന്ന് ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരം ആകുന്നു.
കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി ഇത് നൽകപ്പെടുന്നു. വൽഹായി ദലൗലം വൽമീൻ. അപ്രകാരം തന്നെ അവൻ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് എൻ്റെ രക്തം ആകുന്നു. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. വൽഹായി ദലൗലം വൽമീൻ. ഈ വിശുദ്ധ രഹസ്യത്തിൽ പങ്കുകൊള്ളുമ്പോഴെല്ലാം എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നതുവരെ നിങ്ങൾ അനുസ്മരിക്കുവേനെന്ന് നമ്മുടെ കർത്താവ് തൻ്റെ സ്ത്രീയന്മാരോട് കൽപ്പിച്ച് അരുൾ ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, പാപികളും കുറ്റക്കാരുമെങ്കിലും നിന്റെ ദാസരായ ഞങ്ങൾ രക്ഷാകരമായ നിന്റെ എല്ലാ ദൈവിക വ്യാപാരങ്ങളെയും ഭയങ്കരവും മാന്യവുമായ രണ്ടാമത്തെ വരവിനെയും ഓർമ്മിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാർക്കുമോരെന്റെ വാസലുള്ളവരെ, ജീവനുള്ള പരിസ്ഥിതിർഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന പരിസ്ഥിതിർവാനുമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിയനുഭവമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പേ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ,
തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കാളികളാകുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളാകുവാനും വിശുദ്ധന്മാരോടുകൂടെ പുതിയ ജീവനിൽ ആനന്ദിക്കുവാനും ഇടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എന്നും ഈ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മൊറോൻ മോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും നമ്മുടെ അധിപതരാസനത്തിന്റെ മേൽപ്പെട്ടക്കാരൻ ആബുൻ മോർ കുരിലോസ് മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബുൻ മോർ മക്കാറിയോസ് മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും ആബുൻ മോർ സിൽവാനിയോസ് എപ്പിസ്കോപ്പായ്ക്ക് വേണ്ടിയും ആബുൻ മോർ പോളികാർപ്പസ് എപ്പിസ്കോപ്പായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പാമാർക്ക് വേണ്ടിയും ദിവ്യവും വിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ദൈവിക പ്രബോധനങ്ങളുടെ ദീപ്തിയാൽ നിന്റെ സ്നേഹിതരെ പ്രശോഭിപ്പിക്കണമേ. നല്ല കാലങ്ങളും ആശ്വാസകരവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പലവിധ കഠിന പരീക്ഷയിൽ അകപ്പെട്ട് തന്നിൽ ആശ്രയിക്കുന്നവരെ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, വേഗത്തിൽ ദർശിച്ച് രക്ഷിക്കണമേ. ഈ സമയത്ത് വരെ ഓർക്കുവാനായി നിസ്സാരന്മാരും ബലഹീനരുമായി നമ്മെ പരിമേൽപ്പിച്ചിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സഹോദരരെല്ലാവരെയും നാം ഓർക്കണം. ദൈവത്താൽ പരിപാലിക്കപ്പെട്ടു പോരുന്ന ഈടവകയുടെ മക്കളായ എല്ലാ വിശ്വാസികൾക്കും ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനും അവർക്ക് സുഹൃത്തുള്ളവരായി തീരുവാനും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പീഡിതരെയും ദുഃഖിതരെയും രോഗികളെയും ദരിദ്രരെയും നിരാലംബരെയും ക്ലേശിതരെയും പരദേശവാസികളെയും അഗതികളെയും ബന്ധനസ്ഥരെയും അനാഥരെയും വിധവകളെയും അടിമകളെയും നീ പോറ്റിപ്പുലർത്തേണമേ. ഞങ്ങൾ നനകുന്നുണ്ട് ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി അവർക്ക് ജ്ഞാനവും വിവേകവും ശരണബുദ്ധിയും നൽകി നേർപ്പാതയിൽ അവരെ നയിക്കുവാനും നമ്മുടെ മഹത്തായ രാജ്യത്തിൽ സമാധാനം ഐക്യവും ക്ഷേമമുണ്ടാകുവാനും വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. തിരുസന്നിധിയിൽ പ്രശാന്തവും സന്തുഷ്ടവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കളുടെ അവസരം ഞങ്ങളോട് പെരുമാറുന്നതിന് കരുണ ചെയ്യണമേ. ഞങ്ങൾ
നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭൂമിയിലെ സകലവംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും മൗത്തവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ വിശുദ്ധ മറിയാമിനെയും വിശുദ്ധന്മാരായ സ്ലീഹന്മാർ, പ്രസംഗർ, എവങ്കേലിസ്തർ, സഹദയന്മാർ, മൗദ്യാനന്മാർ എന്നിവരെയും നാം ഓർക്കണം. ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോടിയുമായ മാർ യോഹന്നാൻ മംദാനെയും ശമ്മാശമാരിൽ പ്രധാനിയും സഹദയന്മാരിൽ മുമ്പനും മൗത്തുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ പ്രധാനികളും ഉന്നതരുമായ മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ സ്ലീഹായെയും സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പുണ്യപ്രവൃത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിനും ഓഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏക സത്യവിശ്വാസത്തെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന ശേഷം വിശുദ്ധിയിൽ മരിച്ച ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് വിശ്രമിക്കുന്നവരെയും നിക്യായിൽ, കുസ്താന്തിനോപോലിസിലും എഫേസോസിലും മറ്റുവെച്ച് നടത്തപ്പെട്ട പാവനവും വിശുദ്ധമായ പൊതു സുനഹദോസുകളെയും അവയിലുണ്ടായിരുന്ന സംഭൂജാരും പ്രശസ്തരുമായ മൽപ്പാമാരെയും ദൈവാത്മപൂരിതരായ പിതാക്കന്മാരെയും വിശിഷ്യ യെരൂശലേമിലെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ മാർ യാക്കോബ്, മാർ ഇഗ്നാത്തിയോസ്, മാർ ക്ലേമീസ്, മാർ ദിവനാസിയോസ്, മാർ ബസേലിയോസ്, മാർ ഗ്രിഗോറിയോസ്, മാർ അന്തസ്തനാത്തിയോസ്, മാർ യൂലിയോസ്, മാർ തെയോഫിലോസ്, മാർ ഇവാനിയോസ് എന്നീ പിതാക്കന്മാരെയും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചുവെന്നും സത്യവാനും ഉന്നത ഗോപുരമായ പ്രസിദ്ധനായ മാർ കോറിലോസ് സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ മാർ അപ്രേം, മാർ യാക്കോബ്, മാർ ഇസ്ഹാക്ക്, മാർ ശമഹോന്ദസ്തുനി, തിരഞ്ഞെടുക്കപ്പെട്ടവനായ മാർ അബഹ എന്നീ പിതാക്കന്മാരെയും ഇവരുടെ മുമ്പും ഇവരോട് കൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ സുവനദോസുകളിൽ ഉറപ്പിക്കപ്പെട്ട സത്യവിശ്വാസമാകുന്ന പാറമേ, കരുണാപൂർവം ഞങ്ങളെ എല്ലാവരെയും നീ ഉറപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പള്ളിയിൽ നിന്നും
സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും നിദ്രയടഞ്ഞ് ദൈവസന്നിധി പ്രാപിച്ചവരായ സകലരെയും നാം ഓർക്കണം. മിശിഹാതമ്പുരാൻ തന്റെ ധാരാളമായ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുകയും നമ്മെയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുകയും ചെയ്യട്ടെ. നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരിയേലായിസോൻ എന്ന് ചൊല്ലണം. കർത്താവേ, ഞങ്ങളുടെ പരേതര അന്ധകാര ശക്തികൾക്ക് വിധേയരാകുവാനിടയാകരുത്. ദുഷ്ടാരൂപികളുടെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച് ദണ്ഡനങ്ങളിൽ നിന്നും കഠിന വേദനകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. നിന്റെ ഏകജാതന്റെ തേജസ് ഞങ്ങളിലും അവരിലും ഉദിപ്പിക്കണമേ. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാൻ അവരിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾക്ക് വേണ്ടിയ സകല മരിച്ചുപോയവരെയും ആശ്വസിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സോടാതെ അറിവോടും അറിവുപോലാതെ ദൈവമേ, ഞങ്ങളോട് ചെയ്തുപോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ കൃപാതിരേകത്താൽ ഞങ്ങളുടെ അപേക്ഷ കേട്ട് വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കായി കരുതിയിരിക്കുന്ന ദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും രക്ഷിക്കണമേ. സംപൂജ്യമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ സകലത്തിലും എന്ന പ്രകാരം ഈ പരിശുദ്ധ കുർബാനയിലും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. Poroko dilahan yeshmishiho amkul kunai lawalmi. സലപീതനെ നിന്ന ഭാഗിലല്ലേ ഹല്ലേലൂയ ഹല്ലേലൂയ ബന്ദിഗരോ നിന്നദാസരോ ബാരക്കുമോ സുദാസരനോ ഹല്ലേലൂയ ഹല്ലേലൂയ കോപവനീഗിസി കായന്ന
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വലിയവനും സർവശക്തനുമായ ദൈവമേ, മനുഷ്യരോടുള്ള നിന്റെ സ്നേഹം മൂലം ഈ ദൈവികാദാനത്തിന് ഞങ്ങളെ നീ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇത് നിമിത്തം പിതാവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വന്ദിക്കുന്നു. നിർമ്മല മനസാക്ഷിയോടും വികാരശുദ്ധിയോടും പരമാർത്ഥതയുള്ള നാവോടും വെടിപ്പുള്ള ശരീരത്തോടും കൂടെ സ്വർഗസ്ഥനും സർവാധിപതിയും പരിശുദ്ധനുമായി നിന്നെ ആത്മധൈര്യത്തോട് വിളിച്ച് നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ ഉച്ചത്തിൽ ചൊല്ലുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ അർഹരാക്കിയ ദയാലുവായ പിതാവേ, കഠിന പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ദ്രോഹങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോ അർപ്പിക്കപ്പെട്ട വിസ്തരസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താനുമാകെ നാം തലോനിക്കണം. മഹോന്നതനും സർവാധിപതിയുമായ രാജാവേ, സർവ സൃഷ്ടികളും നിന്റെ മേൽക്കോയ്മയുടെ ചെങ്കോലിൻ കീഴിൽ വണങ്ങുന്നു. ഇപ്പോൾ തിരുമുൻപാകത്താൽ വണങ്ങി നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങളെ നീ കൽപ്പിച്ച് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. Then please so you so kadishitovam shabatolo breso isiosovam tumoitos kito shavias busia amkul kuna ilavulmi. ബാർക്കുമോ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. വിശുദ്ധ രഹസ്യങ്ങൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും
പരിശുദ്ധനായ ദ്രോഹായില്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധരുമായി എന്നേക്കും സ്തുതി. സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായ സൗലും പൂർത്തിയാക്കി തേക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധാത്മാവും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദേവസുതന്മാരാ ആയുഷ്കാലത്തിൽ ചൊല്ലിത്തന്ന താതരയോർക്കേണം ദയവാന്മാർ പുണ്യപ്പെട്ടു രുന്നീക്ഷേകുമവൻ ആശ്വാസം സ്വീപുത്രൻ ദൈവം നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹാലേലുയ്യ യൗഹാലേലുയ്യ നിൻ വലഭാഗേ രാജഭാമിനിയും ശുഭഗോലാബോലബറുവലറുഹോ കാദീശോ ഉത്തർപുകഴ്ച ഭാജനമേ വാഴ്വായി തീരണമേ മറിയാമിന്നോർമ്മ അവൾ പ്രാർത്ഥനകൾ ആത്മാവിനു കോട്ട പാലിക്കുമോ ശുഭഗോലാബോലബറോ വലറുഹോ കാദീശോ ദൈവാംബിക കന്യാ മറിയാമിന്നായി പരിമളധൂപസ്വരൂപ വായുവിലുയരുന്നു നിർത്തിയിടരുതേ മാതാവേ നയവാൻ പന പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബനോൻ കാരകൾ പോൽ വൃദ്ധതയിലും അവതളിരില്ലു തളർച്ചിടുമേ
ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും വാർക്കുമോ. മൻമൂലം മാതാമൂലം ഉൽമീനാമേ. ഒരു പോലിങ്ങും മോർത്തോമാസ്ലീഹ വാനിലും അതുപോൽ നിന്നോർമ്മ. ഉലകണമേ പ്രാർത്ഥന ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ. സ്തോമൈക്കാലും സ്തുതിയിലായിസോ. പ്രാർത്ഥനയിൻ സമയമിതല്ലോ മോർയൗസേപ്പ്. പതിവിൻ പഴിവിൻ കൂട്ടത്തരം ഞായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നീ. ആടുകളെ മോശെ പോற்றும் കൈവാത്തേണം പാർക്കുമോ. നിന്നെ വരിച്ചൊരു താരേനം ഓ യോസേഫ്. നിന്നോർമ്മയെ ബഹുമാനിച്ച സുധനോ സ്തോത്രം. നിന്നെ ഓടിച്ചോടിക്കുന്ന രൂഹാവേ. നീ പ്രാർത്ഥന കൃപയേറ്റേ ഞങ്ങൾ കേൾക്കുന്നു. മുറിയോരായി വലയിടുവാനായി പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും തൻ കോപത്തിൻ വഴികളെയും വായിച്ചിടാം. കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ എല്ലാ പരതരെ ഓർത്ത് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രൂപതയുടെ ആരംഭം മുതൽ കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ രൂപതയ്ക്ക് വേണ്ടി ധാരാളം ശുശ്രൂഷകൾ നടത്തി ദൈവസന്നിധി വാങ്ങിപ്പോയ എല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളോ. ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ വാർക്കുമോ. ശുഭാഹുലാബോലം ബ്രോവൽ റൂഹു കാദീശോ. മൂലം മാതാമൽ പോലും ഉൽമീനാമേ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനേ. ജീവസ്വരമതുണർത്തണമേ. കബറേനും പറുദീസായ്ക്കാൻ. സ്തോമൈക്കാലും സ്തുതിയിലായിസോ. ഉയരേകുന്നോൻ രാജ. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ പ്രദരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീങ്ങി അവരവരോട് എഴുന്നേറ്റും ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ. ശുഭാഹുലാബോലം ബ്രോവൽ റൂഹു കാദീശോ. എന്റെ ശരീരം പക്ഷി രക്തം പാനം ചെയ്യുവോ. പാതാളത്തിൽ പോകാനായി വീഴാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങെത്തിട്ടു മരിച്ചതു ഞാൻ. എന്നും കർത്താൻ തന്നരുളിന്ന മഹത്വം ഉറിയോരായി മരമതിനുയരെ കർത്താവേ
കള്ളരെ കെട്ടിയ നിന്റെ വരം തൃത്വത്തെ സ്തുതി ചെയ്തോരാം ഹൃദയം കൈക്കൊണ്ടേടേണം. കർത്താവിൽ സ്നേഹമുള്ളവരെ, പ്രത്യേകമായിട്ടും വിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിന്റെ ക്രമം ഇപ്പോൾ അറിയിക്കുകയാണ്. ദേവാലയത്തിന് പുറത്തായി 4 സ്ഥലങ്ങളിൽ പുത്തുഭദ്രാസനത്തിന് വേണ്ടി നവവിശുദ്ധരായിരിക്കുന്ന നമ്മുടെ വൈദിക സഹോദരങ്ങൾ വിശുദ്ധ കുർബാന നൽകുന്നതായിരിക്കും. വിശുദ്ധ കുർബാനയുടെ ക്രമീകരിക്കുവാനായിട്ട് വോളണ്ടിയേഴ്സ് അവിടെ ഉണ്ടാകും. അവർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് ഏറ്റവും അടുത്തുള്ള വൈദികനിൽ നിന്ന് തിക്കും തിരക്കും കൂടാതെ പ്രാർത്ഥനയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നാം ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദിമുതൽ തലമുറകൾ വരെ തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യ നവീകരണത്തിനും വേണ്ടി ഒരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പുണ്യം ഇറങ്ങുമാറാകണമേ. ഞങ്ങളുടെ ഭർത്താവും ദൈവമേ, അദൃശ്യമായി നിന്റെ വലത് നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള ആത്മധൈര്യത്തിനുമായി നിന്റെ വിലയേറിയ ശരീരരക്തങ്ങളെ സ്വീകരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ വാട്ടി അനുഗ്രഹിക്കണമേ. ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വസ്തുക്കൾ വായിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയ്ക്കായി പരിശ്രമിച്ച് ഇവയിൽ സംബന്ധിക്കുന്നവരുടെ മേലും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവരുടെ മേലും പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും 2 ലോകങ്ങളും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വംശം ശോനേ അസകൻ പരവോ സബ് സുലഈ തോബ പൂലെ नहीं हो आरब कहनो फिराया रहो रोसाई मोरी वबत कलोनो गोरिल रोहद तीसी सीदा Suigo no solo osuyole takbotevo Sorio balagmo mamakad shole hove fagro
നീതിമയന്മാരെ നോക്കിൽ വിരൽ ചീടുന്നു അവനെ മേശയിലപ്പം വീഞ്ഞാൻ നീ കാണുന്നു പുത്രരഹസ്യങ്ങളോ പിണ്ടവരീടയിൽ ഈശായാത കണ്ണിവ നമ്മോട് സാക്ഷിക്കുന്നു അന്ത്യദിനങ്ങൾ
ചേർക്കരുതേ. അംഗങ്ങളിലവയെ നിക്ഷേപിക്കുകയാ. ഉയരേകിയ നാഥാ വന്ദിക്കും പടിയാ. രക്തശരീരങ്ങൾ കൈക്കൊണ്ടതു മൂലം അന്ത്യദിനേ ഞങ്ങൾ വിധിയേറ്റിടരുതേ. വിധിയേറ്റിടരുതേ. ഉയരത്തിൽ തന്മാതാവിൻ മഹിമാമുടി സഹതി മാർക്കും മൃദരിൽ കരുണയുമുണ്ടാകാം. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവും ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ അങ്ങേ തിരുശരീരവും പാനം ചെയ്ത പുണ്യപ്രദമായ ദുർലക്ഷ്യവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ.
ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, അയോഗ്യരായ ഞങ്ങളെ നിന്റെ ഏകജാതന്റെ ശരീരവും രക്തവുമാകുന്നു ഈ ദിവ്യദാനത്തിന് യോഗ്യരാക്കിയതിനാൽ നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയും തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള തലോനിക്കണം. ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടത്താൽ നീ ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ പാപപരിഹാരപ്രദമായ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകുകയും ചെയ്ത് നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നോടുള്ള ഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളെ ഉറപ്പിക്കുകയും സുഹൃത വ്യാപാരങ്ങളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകരായ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശിലാമേൽ നിർത്തി നായകരായൂരിടയന്മാരെ കാക്കുക ശക്ത്യ. ആചാര്യന്മാശന്മാ യൗപദിയകിന കൂറോയന്മാരെന്നിവരെ നീ ശോഭിപ്പിക്ക. താങ്ങുക വൃദ്ധരെ നിർമ്മലരാക്കുക പുരുഷന്മാരെ. ശക്തിയുവാക്കൾക്കേകിടണമേ വീര്യം നൽകി. സൗമ്യതയുള്ളോരാക്കി തീർക്കുക നാരികളെ നീ. ശിശുബാലകരെ പോഷണമേകി പാലിക്കണമേ. സഹോദരങ്ങളും വാത്സല്യാഭാജനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാ ഭക്ഷണത്തോടും കൂടെ
പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവിൻ. ദൂരസ്ഥരോടി സമീപസ്ഥരും മരിച്ചവരോടെ ജീവനുള്ളവരും കർത്താവിൻ്റെ വിജയ സ്ലീബായ രക്ഷിതരും വിശുദ്ധ മാമോദീസായാൽ മുദ്രിതരുമായവരെ, ഈ പരിശുദ്ധാതൃത്വം നിങ്ങളുടെ ഇടങ്ങൾ പരിഹരിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനരും പാപികളുമായ ഈ ദാസങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുവിൻ എന്നും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീ. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിന്റെ തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി. അതിനെ വളർത്തി നയിക്കുന്നതിനായി വന്യതാതനായ മാർ യോഹന്നാനോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യതാതന്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിന്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി വന്യതാതനായ മാർ യോഹന്നാനോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ ഈ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ കർത്താവേ, വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാഗ്യസ്മരണരായ നമ്മുടെ പിതാക്കന്മാരെയും കളപ്പാട്ട് വിശേഷായും പ്രത്യേകമായ ദിവസനദിയിൽ ഓർക്കുമ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിപ്പോയ നമ്മുടെ എല്ലാ പിതാക്കന്മാരെയും വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ സ്വർഗീയ മാധ്യസ്ഥം നമ്മുടെ പൊതുവായ സഭയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ പുണ്യപിതാവ് ദേവദാസന്മാർ ഇവാനിയോസുടെ സ്വർഗീയമായ ആ വലിയ സാന്നിധ്യം, പിതാവ് നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുമെന്നുള്ള പിതാവ് നമുക്ക് തന്ന ആ വലിയ പ്രതീക്ഷയുടെ ഉറച്ച വിശ്വാസത്തിൻ്റെ ബോധ്യത്തിൻ്റെ ആ വലിയ വചസ്സുകളെ ഇപ്പോൾ ഓർത്തുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരോട് നമുക്ക് പ്രാർത്ഥിക്കാം. ചാർത്തും നേരിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്താവീതിനെയോർത്ത് ശുചിയുടു ശുദ്ധ്യാബസ്പുദിശ കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യമുള്ളവരായി തീരണമേ. പ്രധാന പുരോഹിതനും താലന്തുകൾ വിഭജിച്ച് കൊടുക്കുന്നവനും മനുഷ്യമക്കളെ കുപ്പയിൽ നിന്ന് സിംഹാസനത്തിലേക്ക് ഉയർത്തി തൻ്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ അധികാരം നൽകുന്നവനുമായവന് സ്തുതി. ഞങ്ങളുടെ ശ്രേഷ്ഠാചാര്യന്മാർക്കും ആചാര്യന്മാർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നേരത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ ദൈവമേ, വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ തിരുവൻപാക ശുശ്രൂഷ നടത്തിയിട്ടുള്ള ഞങ്ങളുടെ ശ്രേഷ്ഠാചാര്യന്മാർക്ക് വേണ്ടിയും ആചാര്യന്മാർക്ക് നിർമ്മലരായ ശമ്മാശന്മാർക്ക് വേണ്ടിയും അശുദ്ധരും നിന്റെ ദാസരുമായ ഞങ്ങൾ നിന്റെ ദയോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരെ നീ ന്യായം വിധിക്കരുതേ കർത്താവേ. നിന്റെ വിശുദ്ധ മദ്ബഹായുടെ പടികളിൽ ചവിട്ടിയിട്ടുള്ള കാലുകളെ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ കർത്താവേ. നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായുകളും നാവുകളും അടച്ചുപൂട്ടിയവയായി തീരുവാൻ തക്കവണ്ണവയെ മൗനമാക്കരുതേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലും മുഴുവനും കൂടുകളായി ഭവിക്കുമാറ്
അവയെ അന്ധകാരമയമാക്കി തീർക്കരുതേ. കർത്താവേ, വിശുദ്ധങ്ങളും വന്യങ്ങളുമായ നിന്റെ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നിയാൽ ചുരുട്ടപ്പെടുവാൻ നീ ഇടയാക്കരുതേ. കർത്താവേ, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും പാപങ്ങളും നീ പരിഹരിച്ച് മോചനം നൽകണമേ. നീ ഉത്തമനും നൽവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങളുടെ ഉറവിടവുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ടു ലോകങ്ങളും നീക്കുന്ന പ്രാപിക്കുമാറാകട്ടെ. ദൈവം സൃഷ്ടിച്ചാദത്തെ വിശുദ്ധ കുർബാന ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്രത്യേകമായിട്ടും ജൂബിലിയുടെയും രൂപതാദിനത്തിൻ്റെയും ഒരു ആഘോഷം നമ്മൾ സമാപന സമ്മേളനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
ഈ തരുണത്തിൽ വൈദികരൊക്കെയും അവിടെ തന്നെ സ്വസ്ഥാനങ്ങളിലായിരുന്നുകൊണ്ട് വൈദിക വേഷം അഴിച്ചു വെക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രദേശ് വന്ന് അത് പ്രത്യേകമായിട്ട് നിങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങുന്നതായിരിക്കും. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ അത് അഴിച്ചു വെക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് തന്നെ നമ്മുടെ സമാപന സമ്മേളനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഏറ്റവും ആദരവോടുകൂടി ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും ഈ സമാപന സമ്മേളനത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാരുടെ ശ്രദ്ധയ്ക്ക് കാപ്പകൾ അവിടെ തന്നെ അഴിച്ചു വച്ച് അത് പ്രിയപ്പെട്ട ബ്രദേഴ്സ് വന്ന് കളക്ട് ചെയ്യുന്നതാണ്. ബഹുമാനപ്പെട്ട വൈദികർ എന്നിട്ട് അവിടെ തന്നെ സ്വസ്ഥാനങ്ങളിൽ തുടരണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവിൽ സ്നേഹമുള്ളവരെ, എത്രയും വേഗം തന്നെ നമ്മുടെ സമാപന സമ്മേളനം നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ കൂടെ ആയിരിക്കുന്ന അഭിമന്യ പിതാക്കന്മാർ, ബഹുമാനായിട്ടുള്ള VG, അതുപോലെ ജനാളച്ചന്മാര് നമ്മുടെ സദസ്സിൽ സന്നിഹിതരായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന ദൈവജനം ഏറ്റവും ശാന്തതയോടുകൂടി അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് ശാന്തതയോടെ ഈ സമ്മേളനത്തിൽ പങ്കുചേരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കൂട്ടായ്മയുടെ, നമ്മുടെ ശക്തിപ്പെടുത്തലിൻ്റെ ഒരു വേദിയായിട്ട് ഇതിനെ കണക്കാക്കേണ്ടതാകുന്നു.
നമ്മുടെ രൂപതയിൽ നിന്ന് വിവിധ തലങ്ങളിൽ മാതൃകാപരമായ വിജയങ്ങൾ നേടിയവരെ ആദരിക്കുകയും അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിന്റെ ജൂബിലി ആഘോഷവുമായി അനുബന്ധിച്ചുള്ള സാമൂഹികമായിട്ടുള്ള ചില പദ്ധതികളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം തന്നെ നടക്കുന്നതാണ്. നമുക്കേവർക്കും ഒരുമയോടുകൂടി ആയിരുന്നുകൊണ്ട് ഈ ദേവാലയത്തിൽ സജ്ജീകരണമായ ഇടങ്ങളിൽ ഏറ്റവും ശാന്തതയോടുകൂടി ആയിരുന്നുകൊണ്ട് ഇതിൽ പങ്കുചേരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അഭിവന്യ സമ്മേളനത്തിന് ശേഷം അഭിവന്യ പിതാക്കന്മാരുടെ ആശീർവാദം സ്വീകരിച്ച് നേർച്ച ഇട്ടുകൊണ്ട് അതിനുശേഷമായിരിക്കും നമ്മൾ ഭവനങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഒരു മണിക്ക് ഷാപ്പ് ഭക്ഷണം കൊടുക്കുന്ന രീതിയിൽ അപ്പം പിതാവ് ഒരു ചെറിയൊരു പ്രസംഗം ഇതനുസരിച്ച് പൊതുസമ്മേളനത്തിലേക്ക് നമ്മളേവരും ആഗതരാകുന്നു. ഇന്നത്തെ പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ പിതാവും നമുക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ മക്കാരിയോസ് പിതാവാണ്. മക്കാരിയോസ് പിതാവിനോട് ചേർന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ രൂപതയിലേക്ക് വരികയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ശ്ലൈഹികമായ ആശീർവാദം നൽകുവാനായിട്ട് ഇവിടെ ആഗതരായിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള അഭിവന്യ പോളികാർപ്പസ് പിതാവും സിൽവാനോസ് പിതാവും വേദിയിൽ ആഗതരാകുന്നു. അതേപോലെ തന്നെ അനുഗ്രഹീതമായ വൈദിക ശുശ്രൂഷയുടെ സാഹോദര്യത്തിൻ്റെ മാതൃകയെന്നോണം ബഥനി സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ പുത്തൂർ ഭദ്രാസനത്തിൻ്റെ മുഖ്യവികാരങ്ങളായിരിക്കുന്ന എൽദോ പുത്തങ്കടത്തിലച്ഛനും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ ബെൽത്തങ്ങാടി രൂപതയുടെ വികാരി ജനറലായിരിക്കുന്ന വർഗീസ് വലിയപറമ്പിൽ അച്ഛനും നമ്മോടൊപ്പം സന്തോഷത്തോടുകൂടി ഇവിടെ ആയിരിക്കുന്നു. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ സദസ്സിലേക്ക് ആനയിക്കുന്നു. ഒപ്പം ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട മെൽവിൻ മാത്യു അച്ഛൻ്റെ സാന്നിധ്യവും അനുഗ്രഹത്തോടുകൂടി നമുക്ക് ഈ സദസ്സിലേക്ക് കാണാം. ദൈവം നമ്മളേവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ട് പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആയിരിക്കുന്ന യോഹന്നാൻ ഊനമ്പാറക്കലിനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ധന്യമായ നിമിഷങ്ങളിലേക്ക് കടക്കുവാനായിട്ട് വന്ധ്യരായ വ്യക്തികളുടെ പ്രാർത്ഥനകളും വന്ധ്യരായ വ്യക്തികളുടെ സേവനവും നമുക്ക് തുണയാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സമാപന സമ്മേളനം ഒരു ഗാനം ആലപിച്ചുകൊണ്ട്, രൂപതാ കൊയർ ഗാനം ആലപിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്നു. അത്യുന്നതനുടെ മറവിലിരിക്കും നാഥ, കൃപയിൽ ചിറകിൻ കീഴിൽ ചേർക്കേണമേ. കാരുണ്യം മൂലം കൃപയാലെല്ലാം കേൾക്കുന്നോനെ, നിന്നടിയാർത്ഥം യാചനയിൽ കേട്ടിടേണമേ. മഹിമയുടെ രാജാവാ രക്ഷകമിശിഹാസവനമെഴും സന്ധ്യേതും പുണ്യം നിറയും രാവും ഞങ്ങൾ കേൾക്കണമേ. മിഴിനിഴലുയർത്തും ഞങ്ങൾ കടപാപങ്ങളെ മോചിക്കാം. ഇരുലോകങ്ങളിലും ഞങ്ങൾ കരുണയുടെ കാരുണ്യം. നിൻ കൃപ
ഇവരെ മറയ്ക്കണമേ, അഭിമുഖമായി ദയ നിൽക്കണമേ. ദുഷ്ടപ്പടയിൽ നിന്നും കാത്തിടട്ടെ നിൻ ശ്രീവ. ആ ജീവൻ നേടിയിടണമേ, നിന്റെ വലങ്ങളെ ഞങ്ങളമേ. നിശ്രമങ്ങളിൽ അമരട്ടെ, യാചിച്ചിടും മക്കൾക്ക് ശരണവും അവനവും നീങ്ങണമേ. മാതൃശുദ്ധയാൽ കടപരിഹാരം നൽകി എന്നിന്മേൽ ദേവേശ ചെയ്തിടണമേ കാരുണ്യം. പ്രാർത്ഥനാ ഗാനം ആലപിച്ച രൂപതാക്കേറിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ വേദിയിൽ ആയിരുന്നുകൊണ്ട് പ്രത്യേകമായിട്ടും ഈ സമ്മേളനത്തിന് മുഖ്യമായ സ്വാഗതം നൽകുവാനായിട്ട് ഇവിടെ ആയിരിക്കുക പുത്തൂർ ഭദ്രാസനത്തിന്റെ വികാരങ്ങളായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട എൽദോസ് പുത്തങ്കണ്ടത്തിൽ അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം അറിയിക്കുവാനായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൗഢമായ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന അഭിനന്ദ പിതാക്കന്മാരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള വൈദിക സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മുടെ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. അനുവർഷം നാം ഈ ദിനം ഇവിടെ ആചരിച്ചു വരുന്നു എങ്കിൽ കൂടി ഈ വർഷം അതിനൊരു പ്രത്യേകമായ ജൂബിലിയുടെ പരിവേഷം കൂടിയുണ്ട് എന്നുള്ളതാണ് സന്തോഷം പകരുന്ന കാര്യം. നമ്മുടെ ഭദ്രാസന ദിനം എല്ലാ വർഷവും നാം ഇപ്രകാരം നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടത്തി വരുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ വേദി മാറി അത് ഇച്ചിരമ്പാടി സെന്റ് തോമസ് പള്ളിയിലും അങ്കണത്തിലുമായി നടക്കുന്നു. അതിൻ്റെ കാരണം ആമുഖമായി നമ്മുടെ നിയോഗങ്ങൾ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 4 പ്രത്യേകമായ കാരണങ്ങളാലാണ് നാം ഇന്ന് ഒരുമിച്ച് ചേരുക. നമ്മുടെ ഭദ്രാസനം സ്ഥാപിതമായിട്ട് 13 വർഷം പൂർത്തിയാക്കി അതിൻ്റെ കൗമാരത്തിലൂടെ നടക്കുവാൻ തുടങ്ങി 14ാം വർഷത്തിലേക്ക് കാലുവെച്ചു. അതുപോലെ തന്നെ ഈ ദേവാലയം കർണാടകയിലെ നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയുടെ പ്രത്യേകമായ വേരോട്ടമുണ്ടായിട്ട് സ്ഥാപിതമായ 2ാമത്തെ ദേവാലയമാണ്. നമുക്കറിയാം, ഏറ്റവും ആദ്യത്തെ ദേവാലയം ഇച്ചിലമ്പാടി കത്തീഡ്രലായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് അവിടുത്തെ വൈദികർ ഈ ദേവാലയത്തിന് അടിസ്ഥാനമിട്ടത്. 50 വർഷം പൂർത്തിയായി 51ാം വർഷത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. 3ാമത്
നമുക്കൊക്കെ വേദനാജനകമായത് ആണെങ്കിലും വളരെ പ്രത്യാശയോടെ സൗഭാഗ്യത്തോടെ നാം പ്രത്യേകമായി ഓർക്കുന്ന നമ്മുടെ പ്രഥമ ഇടയൻ അഭിവന്യ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ സ്വർഗം പൂകലിൻ്റെ 5 വർഷം പൂർത്തിയായ സമയം. അതോടൊപ്പം തന്നെ ഈ മലബാർ പ്രദേശത്ത് കൃത്യമായ ലക്ഷ്യബോധത്തോടെ നമ്മുടെ സഭയെ വളർത്തിയ പ്രഥമ കാതോലിക്ക ബാവ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവയുടെ ഓർമ്മ ദിവസം ഈ ദിവസങ്ങളിലായിരുന്നു. തിരുവല്ല അധിപതിരാസനമാണ് ഈ പ്രദേശത്തേക്ക് ഉള്ള മിഷൻ പ്രവർത്തനത്തിന് പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തിയത് അത്തനാസ് തിരുമേനിയുടെ കാലത്ത്. അതിനു മുമ്പ് ആ ഭദ്രാസനത്തിന് ഇടയനായിരുന്ന ജോസഫ് മാർ സേവരോസ് തിരുമേനിയുടെ ഓർമ്മയും ഈ ദിവസങ്ങളിലായിരുന്നു. അതും അനുസ്മരിക്കുന്നു. അതുപോലെ ഈ പുതിയ ഒരു ഭദ്രാസനത്തിൽ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ വർഷങ്ങൾ പിന്നിട്ടിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ അബ്രഹാം കളപ്പാട്ടച്ഛനെ പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ തന്നെ നമ്മൾ സ്മരിക്കുന്നു. അഭിവന്യ ദിവന്നാസ്യോസ് തിരുമേനിയും അച്ഛനും തലേന്നും പിറ്റേന്നുമായിട്ടാണ് ഈ ലോകം വിട്ടുപോയതായിട്ടുള്ള ദിവസങ്ങൾ. അതുകൊണ്ട് അത് ചേർത്ത് വെച്ച് എപ്പോഴും അച്ഛന് കിട്ടിയ വലിയൊരു സൗഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ്. അങ്ങനെ 4 വൈദിക മേൽപ്പെട്ട ശ്രേഷ്ഠരെ അനുസ്മരിക്കുന്ന ദിവസം. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ അഭിവന്യ മഖാരിയസ് തിരുമേനി 19-ാം തീയതി തൻ്റെ നാമഹേതുക തിരുനാൾ മഖാരിയസിൻ്റെ തിരുനാൾ ലളിതമായി ആഘോഷിച്ചുവെങ്കിലും ഒരു ഭദ്രാസനം എന്ന രീതിയിൽ അതിനൊരു പരിവേഷം നൽകി ഇവിടെ നമ്മൾ അനുസ്മരിക്കുകയും പിന്നെ പിതാവിനെ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയും ചെയ്യുന്ന തന്നെ നിമിഷം. ഈ 4 കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നാം ഇവിടെ ഒരുമിച്ച് ചേരുന്നത് കൊണ്ടാണ് പ്രൗഢമാണ് എന്ന് ഞാൻ പറഞ്ഞത്. മാത്രമല്ല അതിന് ഏറ്റവും പ്രൗഢിയായിട്ട് നമ്മളത് പ്ലാൻ ചെയ്തു എങ്കിൽ പോലും ദൈവത്തിൻ്റെ ഹിതമായിരിക്കാം. നമ്മുടെ സഭയുടെ തലവനും പിതാവുമായിരുന്ന അത്യഭിവന്യ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും, നമ്മളോടൊപ്പം ഈ മീറ്റിങ്ങിന് അധ്യക്ഷം വഹിക്കും, നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്നെല്ലാം കരുതിയിരുന്നുവെങ്കിലും ദിവസങ്ങളൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ അസ്വസ്ഥത ഉള്ള സമയമായിരുന്നു. ഡോക്ടർമാർ കൃത്യമായി നിർദ്ദേശിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് മാത്രം ഇന്നലെ ആ തീരുമാനം മാറ്റുകയാണ് ഉണ്ടായത്. പക്ഷേ നമുക്ക് നമ്മുടെ സന്തോഷത്തിന് മാറ്റുകൂട്ടുവാനായിട്ട് 2 ഇടയ ശ്രേഷ്ഠർ കൂടി നമ്മോടൊപ്പമുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ കുര്യ മെത്രാനായിരിക്കുന്ന സിൽവാനോസ് തിരുമേനിയും അതുപോലെ തന്നെ കാതോലിക്ക ബാവയുടെ സഹായമെത്രാൻ തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാനായിരിക്കുന്ന പോളിക്കാർപ്പസ് തിരുമേനിയുമാണ്. അവരും ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. 3 മേൽപ്പെട്ടക്കാർ നമുക്ക് കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. ഈ മഹനീയ സന്ദർഭത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള ദൗത്യമാണ് എനിക്കുള്ളത്. ഞാൻ വളരെ സന്തോഷപൂർവ്വം ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ അഭിവന്യ പിതാവിനെ, രൂപതാധ്യക്ഷൻ അഭിവന്യ ഗീവർഗീസ് മാർ മഖാരിയസ് തിരുമേനിയെ നിങ്ങളെല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ സിൽവാനോസ് തിരുമേനി, ആന്റണി മാർ സിൽവാനോസ് തിരുമേനി ഈ അടുത്ത ഏതാനും മാസങ്ങൾ മുമ്പ് സഭയിൽ അഭിഷിക്തനായ മേൽപ്പെട്ടക്കാരനാണ്. അദ്ദേഹം നമ്മുടെ കൂരിയായുടെ മെത്രാൻ ആയി തിരുവനന്തപുരത്ത് കാതോലിക്കേറ്റിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ്. അദ്ദേഹം നമ്മുടെ സഭയുടെ ഒരു പൊതുസ്വത്താണ്. കാരണം കൂരിയ മെത്രാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഭദ്രാസനത്തിനും ഒരുപോലെ അദ്ദേഹത്തിന് ശുശ്രൂഷകൾ നിൽക്കുന്നതാണ്. അദ്ദേഹത്തെ സെമിനാരി കാലഘട്ടം മുതൽ എനിക്ക് വളരെ അടുത്തറിയാം. ഞാൻ തിയോളജി പഠിക്കുമ്പോൾ അദ്ദേഹം ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നല്ലൊരു പാട്ടുകാരൻ, വയലിനിസ്റ്റ്. ഈ രീതിയിലാണ് ഞങ്ങൾ അന്നൊക്കെ കണ്ടിരുന്നത്. അത് കഴിഞ്ഞ് റോമിൽ പഠിക്കുമ്പോഴും തിരുവനന്തപുരം സെമിനാരി പഠിപ്പിക്കുമ്പോഴും ഒക്കെ അപ്പോൾ അടുത്ത് ഇടപഴകുന്നതിനും ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് തിരുമേനിയെ ഞങ്ങളെല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇനിയും നമുക്ക് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാനായി ഈ അടുത്ത കാലത്ത് അഭിഷിക്തനായ അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് തിരുമേനിയാണ്. അദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങളൊരു ബാച്ചുകാരാണ് സെമിനാരിയിൽ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വൈദിക പട്ടമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ശുശ്രൂഷ ഫ്രാൻസിലൊക്കെ പോയി ഫ്രഞ്ച് ഭാഷയൊക്കെ പഠിച്ച് ഡോക്ടറേറ്റ് ചെയ്തയാളാണ്. അതിനുശേഷം നമ്മുടെ തിരുവനന്തപുരത്ത് പ്രശസ്തമായ മാർ ഇവാനോസ് കോളേജിൻ്റെ സാരഥിയായി പ്രിൻസിപ്പലായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മെമ്പറായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ മലങ്കര സഭയുടെ വലിയൊരു ശബ്ദമായിട്ട് അദ്ദേഹം ഇപ്പോഴും പല സ്ഥലത്തിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ അഭിനന്ദ പോളികാർപ്പസ് തിരുമേനിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനിയും ബഥനി സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട മാത്യു കടവിലച്ചൻ അച്ഛന് നമ്മളെല്ലാവരുടെയും സുഹൃത്താണ്. പ്രൊവിൻഷ്യലായിരുന്ന നേരത്തെ ഇപ്പോൾ ജനറലായി ശുശ്രൂഷ ചെയ്യുന്നു. അദ്ദേഹം ഇന്നലെ തന്നെ ഇവിടെ എത്തുകയും നമ്മളുടെ ഈ പ്രദേശത്തിൻ്റെ വളർച്ചയിൽ ബഥനി സന്യാസ സമൂഹത്തിൻ്റെ പ്രത്യേകമായ ശുശ്രൂഷ നമുക്ക് ഏവർക്കും അറിയാം. നമ്മുടെ ഭദ്രാസനം ബത്തേരി ഭദ്രാസനത്തിൻ്റെ ഭാഗമായപ്പോൾ അത് ഏറ്റെടുത്ത് വർഷങ്ങളോളം ഇതിനെ വളർത്തിയത് ബഥനി സന്യാസ സമൂഹമാണ്. ആ സമൂഹത്തിന് നമുക്കും വലിയ അടുത്തൊരു ബന്ധം ഈ പ്രദേശത്തിൻ്റെ വളർച്ചയിലുണ്ട്. അതുകൊണ്ട് അനേക വൈദികരെ ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രതിനിധി എന്ന രീതിയിൽ ഇന്ന് ഈ വേദി പങ്കിട്ടുകൊണ്ട് നമ്മോടൊപ്പം ആയിരിക്കുന്ന അത്തായി കടവിലച്ഛനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനിയും വേദിയിലുള്ളത് നമ്മളുടെ തന്നെ ഒരു മകൻ ഇവിടെ നിന്നും ദൈവവിളി സ്വീകരിച്ച് വൈദികനായി, പക്ഷേ ഇപ്പോൾ മറ്റൊരു ഭദ്രാസനത്തിൻ്റെ വികാരി ജനറലാണ്. ആളെ ചെറുതാണെങ്കിലും വർഷങ്ങളായിട്ട് ഈ അച്ഛന് മാറ്റമില്ലല്ലോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരുതും. അദ്ദേഹത്തെ നമ്മുടെ ലോറൻസ് പിതാവ് മാറ്റാതെ വികാരി ജനറലായി കാത്തു സൂക്ഷിക്കുന്നു. ജോസ് വലിയവറമ്പിലച്ഛൻ അച്ഛൻ ഇടവകയുടെ അംഗമായിരുന്നു. അച്ഛൻ ഇവിടെ വളർന്നതാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട് അച്ഛൻ ഇന്ന് ഈ ജൂബിലി ദിവസം ഈ വേദി പങ്കിടുമ്പോൾ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ പുത്തൂർ ഭദ്രാസനത്തിൻ്റെ പേരിൽ അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. വീണ്ടും നമ്മളുടെ സഭ എന്ന് പറയുന്നത് വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണെന്ന് നമ്മുടെ ആന്റണി പിതാവ് സിൽവാനോസ് പിതാവ് നമ്മെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പഠിപ്പിച്ചു. അപ്പോൾ അൽമായര് എന്ന് പറയുന്ന അവരുടെ ശുശ്രൂഷ, അവരില്ലെങ്കിൽ സഭയില്ല ശുശ്രൂഷ. അതുകൊണ്ട് സഭയുടെ പ്രത്യേകത വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണ്. വിളി പല തലങ്ങളിലുണ്ട് എന്ന് മാത്രം. അങ്ങനെ വിളിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മ ആയിട്ടൊരു സഭ ഇവിടെ പ്രാദേശികമായി വരുമ്പോൾ അത് അൽമായ കൂട്ടായ്മയെ പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ ഭദ്രാസന അജപാലന സമിതിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട യോഹന്നാൻ ഊന്നമ്പാറയ്ക്കൽ നമ്മോടൊപ്പം ഇന്ന് വേദി പങ്കിടുന്നു. സ്നേഹത്തോടെ വളരെ ആത്മാർത്ഥമായി യോഹന്നാൻ സാറിനെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇനിയും നമ്മോടൊപ്പം വേദിയിലുള്ളത് മറ്റാരുമല്ല, വളരെ പ്രഗത്ഭനായ ഒരു ഇടവക വികാരി. ഞങ്ങൾ സത്യത്തിൽ രൂപതയുടെ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ വികാരി എന്താളന്മാർക്ക് പണി കൂടുതൽ. പക്ഷെ എനിക്ക് ഇത്തവണ ഒരു പണിയും വന്നിട്ടില്ല. കാരണം എല്ലാം ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷെ ഞാനൊന്നും ചെയ്യേണ്ടതില്ല. അച്ഛനെല്ലാം കൃത്യമാക്കി അത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് അച്ഛൻ അതിനൊരു പ്രത്യേക കഴിവുണ്ട്. അച്ഛൻ അതിൻ്റെ ഭാവിയുമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അതേ രീതിയിൽ ഒരു സഭയുടെ കാര്യങ്ങൾ ഇവിടെ തന്നെ നമുക്കറിയാം, വളരെ കൃത്യതയിലും വ്യക്തതയിലും ഒരു കാര്യങ്ങൾ ക്രമീകരിച്ച് ഈ ദിനങ്ങൾ ചേർത്ത് വെച്ച് ഇവിടെ നടത്തുമ്പോൾ ഇവിടുത്തെ വികാരി എന്ന നിലയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിച്ച ബഹുമാനപ്പെട്ട മെൽവിൻ അച്ഛനെ എല്ലാവരുടെയും നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമുക്ക് അതിഥികളായിട്ട് നമ്മുടെ സഹോദരി സഭകളിൽ നിന്നും വൈദികർ ഇവിടെ സന്നിഹിതരാണ്. അവർ ഞായറാഴ്ചയാണ് കുർബാനയും ശുശ്രൂഷകളും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കൂട്ടായ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ട് ഏതാനും പേര് ഇവിടെ എത്തി. ഇനി കുറച്ച് പേര് കൂടി തീർച്ചയായിട്ടും നമ്മൾ പിരിയുന്നതിന് മുമ്പ് എത്തിച്ചേരുമെന്ന് ഉറപ്പുണ്ട്. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് കുര്യാക്കോസത്തിനും അതുപോലെ ഹണിയച്ഛനും ഒക്കെ നമ്മുടെ കൂടെ കൂട്ടായ്മയിൽ എപ്പോഴും ഉള്ളതാണ്. മറ്റ് ചില വൈദികരുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മുടെ മറ്റ് സഭകളിൽ നിന്നും കൂട്ടായ്മകളിൽ നിന്നും നമ്മോടൊപ്പം ആയിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഭദ്രാസനത്തിലെ മിക്ക വൈദികരും, നമ്മുടെ കൊച്ചു ഭദ്രാസനം വിസ്തീർണത്തിൽ വലുതാണ്, പക്ഷേ അംഗസംഖ്യയിൽ കുറവാണ്. എങ്കിലും നമ്മുടെ എല്ലാ വൈദികരും ചേർന്ന് നിന്ന് ഇന്നത്തെ ശുശ്രൂഷകളിൽ ഇവിടെ ആയിരിക്കുന്നു. കോർപ്പിസ്കോപ്പ അച്ഛന് വലിയച്ഛൻ എന്ന നിലയിൽ ഭദ്രാസനത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റാണ്. രണ്ടാമത്തെ ഞാനാണ്. അച്ഛനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മാതൃകയായി പ്രവർത്തിക്കുന്നത്. അച്ഛൻ നമ്മുടെ മുമ്പിൽ തന്നെ നമ്മോടൊത്ത് സന്നിഹിതരായിരിക്കുന്നു. അതുപോലെ കൈപ്പനടിക്ക് അച്ഛൻ ഇടവക അംഗമാണ്. അതുപോലെ ബഥനി സന്യാസ സമൂഹത്തിൻ്റെ കൗൺസിലറൊക്കെയാണ്. അതുപോലെ വളരെ നമ്മുടെ രൂപതയുടെ ചാൻസലർ അച്ഛൻ ജോണച്ചൻ, അതുപോലെ മറ്റ് വൈദികർ ഡോക്ടറച്ഛൻ, അങ്ങനെയുള്ള സ്ഥാനം വഹിക്കുന്ന വൈദികർ എല്ലാം ഉണ്ട്. നമ്മുടെ കൊയറിൽ നേതൃത്വം കൊടുക്കുന്ന വൈദികർ, എല്ലാ വൈദികരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സിസ്റ്റേഴ്സ്
അവരുടെ ശുശ്രൂഷ സഭയിൽ എപ്പോഴും ഒരു വലിയ സമർപ്പണത്തിൻ്റെ ശുശ്രൂഷയാണ്. ചിലപ്പോഴൊക്കെ പണ്ട് പറയും നമ്മൾ പള്ളി അലങ്കരിക്കാൻ, അതല്ല, സഭയിൽ വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ നൽകിക്കൊണ്ട് ഒരു ദൈവികമായ ശബ്ദമായിട്ട്, മാതൃകയായിട്ട്, പ്രാർത്ഥനയുടെ സ്രോതസ്സായിട്ട് നമ്മുടെ സഭയിൽ നിൽക്കുന്ന ഒരു ഗണമാണ് നമ്മുടെ സമർപ്പിതർ. അവരുടെ സാന്നിധ്യവും അവരുടെ പ്രാർത്ഥനകളും ഏറ്റവും വിലപ്പെട്ടതാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഏറ്റവും സ്നേഹത്തോടെ അവരെ ഈ കൂടിവരവിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഭദ്രാസനം മൂന്ന് മേഖലകളായിട്ടാണ് കിടക്കുക. 16 ജില്ലകളിൽ, കർണാടകയ്ക്ക് 30 ജില്ലകളാണുള്ളത്. അതിൽ 16 ജില്ല നമ്മുടെ രൂപതയുടെ ഭാഗമാണ്. നോർത്ത് ഭാഗത്തുള്ള കർണാടക മാത്രം അതിൽ നിന്നും ഇപ്പോൾ പൂനെയുടെ കീഴിലാണ്. എങ്കിലും ഈ പ്രദേശത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും നമുക്ക് 3 മേഖലകളിലായിട്ട് 34 ഇടവകളാണുള്ളത്. അവിടെ നിന്നും മിക്ക ഇടവകളിൽ നിന്നും തന്നെ ഇവിടെ ആൾക്കാർ എത്തിച്ചേർന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നുമൊക്കെ ഇന്ന് രാത്രി മുഴുവൻ യാത്ര ചെയ്ത് വന്ന വലിയൊരു സമൂഹം, ഷിമോഗയിൽ നിന്നും ഭദ്രാവതിയിൽ നിന്നുമൊക്കെ വന്ന ഒരു സമൂഹം, ഉടുപ്പി ജില്ലയിൽ നിന്ന്, ബൈന്ദൂർ ഭാഗത്തു നിന്ന് വന്നവർ, അതുപോലെ ഈ ദക്ഷിണ കന്നഡ മേഖലയിലുള്ള ജനങ്ങൾ പല ഇടവകളിൽ നിന്നായിട്ട് ഇവിടെ ആയിരിക്കുന്നു. എല്ലാവരുടെയും ത്യാഗപൂർണമായ സഹകരണത്തിനും അതുപോലെ സാന്നിധ്യത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വെൽവിഷേഴ്സായിട്ട്, നമ്മുടെ സുഹൃത്തുക്കളായിട്ട്, നമ്മുടെ പ്രദേശവാസികൾ, നമ്മുടെ ഇടവകയും നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേകർ, അവരെല്ലാവരുടെ സന്നിഹിതരാണ്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അഭിവന്യ പിതാവിനോട് ചേർന്ന് രൂപതയുടെ ശുശ്രൂഷ കാര്യങ്ങളൊക്കെയും എല്ലാ കാര്യങ്ങളും നിർവഹിക്കുകയും ചെയ്യുന്ന നമ്മോടുകൂടെ ആയിരിക്കുന്ന നമുക്ക് ഏവർക്കും സ്വാഗതം നൽകി നമ്മളെ അനുഗ്രഹിച്ച പെരിയ ബഹുമാനപ്പെട്ട എൽദോസ് പുത്തങ്കടത്തിലച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് ഏറ്റവും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ധന്യമായ ഈ വേളയിൽ അനുഗ്രഹ പ്രഭാഷണം നൽകി നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാനായിരിക്കുന്ന അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് തിരുമേനസിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ മക്കാറിയസ് പിതാവേ, അഭിവന്യ സിൽവാനോസ് പിതാവേ, ഈ രൂപതയുടെ വികാരി ജനറാളും എൻ്റെ സുഹൃത്തുമായ ബഹുമാനപ്പെട്ട എൽദോ പുത്തൻകണ്ടത്തിലച്ഛൻ, വികാരി ജനറാൾ വലിയ പറമ്പിലച്ഛൻ, ബഹുമാനപ്പെട്ട മത്തായി കടവിലച്ഛൻ OIC ജനറൽ, ഈ ഇടവകയുടെ വികാരി മെൽവിനച്ഛൻ, ശ്രീ യോഹന്നാൻ, ശ്രീമാൻ യോഹന്നാൻ, ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പ കോശി അച്ഛൻ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ അഭിവന്യ മക്കാറിയോസ് പിതാവ് ഫീസ്റ്റ് ആഘോഷിക്കുകയാണ്. സ്വർഗീയ മധ്യസ്ഥനായ മക്കാറിയോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വളരെ വൈകിയാണെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിവന്യ പിതാവിനെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും നേരും. അതോടൊപ്പം തന്നെ വളരെ നീണ്ട നാളുകൾ നടത്തിയ ഒരു ഒരുക്കത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ കാണുന്ന ഇത്രയേറെ ആളുകൾ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ആളുകൾ, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെടുത്തി മാസങ്ങൾ കൊണ്ട് തയ്യാറാക്കിയതാണ് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇത്രയും നല്ല രീതിയിൽ ക്രമീകരിച്ചതിന് ഇതിൻ്റെ സംഘാടകൻ എന്നുള്ള രീതിയിൽ അഭിവന്യ മക്കാറിയോസ് പിതാവിനെയും എൽദോസ് അച്ഛനെയും അതുപോലെ തന്നെ ഈ ഇടവകയുടെ വികാരിയെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. സഭയുടെ സഭാത്മക പ്രവർത്തനത്തിൻ്റെ ഒരു പരിച്ഛേദം എല്ലാം തന്നെ ഇന്ന് ഈ ഇടവകയിൽ ഇന്നിവിടെ നടക്കുന്നുണ്ട്. 4 പ്രധാനപ്പെട്ട സംഭവങ്ങളെയാണ്
നമ്മളിന്ന് ഓർക്കുക. ഒന്ന്, ഈ ഇടവകയുടെ സ്ഥാപന ദിവസം. അത് 13 വർഷങ്ങൾക്ക് മുൻപാണ് ഇത് സ്ഥാപിച്ചത്. ഇവിടെ രൂപതയുടെ സ്ഥാപനം ഇവിടെ പറഞ്ഞു കൗമാരത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. ഈ കൗമാരമായിട്ട് ഈ കൗമാരത്തിൽ ഇങ്ങനെ നിലകൊള്ളണം, വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം നിലകൊള്ളണം. എപ്പോൾ മാത്രമാണ് ഒരു സഭയായി മാറുന്നത്, ഈ രൂപതയ്ക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ കൗമാരത്തിൽ തന്നെ സഭ ഇന്ന് പ്രവേശിക്കുമ്പോൾ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയുമാണ്. അതുപോലെ തന്നെ ഈ ഇടവകയുടെ ഗോൾഡൻ ജൂബിലി ആണല്ലോ. ഈ വർഷങ്ങൾക്ക് മുൻപ് 50 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്തെ ആളുകൾ വന്ന് താമസമാക്കി ഇവിടെ ഒരു വിശ്വാസ സമൂഹം രൂപീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെയുള്ളവർ സാധാരണക്കാരല്ല, വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളുകളാണ്. ഈ പ്രദേശത്ത് നമുക്ക് ഊഹിക്കാവുന്നതാണ്, അന്ന് ഇതുപോലെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ ജീവിതം ആരംഭിച്ച് അവരുടെ വിശ്വാസവും അതോടൊപ്പം കൊണ്ടുപോകുവാൻ അവർ കാണിച്ച വലിയ ധൈര്യത്തെ ഞാൻ ഈ അവസരത്തിൽ പ്രശംസിക്കുകയാണ്. അവരുടെ ഈ ഇടവകയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ ഇടവകയിൽപ്പെട്ട എല്ലാ ദൈവമക്കളെയും ദൈവം തമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ ഇടവക മറ്റുള്ള ഇടവകകൾക്കെല്ലാം മാതൃക നൽകുന്ന, വിശ്വാസത്തിൻ്റെ സാക്ഷ്യം നൽകുന്ന ഒരു ഇടവകയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ മൂന്നാമതായി ഓർക്കുന്നവരാണല്ലോ നമ്മുടെ 3 പിതാക്കന്മാർ. അഭിവന്യ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ, അതുപോലെ തന്നെ ദിവന്യാസ്യോസ് പിതാവ്, ബഹുമാനപ്പെട്ട അഭിവന്യ ഗീവർഗീസ് ജോസഫ് മാർ സേവേറിയോസ് പിതാവ്. ഇത് പ്രത്യേകമായ രീതിയിൽ നാം ഓർക്കുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം കളപ്പാട്ടച്ചൻ. ഇവരെയെല്ലാം നമുക്ക് പ്രത്യേകം ഓർക്കാം. ഇവരെല്ലാമാണ് ത്യാഗത്തിലൂടെ നമ്മെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രയത്നിച്ചവർ. അഭിനന്ദ സിറിൽ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമായി നമുക്ക് ഒരു കാതോലിക്ക ബാവ അദ്ദേഹത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. 2005 പുതിയ സഭ ഒരു പ്രത്യേക സഭയായി സ്വീകരിച്ച രൂപതയായി അല്ലെങ്കിൽ സഭയായിട്ട് വളർന്നു. അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ട് മാത്രമാണ് അദ്ദേഹം 2007 നമ്മിൽ നിന്നും വിട്ട് കാലം ചെയ്ത് സ്വർഗീയ പ്രവേശം നേടിയിരിക്കുന്നു. മലങ്കര സഭയ്ക്ക് ഒത്തിരിയേറെ ഓർമ്മിക്കുവാൻ നാം ഒത്തിരിയേറെ കടപ്പെട്ടിരിക്കുന്ന ഒരു അഭിനന്ദ പിതാവാണ് സിറിൽ ബസേലിയോസ് പിതാവ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ഞാൻ എൻ്റെ ശിരസ്സുകൾ നമിക്കുന്നു. അതുപോലെ തന്നെ അഭിനന്ദ സേവേറിയോസ് ജോസഫ് മാർ സേവേറിയോസ് പിതാവ്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തിരുവല്ല അതിരൂപതയുടെ ഭാഗമായിരുന്ന സ്ഥലമാണ് ഇതെല്ലാം തന്നെ. തിരുവല്ല അതിരൂപതയിൽ സത്യത്തെ അറിയുന്നതിന് വേണ്ടി മാർ ഇവാനിയോസ് പിതാവിനോടൊപ്പം അല്ലെങ്കിൽ അധികം താമസിയാതെ 1938 തിരുവനന്തപുരത്ത് വന്ന അദ്ദേഹം സഭയിൽ മലങ്കര സഭയിൽ ചേർന്നു. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ത്യാഗപൂർണമായ ജീവിതമായിരുന്നു. 55 61ാമത്തെ വയസ്സിൽ അദ്ദേഹം കാലം ചെയ്തു. രാത്രിയാമങ്ങളിൽ അദ്ദേഹം ദേവാലയത്തിൽ സാഷ്ടാംഗം പ്രണമിച്ച് കിടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. വളരെ ത്യാഗപൂർണമായ പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടി അദ്ദേഹം സഭയെ വളർത്തി. അദ്ദേഹത്തിനും എൻ്റെ മുൻപിൽ എൻ്റെ ശിരസ് ഞാൻ നമിക്കുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ പുത്തൂർ രൂപതയുടെ പ്രഥമ മെത്രാപ്പോലീത്ത അഭിവന്യ ഗീവർഗീസ് ദിവന്യാസ്യോസ് പിതാവ്, അദ്ദേഹവുമായി വളരെ അടുത്ത ഒരു ബന്ധം എനിക്ക് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാർ ഇവാനിയോസ് കോളേജും അതുപോലെ തന്നെ സെൻറ്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയും തമ്മിൽ തൊട്ടടുത്താണല്ലോ നിൽക്കുന്നത്, ഒരേ ക്യാമ്പസിൽപ്പെട്ടതാണല്ലോ. അഭിനന്ദ പിതാവ് ആ സെമിനാരിയുടെ ആരംഭം മുതൽ ഓരോ ഘട്ടത്തിലും അതിൻ്റെ വളർച്ചയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള വലിയ ശുശ്രൂഷകളെ ഞാൻ ഈ അവസരത്തിൽ എല്ലാവരുടെയും മുൻപിൽ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 2010
പുത്തൂർ രൂപത ജന്മമെടുക്കുമ്പോൾ അതിൻ്റെ പ്രഥമ മെത്രാനായി അദ്ദേഹം വരികയും ഒത്തിരി കഠിനാധ്വാനം ചെയ്ത് ഓരോ സ്ഥലത്തെയും സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു എന്ന് നമ്മൾ ഓർക്കുക. നമ്മൾ ഒരു സ്ഥാപനത്തിൽ, ഒരു ദേവാലയത്തിലോ ഒരു ഇടവകയിലോ അല്ല ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ പ്രത്യേകം നമ്മുടെ ഓർമ്മയിൽ വരേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട എത്രയോ ആരൊക്കെയോ ഇവിടെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട വൈദികർ അവരുടെ നേതൃത്വത്തിൽ അവരുടെ കഷ്ടപ്പാടിൻ്റെ പരിണിത ഫലമായിട്ടാണ് നമ്മുടെ വളർച്ചയെല്ലാം ഉണ്ടായിട്ടുള്ളത്. അവരോടൊപ്പം കഷ്ടപ്പെട്ട നമ്മുടെ അൽമായരെയും സഹോദരന്മാരെയും നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. അഭിവന്യ ദിവന്യാസ്യോസ് പിതാവ് അപ്രകാരം തുടക്കം മുതൽ കഠിനാധ്വാനം ചെയ്ത് ഓരോ ഇടവകയെയും വളർത്തുന്നതിന്, ഈ രൂപതയെ സ്വയം പര്യാപ്തതയിലെത്തുന്നതിന് അദ്ദേഹം പരിശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ വലിയ ശുശ്രൂഷ ദൈവം പ്രതിഫലം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എബ്രഹാം കളപ്പാട്ടച്ചൻ, നമ്മുടെ എൽദോച്ചൻ ഇന്നലെ പറയുകയുണ്ടായി, വളരെ പെട്ടെന്ന് അദ്ദേഹം മരിക്കുകയാണ്, ഒരു അപകടത്തിൽ മരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെയും ഓർമ്മ നമുക്ക് ഇപ്പോൾ നിലനിർത്താം. പിന്നീട് ഈ ഞാനിവിടെ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ അഭിവന്യ കാതോലിക്ക ബാബ തിരുവേനിയുടെ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ അഭിവന്യ പിതാവ് യഥാർത്ഥത്തിൽ ഇന്ന് പങ്കെടുക്കേണ്ടതാണ്. അദ്ദേഹത്തിന് ശാരീരികമായി വരാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ്, അസ്വസ്ഥത ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്ന് വരാതിരുന്നത്. ഞാൻ ഇന്നലെയും അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ഇപ്പോഴ പിതാവിൻ്റെ എല്ലാ പിന്തുണയും പ്രാർത്ഥനയും ആശംസകളും നിങ്ങളുടെ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും പറയണം എന്ന് എന്നോട് ചുമതലപ്പെടുത്തിയാണ് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭിവന്യ പിതാവിൻ്റെ എല്ലാ പ്രാർത്ഥനയും ആശംസകളും ഈ അവസരത്തിൽ ഈ പുത്തൂർ രൂപതയെ അതിൻ്റെ സാരഥിയായിരിക്കുന്ന അഭിവന്യ മക്കാറിയോസ് പിതാവിനെയും ബഹുമാനപ്പെട്ട വൈദികരെയും എല്ലാ വിശ്വാസികളെയും ഞാൻ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. ഇവിടേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഞാനും സിൽവാനോസ് പിതാവ് ഞങ്ങൾ രണ്ടുപേരും ജൂലൈ 15-ാം തീയതിയാണ് മെത്രാന്മാരായത്. ഇപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളെ സ്വീകരിച്ചു. നിങ്ങളെല്ലാവരും അവിടെ വന്ന് സംബന്ധിച്ചവരാണെന്ന് എനിക്കറിയാം. സംബന്ധിക്കാത്തവർ കൈവെക്കാൻ ഞാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരും വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ സ്പിരിറ്റിൽ, അതായത് ആത്മാവിൽ നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനിയും തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പുത്തൂർ രൂപതയ്ക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇത് വളർന്ന് വലുതായി, ഇത് ഒരു യുവാവായി കൗമാരത്തിൽ തന്നെ നീണ്ടകാലം നിലനിൽക്കട്ടെ എന്ന് വളർന്ന് വയസ്സായിപ്പോയാൽ പിന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് കൗമാരത്തിൽ തന്നെ നിൽക്കുകയാണ് ഏറ്റവും നല്ലത്. കൗമാരത്തിൽ നിന്ന് വളർന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ ഈ ഇടവയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും ഇതിലേക്ക് ക്ഷണിച്ചതിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം നടത്തി അനുഗ്രഹ പ്രഭാഷണത്തോടുകൂടി നമ്മളെ ധന്യരാക്കിയ അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് പിതാവിനോടുള്ള നന്ദിയും പ്രാർത്ഥനയും ഇപ്പോൾ ഈ തരുണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അത്യഭിവന്യ കാതോലിക്ക തിരുമനസ്സിൻ്റെ ആശംസയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും അസാന്നിധ്യത്തിലും നമ്മോടൊപ്പമായിരുന്നുകൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്നു, നമ്മളെ ധന്യരാക്കുന്നു എന്നത് അറിയുന്നതിലും വളരെയധികം സന്തോഷവും അനുഗ്രഹവും ഞങ്ങൾ അനുഭവിക്കുന്നു. പിതാവിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി രൂപതയുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ച് കാലത്തിനനുസരിച്ച് കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കുവാൻ തക്ക വിധത്തിൽ അനേകം ഇടയന്മാരെ നൽകി അനുഗ്രഹിച്ച പരിശുദ്ധാതൃത്വം നമ്മളെ തുടർന്നും നയിക്കുന്നു എന്നുള്ളത് നമ്മൾ ഏവരും അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ കാലഘട്ടത്തിലും നമ്മളെ ധന്യരാക്കുവാനും അനുഗ്രഹിക്കുവാനുമായിട്ട് കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി നല്ല ഇടയന്മാരെ ദൈവം നമുക്ക് നൽകി. കഴിഞ്ഞ ജൂലൈ 15-ാം തീയതി നമ്മളെ ധന്യരാക്കുവാനായിട്ട് ദൈവം നൽകിയ 2 ഇടയന്മാർ ഇന്ന് ഈ ഭദ്രാസനം സന്ദർശിച്ച് ഞങ്ങളുടെ സ്നേഹവും ആദരവും ഏൽക്കുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്നു. ഈ തരുണത്തിൽ കർണാടകയിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുകയും
നിങ്ങളുടെ സ്നേഹികമായ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഈ രൂപതയും ഈ ദേശത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ തരുണത്തിൽ പ്രത്യേകമായിട്ടും കർണാടകയുടെ ഒരു പ്രത്യേക ആചാരമാണ് ധന്യരായ വ്യക്തികളെ ഇരുത്തി ആദരിക്കുന്ന ഒരു ആദരവ്. അത് പ്രത്യേകമായും പ്രാദേശിക അനുരൂപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തരുണത്തിൽ ഇപ്പോൾ നടത്തുന്നു. അഭിമന്യ പിതാക്കന്മാരെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് രൂപത കൂരിയ മെത്രാനായിരിക്കുന്ന സിൽവാനോസ് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി നമ്മുടെ കസരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ പിതാവ് ഇപ്പോൾ ഷോൾ അണിയിച്ച് നമുക്ക് അദ്ദേഹത്തിന് നൽകുവാനായിട്ടുള്ള എല്ലാ ആദരവും സ്നേഹവും വിധേയത്വവും ഇത്തരണത്തിൽ അറിയിച്ചു കൊള്ളുകയും ചെയ്യുന്നു. നമുക്ക് ഏവർക്കും കരഘോഷമുയർത്തി ഈ പിതാവിനെ നമുക്ക് സഭയ്ക്ക് നൽകിയ ദൈവത്തിൻ്റെ കൃപയെ വാഴ്ത്തി സ്തുതിച്ച് ഒരു ഇടവകയായി ഒരു സഭയായിട്ട് നമ്മുടെ ആദരവ് നമുക്ക് പ്രകടിപ്പിക്കാം. ആദരവേറ്റ് വാങ്ങിയ അഭിമന്യ സിൽവാനോസ് പിതാവിനോട് നന്ദിയോടുകൂടി ഓർക്കുന്നു. അടുത്തതായി രൂപതയുടെ ആദരവ് ഏൽക്കുവാനായി ഇവിടെ സന്നിഹിതനായിരിക്കുന്ന തിരുവനന്തപുരം മധ്യപത്തരാസനത്തിന്റെ സഹായമെത്രാനായിരിക്കുന്ന മാത്യൂസ് മാർ പോളികാർപ്പസ് തിരുമനസിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രൂപതയുടെ നന്ദിയും രൂപതയുടെ അഭിനന്ദനങ്ങളും ഇത്തരുണത്തിൽ അഭിമന്യ പിതാവിനോട് ചേർന്ന് വന്യ വൈദികർ ഇപ്പോൾ അഭിമന്യ പോളികാർപ്പസ് തിരുമനസിനെ ഹാരമണിയിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നു. നമുക്ക് ഏവർക്കും കരഘോഷമുയർത്തി ഈ പിതാവിനെ നമുക്ക് നൽകിയ ദൈവത്തെ സ്തുതിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വൈഹികമായ ശുശ്രൂഷകൾ അനുഗ്രഹമാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യാം. വിശുദ്ധ ബൈബിൾ പ്രകാരം പറയുന്നു, ഓരോ ജൂബിലി ആഘോഷവും അവരനെ കരുതുവാനും അവരനെ ഉൾക്കൊള്ളുവാനുമുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൃതജ്ഞതയോടെ ഓർക്കുവാനും എനിക്ക് നൽകിയ അനുഗ്രഹം അവർക്ക് പങ്കുവയ്ക്കുവാനും ഓരോ ജൂബിലിയും വിശുദ്ധ ഗ്രന്ഥവും നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരുണത്തിൽ ഈ ഇടവകയെ പ്രത്യേകമായിട്ട് ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ടും മറ്റ് വ്യക്തികളോട് അനുഭവത്തോടുകൂടി കാരുണ്യത്തോടുകൂടി ആയിരിക്കുവാനായിട്ട് ഒരു പദ്ധതി ഇവിടെ ആഗ്രഹിച്ചു. അതിൻ്റെതായ സാമ്പത്തികമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെയും നടത്തുകയും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഏകദേശം 4 ലക്ഷത്തോളം രൂപ അവർക്ക് സമ്പാദിക്കുവാനായിട്ട് സാധിച്ചു. ആ പ്രത്യേകമായിട്ടുള്ള ദാനം അത് അവരെ തന്നെ ഒതുങ്ങാതെ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് കാരുണ്യനിധി എന്ന ഒരു പദ്ധതി ഇവിടെ 3 പിതാക്കന്മാരോട് ചേർന്ന് ഉദ്ഘാടനം നടത്തുകയും ആ ഉദ്ഘാടനം നടത്തി അവ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട മെൽവിൻ മാത്യു അച്ഛനെ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ പദ്ധതി ഉദ്ഘാടനം നടത്തുവാനായിട്ട് നമ്മുടെ പക്കലായിരിക്കുന്ന അഭിമന്യ പിതാക്കന്മാരെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം നടത്തി ഈ പദ്ധതി ഉദ്ഘാടനം നടത്തിയ അഭിമന്യ പിതാക്കന്മാരോട് നന്ദിയും അത് കൈമാറി ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന മെൽവിനച്ഛന് നൽകപ്പെടുകയും ചെയ്യുന്നു. ഇതിൽ പങ്കുചേർന്ന് ഉദാര മനസ്സോടുകൂടി നമ്മൾ ഈ ശുശ്രൂഷയിൽ സഹായിച്ച എല്ലാ നല്ല മനസ്സുകളെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ കാരുണ്യത്തോടൊപ്പം തന്നെ നല്ല മധുരമുള്ള ചില ഓർമ്മകളും ചില ആഘോഷങ്ങളും ഇന്ന് ഇവിടെയുണ്ട്. നമ്മുടെ പക്കലായിരുന്നുകൊണ്ട് നമ്മളെ എപ്പോഴും പ്രാർത്ഥനയിലും നേതൃത്വത്തിലും നമ്മളെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ അഭിമന്യ മക്കാരിയോസ് തിരുമനസ് കഴിഞ്ഞ ദിവസം തൻ്റെ സ്വർഗീയ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിച്ചു.
നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ഓർത്തു, അദ്ദേഹത്തിന് വേണ്ടി ആശംസകൾ അറിയിക്കുകയും ചെയ്യുകയും ചെയ്തു. ഒരു രൂപതയായി ഒരുമിച്ച് ചേർന്ന് തൻ്റെ ഇടവകയോട്, തൻ്റെ ജനത്തോട് ചേർന്ന് ഒരു ഇടയനടുത്ത എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിക്കുന്ന അഭിമന്യ പിതാവിനെ ഈ തൻ്റെ ജനം ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ഫീസ്റ്റ് ആഘോഷിക്കുവാനായിട്ട് ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. മക്കാരിയോസിനെ പോലെ വിശുദ്ധ സ്ലീവ കണ്ടെത്തി മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന പ്രകാരം സത്യമാകുന്ന വിശ്വാസം കണ്ടെത്തി അനേകരെ അതിലേക്ക് എത്തിക്കുവാനായിട്ട് അഭിമന്യ പിതാവിന് സാധിക്കട്ടെ എന്ന് അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും ഈ തരുണത്തിൽ എല്ലാവിധമായ പ്രാർത്ഥന ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയമെന്നോണം ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട മെൽവിൻ മാത്യു അച്ഛൻ തൻ്റെ 35ാം ജന്മദിനം ആഘോഷിക്കുകയും ചെയ്തു. ഈ തരുണത്തിൽ 2 സ്നേഹവും 2 മധുരവും ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കുവാനായിട്ട് അഭിമന്യ പിതാവിനെയും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ മെൽവിൻ മാത്യു അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ എൻ്റെ നാമഹേതുക തിരുനാൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അത് കഴിഞ്ഞ് നമ്മുടെ ഭദ്രാസനത്തിൽ 2 അച്ഛന്മാർ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ നാമധേയത്തിലുള്ളവരുണ്ട്. ഒന്ന് സെബാസ്റ്റ്യൻ അച്ഛനും റൂബിളച്ഛനും. അവരെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കടന്നു വരണം. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെ വികാരിയച്ഛൻ ഇന്നലെ തൻ്റെ ജന്മദിനം ആഘോഷിച്ചു. ഇന്നാണോ? ഇന്നലെയായിരുന്നു. വന്നിട്ടില്ല? റൂളച്ചനില്ലേ? ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും രൂപതയുടെ ഇന്നത്തെ പ്രസംഗത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി മെത്രാൻ്റെ പ്രത്യേകതയും അതിൻ്റെ പ്രസക്തിയും. വ്യക്തിപരമായി ഞാൻ ഈ ഫീസ്റ്റിൽ കാണുന്നത് വേറൊന്നുമല്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു കൂടിവരവും നമ്മുടെ രൂപതയിൽ തുടങ്ങാൻ തന്നെ കാരണം. രൂപതയോട് എന്ന് പറയുമ്പോൾ ദൈവജനം, വിളിക്കപ്പെട്ട സമൂഹം, അതിന് നേതൃത്വം കൊടുക്കുന്ന മെത്രാനും മെത്രാനോട് ചേർന്ന് പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന ഒന്നിച്ച് യാത്ര ചെയ്യുന്ന വൈദിക സമൂഹം, സന്യസ്ത സമൂഹം, ദൈവജനം ഒന്നിച്ച് ഉള്ള ഒരു അനുഭവത്തിൻ്റെ വേദിയായി ഈ തിരുനാളൊക്കെ മാറണം എന്നുള്ളതാണ് എൻ്റെ വലിയ സ്വപ്നം. വ്യക്തിപരമായി ഒരു പക്ഷേ വിശുദ്ധ മക്കാറിയോസ് എന്ന പേര് എടുക്കേണ്ടി വന്നത് നമ്മുടെ പാരമ്പര്യമാണ്. ആ വിശുദ്ധ മക്കാറിയോസിൻ്റെ നന്മകളെയും ദൈവിക പുണ്യങ്ങളെയുമൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ എനിക്ക് അത് പ്രേരണ നൽകുമ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു ദൈവികമായ, ദൈവദത്തമായിട്ടുള്ള നമ്മുടെ ഒരു ശുശ്രൂഷ മേഖലയും അതുവഴിയായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വലിയ പദ്ധതിയുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വിസ്തൃതമായ രീതിയിൽ രൂപതാധ്യക്ഷൻ്റെ തിരുനാളിനെ കാണണം, അങ്ങനെ ആകാവൂ എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഇത് പറഞ്ഞുകൊണ്ട് ഈ കേക്ക്, പ്രത്യേകിച്ച് വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്കറിയാം, വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ശക്തമായ വിശുദ്ധ ഗീവർഗീസ് സഹോദായെപ്പോലെ തന്നെ കർത്താവിന് വേണ്ടിയിട്ട് രക്തം ചെന്തി, രക്തസാക്ഷ്യം, അത് അമ്പും വില്ലുമായി അതിൽ നിന്ന് എറിഞ്ഞാണ് അദ്ദേഹത്തെ റോമിൽ വലിയ ശക്തമായ വിശ്വാസത്തിൻ്റെ പ്രതീകമായി സെബസ്ത്യാനോസ് കാറ്റക്കുമുണ്ട്. അവിടെ പോയി പരിശുദ്ധ ബലിയൊക്കെ അർപ്പിക്കുവാൻ ഞങ്ങളിൽ പലർക്കും സാധിച്ചിട്ടുണ്ട് അവിടെ റോമിൽ പോയിട്ടുള്ളവർക്ക്, എല്ലാവർക്കും അല്ല, സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമായി. ആ ഒരു സ്മരണയോടെ നമ്മുടെ 2 വൈദികരെ, സെബാസ്റ്റ്യൻ അച്ഛനെയും റൂബിളച്ഛനെയും പ്രത്യേകമായി ഈ സമയത്ത് എല്ലാവിധമായ ഫീസിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ടും, അതുപോലെ തന്നെ ഇന്നലെ ജന്മദിനം ആഘോഷിച്ച് നമ്മുടെ സ്നേഹമുള്ള, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഇതിൻ്റെ ഈ ഒരു രീതിയിൽ ഈ പരിശുദ്ധ ബലിയും അതിന് മുമ്പേയും ഇന്നും ഇനിയുമുള്ള എല്ലാ കാര്യങ്ങളും ഇത്രമാത്രം അടുക്കും ചിട്ടയോടും കൃത്യമായ ഒരു പദ്ധതിയോടും കൂടി
നടത്തി തന്ന നമ്മുടെ വികാരി അച്ഛൻ്റെ ജന്മദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പിതാക്കന്മാരുടെയും ഇവിടെ സന്നിധിയിലായ എല്ലാ വൈദികരുടെയും നാമത്തിൽ ആശംസിച്ചുകൊണ്ട് ഈ കേക്കുകൾ നമുക്ക് മുറിക്കാം. Happy feast day to you. Happy feast day to you. Happy feast day to you, our Abu. Happy feast day to you. May the God bless you. Happy birthday to you. Happy birthday to you, Dear Father, happy birthday to you. മധുര 14-ന്റെ തികവോടുകൂടി രൂപതാ ദിനം ആഘോഷിക്കുമ്പോൾ അഭിവന്യ പിതാവിനോട് ചേർന്ന് മറ്റ് മധുരം പങ്കുവയ്ക്കുവാനായിട്ട് ഇടയാക്കിയ ദൈവിക പദ്ധതിയെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അഭിവന്യ പിതാവിനോട് ചേർന്ന് അങ്ങയുടെ നാമക തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയായതിനെ വലിയ ദൈവിക പദ്ധതിയായിട്ട് കണക്കാക്കുകയും അങ്ങയോടുള്ള പ്രാർത്ഥനയും അങ്ങയോടുള്ള വിധേയത്വം ഈ തരുണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ച് ഈ കൂട്ടായ്മ നമ്മുടെ ഇടയിൽ സുദീർഘമായിട്ടുള്ള സേവനം ചെയ്യുകയും വളരെ മാതൃകാപരമായ ചില വിജയങ്ങൾ നേടിയ വ്യക്തികളെ ആദരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്ത് പ്രത്യേകമായിട്ടും കരാട്ടയിൽ പ്രത്യേകമായിട്ടുള്ള സമ്മാനം നേടി സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനവും നാഷണൽ ലെവലിൽ 2ാം സ്ഥാനവും നേടിയ നെയ്മ സാറ വർഗീസിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും അഭിവന്യ മക്കാരിയോസ് തിരുമനസ്സുകൊണ്ട് അത് കുഞ്ഞിന് നൽകുന്ന സമ്മാനവും ഇപ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അഭിവന്യ പിതാക്കന്മാരുടെ ഈ കുഞ്ഞുമകൾ നേടിയ വിജയത്തിൽ സന്തോഷിക്കുകയും നമ്മുടെ സഭയുടെ മകൾ ഉന്നതമായ രീതിയിൽ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും മാതാപിതാക്കൾക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നൽകുകയും ചെയ്യുന്നു. സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനവും ദേശീയ തലത്തിൽ 2ാം സ്ഥാനവും നേടി നമ്മുടെ ഭദ്രാസനത്തിന്റെ യശസ് ഉയർത്തിയ മകൾക്കും അതുപോലെ തന്നെ ആ മകളെ നൽകിയ ദൈവത്തിനും അതേപോലെ തന്നെ മാതാപിതാക്കളെയും ഏറ്റവും സ്നേഹത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ആദരിക്കുന്നു. ബേസിക് എക്ലീസിയൽ കമ്മ്യൂണിറ്റി തയ്യാറാക്കുന്ന ഒരു കലണ്ടർ ഇവിടെ അനാച്ഛാദനം ചെയ്യുന്നു. BECയുടെ രൂപതാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബ്രദർ ജോൺസനെ ഏറ്റവും സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും കലണ്ടർ അഭിവന്യ മക്കാരിയോസ് പിതാവിന് നൽകിക്കൊണ്ട് രൂപതയുടെ കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛനെ അത് നൽകിക്കൊണ്ട് ബേസിക് എക്ലീസിയൽ കമ്മ്യൂണിറ്റി ഈ വർഷം തയ്യാറാക്കുന്ന കലണ്ടർ ഇപ്പോൾ ഇവിടെ അനാച്ഛാദനം ചെയ്യുന്നു. ഏറ്റവും സ്നേഹത്തോടുകൂടി അതിൻ്റെ ശുശ്രൂഷകൾ വഹിക്കുന്ന ബഹുമാനപ്പെട്ട ബ്രദർ ജോൺസനെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അത് സ്വീകരിക്കുവാനായിട്ട് അഭിവന്യ മക്കാരിയോസ് തിരുമനസിനെയും അനാച്ഛാദനം ചെയ്ത് അത് വാങ്ങുവാനായിട്ട് രൂപതയുടെ കോർഡിനേറ്റർ ആയിരിക്കുന്ന എൽദോച്ചനെയും അതിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജുബി പീറ്റർ കുഴിനാപ്പുറത്തച്ഛനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷകളൊക്കെയും അനുഗ്രഹമായി തീരുവാനായിട്ട് ദൈവം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബേസിക് എക്ലീസിയൽ കമ്മ്യൂണിറ്റി ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെയും തുടർന്നും ഇടവയ്ക്ക് കൂട്ടായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട്
നമ്മുടെ ഭദ്രാസനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് MCYM, മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനം. രൂപതാ തലത്തിൽ പ്രത്യേകമായിട്ടും ഈ വർഷം മുതൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. രൂപതാ തലത്തിലും മേഖലാ തലത്തിലും നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ബെസ്റ്റ് യൂണിറ്റിനെ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു പ്രഖ്യാപനം 2022 ആരംഭിച്ച് അതിൻ്റെ 1ാം സ്ഥാനം തന്നെ നേടിയിരിക്കുന്നത് ഏറ്റവും നമുക്കറിയാവുന്ന ശക്തരായ നമ്മുടെ സാരഥികൾ വഹിക്കുന്ന ബഹുമാൻ ജോസ്ഗിരി ഇടവകയാണ്. ജോസ്ഗിരി യൂണിറ്റിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി അത് സ്വീകരിക്കുവാനായിട്ട് സ്വാഗതം ചെയ്യുന്ന യൂണിറ്റ് ഡയറക്ടറായിരിക്കുന്ന ഡാനിയൽ കടകംപുള്ളച്ചനെയും ആനിമേറ്ററിനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എവർ റോളിംഗ് ട്രോഫി നൽകുന്നത് നമ്മുടെ അഭിമന്യനായിട്ടുള്ള MCYM-ന്റെ ദേശീയ തലത്തിലുള്ള ചെയർമാനായിരിക്കുന്ന അഭിമന്യ പോളികാർപ്പസ് തിരുമനസാണ്. സർട്ടിഫിക്കറ്റ് നൽകി അനുഗ്രഹിക്കുവാനായിട്ട് സിൽവാനോസ് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. 2022 രൂപതാ തലത്തിലും മേഖലാ തലത്തിലെയും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ ശക്തമായ രീതിയിൽ മാതൃകാപരമായിട്ട് ഈ രൂപതയിൽ ശുശ്രൂഷിച്ച നമ്മുടെ യുവജനങ്ങളെ പ്രത്യേകമായിട്ട് ആദരിക്കുന്നു. അതിന് പ്രഥമമായിട്ട് അർഹമായി തീർന്ന ജോസ്ഗിരി യൂണിറ്റിനെ അതിന് നേതൃത്വം നൽകുന്ന യൂണിറ്റ് ഡയറക്ടർസിനെയും അനിമേറ്റേഴ്സിനെയും മറ്റ് ഭാരവാഹികളെയും ഇടവക ജനങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്നും അടുത്ത വർഷങ്ങളിൽ ഈ യൂണിറ്റിൽ തന്നെ വിജയം നേടുവാനായിട്ട് ഇടയാകട്ടെ. അതുപോലെ തന്നെ മറ്റു യൂണിറ്റുകൾക്ക് അതൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 2023 രൂപതയുടെ ഇയർ പ്ലാൻ ഇനാഗുറേറ്റ് ചെയ്യുവാനായിട്ട് ദേശീയ അധ്യക്ഷനായിരിക്കുന്ന ചെയർമാനായിരിക്കുന്ന അഭിമന്യ പോളികാർപ്പസ് തിരുമനസിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അത് അനാച്ഛാദനം ചെയ്ത് രൂപതയുടെ ചെയർമാനായിരിക്കുന്ന നമ്മുടെ പിതാവ് മക്കാരിയോസ് പിതാവിനെ ഭരമേൽപ്പിക്കുന്നു. സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന രൂപതയുടെ MCYM ഡയറക്ടറായിരിക്കുന്ന റിനോച്ചൻ, പ്രസിഡന്റായിരിക്കുന്ന ബബിത്, അതുപോലെ തന്നെ സെക്രട്ടറി ആയിരിക്കുന്ന ലിജോ, മറ്റ് ഭാരവാഹികൾ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും അവരുടെ ഇയർലി പ്ലാൻ ഇപ്പോൾ ഏറ്റവും ഈ സാന്നിധ്യത്തിൽ അത് അനാച്ഛാദനം ചെയ്യുകയും ചെയ്യുന്നു. യവനത്തോടുകൂടി അതിൻ്റെ എല്ലാ ശക്തിയോടും കൂടി സഭയെ ശുശ്രൂഷിക്കുവാനും സഭ യവനത്തോടുകൂടി അതിൻ്റെ സാക്ഷ്യം വഹിക്കുവാനും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അഭിമന്യ പിതാക്കന്മാരുടെ അനുഗ്രഹ ആശംസകളോടുകൂടി ഈ 2023 ഇയർ പ്ലാൻ ഇപ്പോൾ നമ്മുടെ രൂപതാ തലത്തിലേക്ക് നൽകപ്പെടുന്നു. അതിൻ്റെ എല്ലാവിധമായ അഭിനന്ദനങ്ങളും അഭിമന്യ പിതാക്കന്മാരിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് മേഖലാ തലത്തിൽ ഇടവക തലത്തിൽ നടത്തുവാനായിട്ട് ദൈവം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആശംസകൾ അറിയിക്കുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്ന ബഥനീയ സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട മത്തായി കടവിൽ OAC അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ പിതാക്കന്മാരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയ വൈദിക സമർപ്പിത സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെയും, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കപ്പെട്ടതുപോലെ വലിയ കാര്യങ്ങൾ ഒരുമിച്ച് നാം ആഘോഷിക്കുകയാണ്. അഭിമന്യ പിതാവിൻ്റെ ഫീസ്റ്റ് ആഘോഷിക്കുന്നു, നമ്മുടെ ആചാര്യന്മാരെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു, രൂപതാ സ്ഥാപന ദിനം ആചരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയുടെ ഗോൾഡൻ ജൂബിലി കൂടി ആഘോഷിക്കുന്ന ഈ അവസരം പ്രത്യേകമായിട്ട് ഈ അനുഗ്രഹീതമായ ഈ ആഘോഷങ്ങളുടെ അവസരത്തിൽ പുത്തൂർ രൂപതയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിമന്യ പിതാവിനും രൂപതയ്ക്കും ഈ രൂപതാ ദിനത്തിൻ്റെതായ എല്ലാവിധമായ മംഗളങ്ങളും ഹൃദയപൂർവ്വം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നലെ പിതാവ് സന്ധ്യാസമയത്ത് പ്രസംഗത്തിൻ്റെ അവസരത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ദൈവകൃപയുടെ അനുഭവത്തെക്കുറിച്ച് പൗലോസ്ലീഹ കൃപയുടെ അനുഭവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞതായ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പിതാവ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നാം ഈ ആഘോഷത്തിൻ്റെ അവസരത്തിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത് എങ്ങനെയാണ് ദൈവകൃപയാൽ ഈ രൂപത നയിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ കാണുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ മലങ്കര സഭ കർണാടകത്തിലേക്ക് പ്രേക്ഷിത പ്രവർത്തനം ആരംഭിക്കുന്നത്
നമ്മുടെ അൽവാരിയസ് അച്ഛൻ അല്ലെങ്കിൽ യൂലിയോസ് തിരുമേനിയിലൂടെ മലങ്കര സഭയിലാണ് ആരംഭിക്കുക. ആ ദൗത്യം തുടരുവാനുള്ള നിയോഗം ദേവദാസൻ മാർ യുവാനിയോസ് പിതാവിനെയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ ആ കാലഘട്ടത്തിൽ തന്നെ ഏൽപ്പിച്ചത്. നമ്മൾ ഇന്ന് അനുസ്മരിച്ച സേവറിയോസ് പിതാവ് യുവാനിയോസ് പിതാവിൻ്റെ കൂടെ റാംപൂരിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഷമ്മാശനായിട്ട് 3 വർഷം ബ്രഹ്മവാറിൽ മിഷൻ പ്രവർത്തനത്തിന് കടന്നു വരികയുണ്ടായി. അതിനുശേഷമാണ് വൈദികനായത്, പിന്നീട് മെത്രാനായത്. അതുകൊണ്ട് കർണാടകയുമായിട്ടുള്ളതായ അദ്ദേഹത്തിൻ്റെ ബന്ധം ആ കാലഘട്ടത്തിൽ തുടരുന്നതാണ്. അഭിവന്യ സിറിൽ പിതാവ് രൂപത ആരംഭിച്ച അവസരത്തിൽ തന്നെ സൗത്ത് കാനറായിക്ക് കൊടുത്ത വലിയ പ്രാമുഖ്യം അറിയാം. ആ ഒരു വലിയ പ്രാമുഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് കർണാടക മിഷൻ പിതാവ് തന്നെ അംഗമായിരുന്ന ബദനി സമൂഹത്തെ ഏൽപ്പിച്ചത്. ബദനി സമൂഹത്തിന്റെ അതിന് എല്ലാ ഏരിയയിലും പോകാൻ സാധിച്ചില്ല എങ്കിലും പ്രധാനമായിട്ടും സൗത്ത് കാനറ ഏരിയയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് NR പുരയിലൊക്കെ ചെറിയ തോതിൽ മിഷൻ ആരംഭിച്ചത് ഇന്നൊരു രൂപതയായിട്ട് വളർന്നു വന്നിരിക്കുന്നു. എനിക്ക് ഈ അവസരത്തിൽ ഏറ്റവും സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ ദൈവകൃപയുടെ തുടർച്ച ഞാൻ കാണുന്നത് അഭിവന്യ ദിവന്നാസ്യോസ് തിരുമേനിയുടെ ശുശ്രൂഷയിലൂടെയാണ്. ഇവിടെ എല്ലാവരും അനുസ്മരിച്ചതുപോലെ തന്നെ അഭിവന്യ പിതാവിൻ്റെ ജീവിതം വളരെ വിശുദ്ധമായ ഒരു ജീവിതമായിരുന്നു. പിതാവിൻ്റെ ഓപ്ഷനായിരുന്നു കർണാടക മിഷനിലേക്കുള്ളതായ ഈ തെരഞ്ഞെടുപ്പ്. പിതാവിൻ്റെ കൂടെ മലങ്കര സഭയുടെ കമ്മീഷൻസ് ആരംഭിച്ചപ്പോൾ അൽമായ കമ്മീഷന്റെ സെക്രട്ടറി ആയിട്ട് പിതാവിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ചു. MCAയുടെ ഡയറക്ടറായിട്ട് ഞാൻ 7 വർഷം പിതാവിൻ്റെ കൂടെ ജീവിക്കുകയുണ്ടായി. ബത്തേരിയിലും ഞാൻ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചപ്പോൾ പിതാവിന് വ്യക്തിപരമായിട്ട് ഞാൻ അറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒരു ജീവിത വിശുദ്ധിയുടെ ആൾരൂപമായിരുന്നു എന്ന് എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടു കൂടി ഓർമ്മിക്കുന്നതായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ആത്മീയമായിട്ടുള്ളതായ അദ്ദേഹത്തിന്റെ ജീവിതമുണ്ട്. ഒരുമിച്ച് യാത്ര ചെയ്യുന്ന അവസരത്തിലൊക്കെ കൊന്ത നമസ്കാരം ചൊല്ലിക്കൊണ്ട് സന്ധ്യാപ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ട് വളരെ ആത്മീയമായിട്ട് അങ്ങനെ ജീവിച്ചിരുന്നു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തിന് സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ജീവിച്ചതായ ഒരു ജീവിതം. ആ അഭിവന്യ പിതാവിന്റെ ഓർമ്മകൾ കുടികൊള്ളുന്നതായ ഇടവകയാണ് ഈ ഇടവക. പിതാവിനെ അടക്കിയത് ഇവിടെ അല്ല എങ്കിൽ പോലും പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ചിലമ്പാടി ഇടവക എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമാണ്. പിതാവിൻ്റെ മാതാപിതാക്കന്മാർ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന പിതാവിൻ്റെ സഹോദരങ്ങളെല്ലാം വളർന്നു വന്ന ഒരു ഇടം. അതുകൊണ്ട് തന്നെ പുത്തൂർ രൂപതയുടെ 2ാമത്തെ ഇടവകയായ ഇച്ചിലമ്പാടി എന്ന് പറയുന്നത് പുത്തൂർ രൂപതയുടെ അനുഗ്രഹത്തിന്റെ ഒരു ഉറവിട പ്രഭവ കേന്ദ്രമായിട്ട് നമുക്കിതിനെ കാണുന്നത് തെറ്റല്ല എന്ന് എനിക്ക് തോന്നുകയാണ്. ഇത് രൂപതയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് തന്നെ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ദേവദാസൻ മാർ യുവാനിയോസ് പിതാവിന്റെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ ഈ കർണാടകത്തിലെ മിഷൻ മലങ്കര സഭയെ ഏൽപ്പിച്ചു എങ്കിൽ അത് തുടരുവാനായിട്ട് ദിവന്നാസ്യോസ് തിരുമേനി തെരഞ്ഞെടുക്കപ്പെട്ടു എങ്കിൽ അത് ഇന്ന് തുടരുവാനായിട്ട് പുത്തൂർ രൂപതയെ ഏൽപ്പിച്ചപ്പോൾ ഇത് അനുഗ്രഹീതമായിട്ട് തുടരുവാനുള്ള ഒരു ദൈവിക നിയോഗമുണ്ട് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് അനുസ്മരിക്കാം. വളരെ പ്രത്യേകമായിട്ട് മിഷണറിമാരെ കുറിച്ചുള്ളതായ സാമൂഹിക ചരിത്രകാരന്മാർ പറയുന്നത് 3ാം തലമുറയിലാണ് ഒരു പ്രദേശത്ത് സഭ റൂട്ട് ചെയ്യപ്പെടുന്നത് എന്നാണ്. നമ്മുടെ ഈ പുത്തൂർ രൂപതയിൽ അഭിവന്യ പിതാവൊക്കെ ആദ്യ തലമുറയിൽപ്പെട്ടതായ ആളുകൾ തന്നെയായിട്ടുണ്ട് എങ്കിലും നമ്മുടെ നവവൈദികര് അടുത്ത കാലത്ത് പട്ടം സ്വീകരിച്ചവരെല്ലാം 3ാം തലമുറയിൽ തന്നെ പെട്ടതായ വൈദിക നേതൃത്വം ഈ രൂപതയ്ക്ക് കരഗതമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പുത്തൂർ രൂപതയിലെ യുവജനങ്ങള് ആത്മായ സഹോദരങ്ങളൊക്കെ ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന് ഈ സംസ്കാരത്തെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നതായ ഒരു സഭാ സമൂഹമാണ്. നമ്മുടെ ഈ പുത്തൂർ പ്രദേശത്ത് മാത്രമല്ല കർണാടകത്തിൽ മുഴുവൻ മലങ്കര സഭയുടെ സുവിശേഷ ദീപ്തിയാൽ പ്രകാശിതമാക്കുവാനായിട്ട് പുത്തൂർ രൂപതയ്ക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഈ രൂപതാ ദിനത്തിൽ ആശംസിക്കുകയാണ്. നമ്മുടെ ആത്മായ കൂട്ടായ്മ, വൈദിക സമർപ്പിത കൂട്ടായ്മ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മൾ വലിയ മതപരിവർത്തനത്തിൻ്റെതായ മേഖലകളിലേക്കൊന്നും പോകേണ്ടതില്ല. സുവിശേഷ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് അത് പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ തന്നെ അതിലൂടെ ആളുകൾ ആകൃഷ്ടരാകും. ആ ഒരു വിധത്തിൽ സുവിശേഷ സാക്ഷ്യത്തിന്റെ ഒരു പുതിയ ഭാവം പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മുടെ ഈ രൂപതയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ഈ ഇച്ചനമ്പാടി ഇടവകക്കാരുടെ ഈ ഗോൾഡൻ ജൂബിലി അവസരത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ലെജൻഡ് പോലെ നമ്മുടെ മലങ്കര സഭയിൽ കേൾക്കുന്നതായ കാര്യം, കൂട്ടപ്പിളാക്കൽ ഐസക് അച്ഛൻ മുതൽ ഇവിടുത്തെ തതിക്കാകുഴി അച്ഛനൊക്കെ ഇവിടെ പ്രവർത്തിക്കുവാൻ കടന്നു വന്നത് ഇന്ന് നമുക്ക് കേൾക്കുമ്പോൾ അതൊരു ലെജൻഡായിട്ട് തോന്നുകയുള്ളൂ. കാരണം വളരെ ത്യാഗം സഹിച്ചുള്ളതായ യാത്രകൾ, ഇവിടെ വന്ന് നടത്തിയ ശുശ്രൂഷകൾ, ആരംഭ കാലഘട്ടത്തിൽ നമ്മുടെ സക്രിയാസ് അച്ഛൻ ഉൾപ്പെടെ ബെർക്ക്മാൻസ് അച്ഛനും ജേക്കബ് അച്ഛനൊക്കെ ഇവിടെ വന്ന ശുശ്രൂഷകളെ കുറിച്ച് ബദനിയിൽ ഒരു വലിയ ഒത്തിരി അനുഭവങ്ങൾ പങ്കുവെക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്.
ഇത് മലങ്കര സഭയെ മുഴുവൻ കോരിത്തെരിപ്പിച്ചിട്ടുണ്ട്. പുത്തൂർ രൂപത എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കാര്യം മാത്രമല്ല, മലങ്കര സഭയുടെ സഭാസംഗമം കൂടുന്നതായ അവസരത്തിൽ മാർത്താണ്ഡം അതുപോലെ തന്നെ പുത്തൂർ മേഖലകളിൽ സഭയായി എങ്ങനെ വളർന്നു എന്നുള്ളതിനെ കുറിച്ച് പങ്കുവെക്കപ്പെട്ടതായ ഒരു വലിയ അനുഭവം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ അനുഭവത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് നമ്മുടെ ഇടവകയ്ക്ക് സാധിക്കണം. ഞാനിത് പറയുന്ന അവസരത്തിൽ ഇച്ചിലപ്പാടി ഇടവകയിലെ അൽമായ സമൂഹത്തെ ഒട്ടും മാറ്റിവെക്കുന്നില്ല. താന്നിക്കാക്കുഴി അച്ഛൻ മുതൽ തുടങ്ങിയതായ കാലഘട്ടത്തിൽ അൽമായ സഹോദരങ്ങൾ തന്നെ കാട്ടിൽ നിന്ന് തടിയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ഈ ദേവാലയം നിർമ്മിക്കുവാനായിട്ട് അഹോരാത്രം അധ്വാനം ചെയ്തതായ ഒരു വിശ്വാസി സമൂഹമുണ്ട് എന്നുള്ളത് കൂടി പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ഒരു കൂട്ടായ്മയോട് കൂടി തുടർന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നമ്മുടെ ഈ രൂപതാ ദിനത്തിന്റെ ആഘോഷത്തിന്റെ ഒരു സമന്വയം വളരെ അനുഗ്രഹീതമായിട്ട് തോന്നുകയാണ്. രൂപതയുടെ ദിനവും അതോടൊപ്പം തന്നെ അഭിനന്ദ പിതാക്കന്മാരുടെ അനുസ്മരണവും പിതാവിന്റെ ഫീസ്റ്റും ഒക്കെ ചേർന്നുകൊണ്ട് രൂപതാ ദിനം സംഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി ഓർമ്മകളുണ്ട്. ഈ ഓർമ്മകളാണല്ലോ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ആഘോഷത്തിന്റെ നല്ല ഓർമ്മകൾ പേറിക്കൊണ്ട് ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള സഹോദരങ്ങള്, ഇവിടെ അടുത്തുള്ള സഹോദരങ്ങൾ എല്ലാവരും ഈ ഓർമ്മകളുമായിട്ട് സഭയെ വളർത്തുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതായി എല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് തുടർന്നുള്ളതായി പുത്തൂർ രൂപതയുടെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹപ്രദമായി തുടരുവാൻ ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ആശംസകൾ അറിയിച്ച് ധന്യയാക്കിയ പെരിയ ബഹുമാനപ്പെട്ട മത്തായി കടവിലച്ചനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ സമയത്ത് ഗോൾഡൻ ജൂബിലി മെമ്മോറിയലിന്റെ മറ്റൊരു പ്രൊജക്റ്റ് രൂപതയോട് ചേർന്ന് ഇടവക തലത്തിൽ പ്രത്യേകമായിട്ട് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ പ്രൊജക്റ്റാണ് ലാൻഡ് ഫോർ ദ ലാൻഡ്ലെസ്. ഭൂരഹിതർക്ക് ഭൂമി നൽകുവാനായിട്ട് രൂപതയോട് ചേർന്ന് ഈ ഇടവക പ്രത്യേകമായിട്ട് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് പ്രത്യേകമായിട്ട് കടന്നു വരുന്നു. അത് അനാച്ഛാദനം ചെയ്ത് അനുഗ്രഹിക്കുവാനായിട്ട് 3 അഭിമന്യ പിതാക്കന്മാരെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയും അത് സ്വീകരിക്കുവാനായിട്ട് ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട മെൽവിൻ മാത്യു അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ രൂപതയുടെ പ്രൊക്രേറ്ററായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ കുന്നത്തച്ഛനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പദ്ധതി അനാച്ഛാദനം ചെയ്ത അഭിമന്യ പിതാക്കന്മാരുടെ നന്ദി അറിയിക്കുന്നു. പുത്തൂർ രൂപതയിൽ ബൈബിൾ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഈ വർഷം നടത്തപ്പെട്ട ലോഗോസ് ക്വിസിന്റെ പ്രത്യേകമായിട്ടുള്ള സമ്മാനദാനം ഈ തരുണത്തിൽ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അഭിമന്യ പിതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് ഈ സമ്മാനം നൽകുകയും വിളിക്കപ്പെടുന്നതായിട്ടുള്ള വ്യക്തികൾ എത്രയും വേഗം കടന്നു വന്നുകൊണ്ട് സമയം കളയാതെ ഈ സമ്മാനം സ്വീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സമ്മാന അർഹരായിട്ടുള്ള വ്യക്തികൾ ഇവിടെ കടന്നു വന്നിട്ടില്ലെങ്കിൽ ഇടവക വികാരി കടന്നു വന്ന് ആ വ്യക്തികൾക്ക് വേണ്ടി ആ സമ്മാനം സ്വീകരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. 6 കാറ്റഗറിയിലായിട്ട് നടത്തിയ മത്സരത്തിന്റെ സമ്മാനമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുക. അവ കേട്ട് കൃത്യമായിട്ട് കടന്നു വരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കാറ്റഗറി എയിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്ന നൂജിബാദില ദേവാലയ അംഗമായിരിക്കുന്ന ആൽജോ അജീഷ്. നൂജിബാദില ദേവാലയ അംഗമായിരിക്കുന്ന ആൽജോ അജീഷ്. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് മംഗലാപുരം ഇടവക അംഗമായിരിക്കുന്ന ഓസ്റ്റിൻ. 3ാം സ്ഥാനത്തിന് 2 പേരാണ് അർഹരായിരിക്കുക. അവർ 2 പേരും മംഗലാപുരം ഇടവക അംഗങ്ങൾ തന്നെയാണ്. ഡിയോൺ ആൻഡ് ഡിയോണ വിനോജ് എന്നീ കുഞ്ഞുമക്കളെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. കാറ്റഗറി ബിയിലെ സമ്മാന അർഹരായിട്ടുള്ള വ്യക്തികളെ വിളിക്കുന്നു. ജോസ്ഗിരി 1ാം സ്ഥാനം നേടിയിരിക്കുന്ന ജോസ്ഗിരി ഇടവക അംഗമായിരിക്കുന്ന അലീഷ ഷിബു. 2ാം സ്ഥാനം അർഹരായിരിക്കുന്നത് മംഗലാപുരം ഇടവക അംഗമായിരിക്കുന്ന ജസ്റ്റീന. 3ാം സ്ഥാനത്തിന് അർഹരായിരിക്കുന്നത് മംഗലാപുരം ഇടവക തന്നെ അംഗമായിരിക്കുന്ന ഡാലസ് വിനോജ് എന്നിവരാണ്. ഈ 3 പേരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ സമ്മാനം സ്വീകരിക്കുവാനായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
കാറ്റഗറി സിയിലെ 3 സ്ഥാനാർത്ഥികളാണുള്ളത്. 3 സമ്മാനാർഹരാണുള്ളത്. ഈ ഇടവകയുടെ തന്നെ അഭിമാനങ്ങളായിരിക്കുന്ന 3 വ്യക്തികളാണ് ഈ കാറ്റഗറി സിയിൽ സമ്മാനാർഹരായിരിക്കുന്നത്. ജെറിൻ, സന്ദേശ്, ജീന എന്നീ സഹോദരങ്ങളെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു കാറ്റഗറി സിയിൽ. കാറ്റഗറി ഡിയിൽ സ്ഥാനം നേടിയിരിക്കുന്നത് 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് മത്തിക്കര ഇടവകാംഗമായിരിക്കുന്ന ജിസി കോഷി. അതുപോലെ തന്നെ 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് കർമ്മലാരം ഇടവകാംഗമായിരിക്കുന്ന ജെയ്സി ജാക്സൺ. 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് ജോസ്ഗിരി ഇടവക അംഗമായിരിക്കുന്ന ലിസി ജോൺ എന്നിവരാണ്. കാറ്റഗറി ഡിയിലെ സമ്മാനാർഹർ എത്രയും വേഗം കടന്നു വന്ന് പിതാക്കന്മാരിൽ നിന്ന് ഈ സമ്മാനം സ്വീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കാറ്റഗറി ഇയിൽ സമ്മാനാർഹരായിരിക്കുന്ന സഹോദരങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് സിംസാന്ദ്ര ഇടവകാംഗമായിരിക്കുന്ന ഡോക്ടർ മേഴ്സി സാബു ആണ്. അതുപോലെ 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് കർമ്മലാരം ഇടവകാംഗമായിരിക്കുന്ന സൂസമ്മ ടി തോമസ്. 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് നെല്ലിയാടി ബഥനി മഠത്തിലെ അംഗമായിരിക്കുന്ന സിസ്റ്റർ അനുരഞ്ജന SIC ആണ്. ഈ 3 സഹോദരങ്ങളെ സമ്മാനം സ്വീകരിക്കുവാനായിട്ട് വേദിയിലേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കാറ്റഗറി എഫ് അവസാനത്തെ കാറ്റഗറിയിലാണ്. അതിൽ സമ്മാനാർഹരായിരിക്കുന്നവരുടെ പേരുകൾ വായിക്കുന്നു. 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് സിംസാന്ദ്ര ഇടവകാംഗമായിരിക്കുന്ന വത്സമ്മ തോമസ്. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് ജോസ്ഗിരി ഇടവകാംഗമായ മേരി ഇമാനുവേൽ. 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് അഡോള ഇടവകയുടെ അംഗമായിരിക്കുന്ന അന്നമ്മ. ഈ 3 സഹോദരങ്ങളെ സമ്മാനം സ്വീകരിക്കുവാനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആദരവും നൽകുവാനായിട്ട് ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് MCAയുടെ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷകളാണ് ആദരിക്കപ്പെടുക. MCA പുതുഭദ്രാസന സമിതി കഴിഞ്ഞ 2 വർഷക്കാലം അതിൻ്റെ കർമ്മപരിപാടികളിൽ അനേകം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കോവിഡ് കാലത്ത് ഭക്ഷ്യക്കിറ്റ് വിതരണം, ഭവന നിർമ്മാണം, സ്വയം തൊഴിൽ പദ്ധതികൾ മുതലായവ എടുത്തു പറയാവുന്നതാണ്. ഇപ്പോൾ ഒരു ഭവനത്തിൻ്റെ ഭാഗികമായ സാമ്പത്തിക സഹായം നൽകി സഹായിച്ച് ഒരു ഭവനം പൂർണ്ണമായും നിർമ്മിച്ചു നൽകുന്നതിൻ്റെ ഭാഗമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഷിമോഗ മേഖലയിൽ ഷിമോഗ ഇടവകയിൽ അംഗമായിരിക്കുന്ന ശ്രീ പത്രോസ് CCക്ക് സ്വയം തൊഴിലിൻ്റെ ഭാഗമായി ഒരു ഓട്ടോറിക്ഷയുടെ കീ അഭിമന്യ പിതാക്കന്മാരിൽ നിന്ന് ആ വ്യക്തി സ്വീകരിക്കുന്നു. MCയുടെ ഭാരവാഹികൾ അത് പ്രത്യേകമായിട്ട് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. MCയുടെ നേതൃത്വം നടത്തിയ ഫാമിലിയ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷന്റെ സമ്മാനദാനം ഇത്തരണത്തിൽ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ഭദ്രാസന നടത്തിയ ഈ ക്വിസ് മത്സരത്തിൽ സമ്മാനാർഹരായിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് സമ്മാനമാകുവാനായിട്ട് ക്ഷണിക്കുന്നു. 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് കർമ്മലാരം ഇടവക അംഗങ്ങളായിരിക്കുന്ന മിസ്റ്റർ തങ്കച്ചൻ തോമസ് അതുപോലെ തന്നെ കുടുംബവുമാണ്. 10,000 രൂപയും ട്രോഫിയും അഭിമന്യ പിതാക്കന്മാരിൽ നിന്ന് സ്വീകരിക്കണമേ, അത് വാങ്ങുവാനായിട്ട് മുന്നോട്ട് കടന്നു വരണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് സിംസാന്ദ്ര ഇടവക അംഗങ്ങളായിരിക്കുന്ന മിസ്റ്റർ സാബു പാപ്പച്ചനും കുടുംബവുമാണ്. അവർ ഇവിടെ അസാന്നിധ്യമുണ്ട്. അവരുടെ അസാന്നിധ്യത്തിൽ അവരുടെ ബഹുമാനപ്പെട്ട വികാരി ജോർജ് വടക്കേതിൻ്റെ അച്ഛൻ ഇപ്പോൾ ആ കുടുംബത്തിനു വേണ്ടി സമ്മാനം സ്വീകരിക്കുന്നു. 2ാം സ്ഥാനം. മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഹെണ്ണൂർ ഇടവക അംഗങ്ങളായിരിക്കുന്ന മിസ്റ്റർ ലിജോഷ് KJ ആൻഡ് കുടുംബമാണ്. ആ കുടുംബത്തെ പ്രത്യേകമായിട്ട് 3ാം സ്ഥാനത്തിൻ്റെ സമ്മാനം മേടിക്കുവാനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അഭിനന്ദനം നൽകുന്ന സമ്മാനങ്ങളുണ്ട്. കൺസോലേഷൻ പ്രൈസസ് ഇവിടെ നൽകുന്നുണ്ട്. അത് വാങ്ങുവാനായിട്ട് താഴെ പറയുന്ന പേരുകൾ വായിക്കുന്നു. അവർ മുന്നോട്ട് കടന്നു വന്നുകൊണ്ട് ആ സമ്മാനം സ്വീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കൺസോലേഷൻ പ്രൈസസിന് അർഹരായിരിക്കുന്നവർ കൊടിയമ്പാള ഇടവകാംഗങ്ങളായിരിക്കുന്ന
മിസ്റ്റർ KC ജോസഫും കുടുംബവും, സിംഗ്സാന്ദ്ര ഇടവക അംഗമായിരിക്കുന്ന മിസ്സസ് വത്സമ്മ തോമസ് ആൻഡ് കുടുംബവും, ഹെണ്ണൂർ ഇടവക അംഗങ്ങളായിരിക്കുന്ന മിസ്റ്റർ ഡീനു സാം ആൻഡ് കുടുംബവും, വിമലഗിരി ഇടവക അംഗങ്ങളായിരിക്കുന്ന മിസ്റ്റർ ബാബു തോമസും കുടുംബവും, അതുപോലെ തന്നെ വിമലഗിരിയിലെ തന്നെ മറ്റൊരു കുടുംബമായ മിസ്സസ് ലിസി ജോൺസണും കുടുംബവും കൺസോലേഷൻ പ്രൈസസുകൾ സ്വീകരിക്കുവാനായിട്ട് അഭിമന്യ പിതാക്കന്മാരിൽ നിന്ന് സ്വീകരിക്കുവാനായിട്ട് വേദിയിലേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഈ ഇടവക പ്രത്യേകമായിട്ട് ജൂബിലി ആഘോഷിച്ചപ്പോൾ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും ഏറ്റവും ഉന്നതമായിട്ടുള്ള വിജയം നേടിയ DK റീജിയനിൽ നിന്ന് വിജയം നേടിയ മക്കൾക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുന്നു. മാർ ദിവന്യാസ്യോസ് മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് എന്ന രീതിയിലാണ് അത് നൽകുക. അത് നൽകുവാനായിട്ട് മിസ്റ്റർ ജോർജ് വർഗീസ് ഒറ്റത്തെങ്കിൽ ആ സമ്മാനത്തുക അഭിമന്യ പിതാക്കന്മാരെ ഏൽപ്പിക്കുന്നു. വിജയികളായിട്ടുള്ള വ്യക്തികൾ പേര് വിളിക്കുന്നതനുസരിച്ച് അഭിമന്യ പിതാക്കന്മാരിൽ നിന്ന് ആ സമ്മാനം സ്വീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. 10ാം ക്ലാസ്സിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് പ്രക്ഷ മാത്യു കടബ ഇടവക അംഗമായ മകളാണ്. ഫസ്റ്റ് പ്രൈസായിട്ട് 15,000 രൂപയാണ് ആ കുടുംബം അവർക്ക് നൽകപ്പെടുക. അതുപോലെ തന്നെ 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് ബത്തോടി ഇടവക അംഗമായിരിക്കുന്ന ഷോൺ KB ആണ്. സെക്കൻഡ് പ്രൈസ് നൽകുവാനായിട്ട് പിതാക്കന്മാരെ അതുപോലെ തന്നെ 10,000 രൂപയുടെ സമ്മാനമാണ് അതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഹയർ സെക്കൻഡറി തലത്തിൽ വിജയം നേടിയ നമ്മുടെ സഹോദരങ്ങൾ നെല്ലിയാടി ഇടവകയിൽ നിന്നാണ് 1ാം സ്ഥാനം. ടീന തോമസ് 15,000 രൂപയ്ക്ക് അർഹയായിരിക്കുന്നു. അതുപോലെ തന്നെ 2ാം സ്ഥാനം PUC അടിസ്ഥാനത്തിൽ നേടിയിരിക്കുന്നത് വിമലഗിരി അംഗമായിരിക്കുന്ന അശ്വിനാണ്. അശ്വിനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി അത് സ്വീകരിക്കുവാനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്രകാരം നമ്മുടെ മക്കളെ പരിപോഷിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒറ്റത്തെങ്ങൽ കുടുംബത്തോടും പ്രത്യേകിച്ച് മിസ്റ്റർ ജോർജ് വർഗീസ് ഒറ്റത്തെങ്ങൽ കുടുംബത്തോടും കുടുംബത്തിലെ അംഗങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും ഇടവകയുടെ പേരിൽ ഇത്തരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഓർമ്മകൾ എപ്പോഴും നമ്മൾ മധുരമുള്ളതാക്കി തീർക്കുന്നതാണ്. അവയൊക്കെയും അനുഗ്രഹത്തിൻ്റെയും കൃതജ്ഞതയുടെയും ഒരു പ്രകാശനം കൂടിയാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ജൂബിലിയുടെ ആഘോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജൂബിലിയുടെ സുവനിയർ പ്രകാശനം ഇപ്പോൾ നമ്മുടെ അഭിമന്യ പിതാക്കന്മാർ ഒന്നു ചേർന്ന് നടത്തുന്നു. മക്കാരിയോസ് തനിമനസ്സുകൊണ്ട് അവ അനാച്ഛാദനം ചെയ്ത് ഇടവകയുടെ വികാരിക്ക് അത് നൽകുന്നു. ജൂബിലിയുടെ സുവനിയർ ഇപ്പോൾ പ്രകാശനം അഭിമന്യ പിതാക്കന്മാരോട് ചേർന്ന് അഭിമന്യ നമ്മുടെ മക്കാരിയോസ് നൽകുന്നു. അത് ഏറ്റുവാങ്ങുവാനായിട്ട് മെൽവിനച്ചൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇവയൊക്കെയും നൽകി അനുഗ്രഹിക്കുകയും നമ്മളെ ധന്യരാക്കുകയും ചെയ്യുന്ന അധ്യക്ഷനായിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടതായ ക്രമീകരണങ്ങൾ നടത്തി അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അഭിമന്യ പിതാവിൻ്റെ നല്ല വാക്കുകൾ ഇപ്പോൾ നമുക്ക് ശ്രവിക്കുകയും നമ്മുടെ ആത്മീയതയ്ക്ക് അത് ശക്തിയായി തീരുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മിൽ നിന്ന് പ്രത്യേകിച്ച് വാങ്ങിപ്പോയി നമ്മൾ അനുസ്മരിച്ച നമ്മുടെ പിതാക്കന്മാരുടെ പാവന സ്മരണ അനുഗ്രഹീത സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ്സുകൾ നമിച്ചുകൊണ്ട് കളപ്പാട്ടത്തിൻ്റെ ശുശ്രൂഷകളെ പ്രത്യേകമായി അനുസ്മരിച്ചുകൊണ്ടും ഈ വേദിയിലായിരിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കൂറിയ മെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് തിരുമേനി, തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായമെത്രാൻ അഭിമന്യ മാത്യൂസ് മാർ പോളികാർപ്പോസ് തിരുമേനി,
പുത്തൂർ ഭദ്രാസനത്തിൻ്റെ വികാരി ജനറൽ വന്യ ഡോക്ടർ എൽദോ പുത്തങ്കടലച്ചൻ, ബദനി സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ വന്യ മത്തായി കടവലച്ചൻ, ബെൽത്തങ്കടി രൂപത വികാരി ജനറലായിരിക്കുന്ന ജോസച്ചൻ, സന്നിഹിതരായ ഇവിടുത്തെ നമ്മുടെ ഇടവകയുടെ വികാരിയായിരിക്കുന്ന മെൽവിനച്ചൻ, പുത്തൂർ ഭദ്രാസന അൽമായ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ യോഹന്നാൻ, സണ്ണി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്, സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള വന്യ കോശി കാക്കനാട് കോർ എപ്പിസ്കോപ്പച്ചൻ, വൈസ് പ്രൊവിൻഷ്യൽ വർഗീസച്ചൻ, സന്നിഹിതരായിരിക്കുന്ന കവണാട്ടലച്ചൻ, അനിയച്ചനും ഷൈജു അച്ഛൻ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാന്നപ്പോൾ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. നമ്മുടെ 3 മേഖലയുടെ പ്രോട്ടോ വികാരിയുമായിരിക്കുന്ന വന്യ കോശി കാക്കനാട്ട് കോർ എപ്പിസ്കോപ്പച്ചൻ, പെരിയ ബഹുമാനപ്പെട്ട ജോൺ നെല്ലിവിളയച്ചൻ, പെരിയ ബഹുമാനപ്പെട്ട സക്രിയാസ് നന്ദ്യാട്ടച്ചൻ, മറ്റു വൈദിക സഹോദരങ്ങളെ, വൈദിക വിദ്യാർത്ഥികളെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും അനുഗ്രഹീതമായ ഒരു ദിവസമാണ്. ജൂബിലിയോട് ചേർന്ന് ഈ ദേവാലയത്തിൽ നാം ഒന്നായി ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അനുസ്മരിച്ചും നന്ദി പറഞ്ഞും നമ്മളെ വഴി നടത്തിയ നമ്മുടെ പിതാക്കന്മാരുടെ കാലടികളെ പിന്തുടരുവാനുള്ള ഉറച്ച തീരുമാനത്തോടും ദൈവം നമ്മൾക്ക് അനുവദിച്ചു തരുന്ന എല്ലാ മേഖലയിലും ആ ദൈവസ്നേഹത്തെ, ആ സ്നേഹം കരുണയുടെ ഭാവമായി സമൂഹത്തിൽ കൂടുതൽ സ്നേഹം നിറയുന്നതിന്, ശാന്തി സമാധാനം ഉണ്ടാകുന്നതിന് നാം നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. സഭയുടെ ശുശ്രൂഷയത ഇന്ന് പ്രത്യേകമായി ഈ പരിശുദ്ധ കുർബാനയിൽ പത്രോസ്ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തെ ആസ്പദമാക്കിക്കൊണ്ട് സഭാജീവിതവും സഭാവിശ്വാസവും ഒരു വ്യക്തി ഉപരിതമായിട്ടുള്ള വിശ്വാസിയുടെ ആ ജീവിതത്തിൻ്റെ ദൃഢതയുമെല്ലാം അഭിനന്ദ സിൽവാനോസ് മെത്രാപ്പോലി തിരുമേനി നമ്മളോട് പ്രത്യേകമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പിതാവിൻ്റെ സാന്നിധ്യം പ്രത്യേകമായി ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. സുവിശേഷ സംഘത്തിൻ്റെ ആത്മീയ ഉപദേശാവ് എന്ന നിലയിൽ, സെക്രട്ടറി എന്ന നിലയിൽ ബർണബാസ് തിരുമേനിയോട് ചേർന്ന് സഭയുടെ എല്ലാ രൂപതകളിലും ഇടവകകളിലുമെല്ലാം അതിനെ ശക്തമാക്കുവാൻ നേതൃത്വം കൊടുത്ത ആൻ്റണി കാക്കനാട്ടച്ചൻ ഇന്ന് സഭയുടെ കൂര്യ മെത്രാനായി സഭയുടെ പൊതുവായ പ്രവർത്തനത്തിൽ, പൊതുവായ വിവിധ കമ്മീഷനുകളിൽ, സംഘടനകളിൽ ഉൾപ്പെടുന്നവരെ ഉൾച്ചേർത്തുകൊണ്ട് വൈദികരുടെയും വൈദിക വിദ്യാർത്ഥികളുടെയും സന്യസ്തരുടെയും ദൈവജനത്തിൻ്റെയും സാധാരണ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അപ്പുറം അവരെ ഒന്നിപ്പിക്കുന്ന വലിയൊരു ശുശ്രൂഷയിലും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സാന്നിധ്യമുള്ള ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും, പ്രത്യേകമായി ഒരു രൂപതയുടെ ചട്ടക്കൂടിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അവിടെ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയോട് ചേർന്ന് നമ്മുടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പിതാവിൻ്റെ സാന്നിധ്യം അനുഗ്രഹീതമാണ്. പിതാവിൻ്റെ ശുശ്രൂഷകളെയും സഭയിലുള്ള പ്രത്യേകമായ ദൗത്യത്തെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ പിതാവിനോട് ചേർന്ന് ജൂലൈ മാസം 15-ാം തീയതി തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന് സഹായമെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ട് ഇന്ന് നമ്മോടുകൂടിയായിരിക്കുന്ന മാത്യൂസ് മോർ പോളിക്കാർപ്പോസ് തിരുമേനി കണ്ടാൽ വളരെ സൗമ്യനായി ഈ രീതിയിലൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും വലിയ വലിയ സ്ഥാനങ്ങൾ ഇതിനു മുമ്പേ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അഭിമാനമായിരിക്കുന്ന മാർ യുവാനിയോസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി
സുദീർഘമായ ശുശ്രൂഷകൾ നിർവഹിച്ച് തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിൻ്റെ പ്രഥമ വികാരി ജനറലായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു നിയോഗം അദ്ദേഹത്തിലേക്ക് കടന്നു വരുന്നത്. പിതാവിൻ്റെ വളരെ ലളിതമായ ഹൃദ്യമായ ഇടപെടലുകൾ, നമ്മുടെ രണ്ട് പിതാക്കന്മാരും അതിന് പ്രത്യേകതയുള്ളവരാണ്. ഒരു ജാടയില്ലാത്ത നന്മകൾ അവരിൽ ഇടപെടുമ്പോൾ നന്മകൾ മാത്രം മനുഷ്യന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് സ്വതവേ അവർ അറിയാതെ തന്നെ നമ്മളോട് പറയുന്ന രീതിയിൽ നമ്മളോട് പെരുമാറുന്ന പ്രത്യേകിച്ച് രണ്ട് പിതാക്കന്മാരെയും പോളിക്കാർസ് തിരുമേനിയെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. പിതാവിൻ്റെ സാന്നിധ്യം ഇവിടെ ഈ ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളെ അഭിനന്ദിച്ചതിന്, നല്ല വാക്കുകൾ പറഞ്ഞതിന്, ശക്തമായി പ്രാർത്ഥനയോട് ഞങ്ങളോടുകൂടി ആയിരിക്കുന്നുവെന്ന് പറഞ്ഞതിന് ഞാൻ പിതാവിനെ നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മുടെ ബദനി സന്യാസ സമൂഹം, പുണ്യപിതാവ് ദേവദാസന്മാർ ഇവാനോസ് തിരുമേനിയാൽ സ്ഥാപിതമായ ഈ സന്യാസ സമൂഹം, ബദനി സന്യാസ സമൂഹവും സന്യാസിനി സമൂഹവും ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പല ഭാഗങ്ങളിലും സുദീർഘമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. ലോകമെങ്ങും നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ള നമ്മുടെ കർത്താവിൻ്റെ ആ പൊതുവായ നിയോഗം ഭാരതമാകെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെന്നുള്ള നമ്മുടെ പുണ്യപിതാവിൻ്റെ ആ ദർശനം അത് നെഞ്ചിലേറ്റി പ്രത്യേകിച്ച് നമ്മുടെ ഈ മണ്ണിലേക്ക് കടന്നു വരികയും പ്രത്യേകം നിയോഗമെന്ന നിലയിൽ ഈ സൗത്ത് കാനറ മേഖലയെ വളർത്തിയ ബദനി സന്യാസ സമൂഹത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഞാൻ ഓർത്തുപോവുകയാണ്. അവരുടെ ശുശ്രൂഷകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും, പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധികൾ നിൽക്കുന്ന ആഫ്രിക്കയിൽ, ഇത്യോപ്യയിലൊക്കെ നടക്കുന്നു എന്നുള്ളതും നമ്മുടെ വൈദികരും സിസ്റ്റേഴ്സും അവിടെ ഉണ്ട്, അവിടെ ശുശ്രൂഷ നടത്തുന്നുണ്ട്. അവരെ നമുക്ക് പ്രത്യേകമായി നമ്മുടെ പുണ്യപിതാവിൻ്റെ ആ സ്വർഗീയ മാധ്യസ്ഥം, അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർത്ത് ഈ സമൂഹത്തെ ശക്തിപ്പെടുത്തുവാൻ ദൈവം കനിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ സാന്നിധ്യമുണ്ടെങ്കിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസം സജീവമാണെങ്കിൽ നമ്മുടെ ഏത് മേഖലയിലും എത്ര സങ്കീർണതയുള്ള പ്രദേശങ്ങളായിരുന്നാലും അനുകൂലമോ പ്രതികൂലമോ എന്ന് നോക്കാതെ ദൈവസ്നേഹത്തെ പ്രതി ഇറങ്ങിത്തിരിക്കുവാൻ പ്രത്യേകം നമ്മുടെ സമർപ്പിതർക്ക്, വൈദികർക്ക്, നമ്മുടെ ദൈവജനത്തിന് സാധ്യമാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. സമൂഹത്തിൻ്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ കർണാടകത്തിൻ്റെ ഭാഗത്തുള്ള ശുശ്രൂഷകൾ ഈ സന്യാസ സമൂഹം, സന്യാസിനി സമൂഹങ്ങൾ ഒന്നിച്ച് നിർവഹിക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രൊവിൻഷ്യൽ അച്ഛൻ ഇവിടെ വരേണ്ടതായിരുന്നു, അദ്ദേഹത്തിനും ശാരീരികമായ അസ്വസ്ഥതയുള്ളതുകൊണ്ട് സാധിച്ചില്ല. വൈസ് പ്രൊവിൻഷ്യൽ അച്ഛനും ഈ ദേശത്തെ പട്ടക്കാരനുമായ വർഗീസ് അച്ഛൻ, കൈപ്പരണ്ടി അച്ഛൻ്റെ ആ സാന്നിധ്യവും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ രീതിയിലൊക്കെ ഇന്ന് സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും അനുഗ്രഹങ്ങൾക്ക് മേൽ അനുഗ്രഹങ്ങൾ എന്ന രീതിയിൽ നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ കാണുവാനും ഒക്കെ നമുക്ക് സാധ്യമാകുന്നത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ആ വലിയ അനുഗ്രഹമാണ്. നമ്മുടെ പുണ്യപിതാവ് ദേവദാസന്മാർ ഇവാനോസ് തിരുമേനി എത്ര ശക്തമായി അർത്ഥശങ്കയ്ക്ക് വകയില്ലാതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ അംഗമായിരുന്ന, പുനരൈക്യത്തിലൂടെ കത്തോലിക്ക സഭയിൽ ഐക്യമായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കത്തോലിക്കരായതിൽ നിങ്ങൾ അഭിമാനം കൊള്ളുവീൻ. അതോടൊപ്പം നമ്മുടെ അസ്ഥിയുടെ അസ്ഥയും മാംസത്തിൻ്റെ മാംസവുമായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ ആ വലിയ വിശാലമായ വിസ്തൃതമായ ദൈവോന്മുഖമായ ആ ഒരു കാഴ്ചപ്പാട് ഈ ഭൂമിയിൽ അനുഗ്രഹപ്രദമായ രീതിയിൽ നിറവേറുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മൂലക്കല്ലായ ക്രിസ്തുവിൽ നിന്നും പകർന്ന് പത്രോസാകുന്ന പാറമേൽ പണിത് ആഗോള കത്തോലിക്ക സഭയിൽ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന നിലയിൽ സഭയുടെ തലവനും പിതാവുമായ കാതോലിക്ക ബാവ തിരുമേനിയിലൂടെയും ആ പരിശുദ്ധ പിതാവിനാൽ നയിക്കപ്പെടുന്ന നമ്മുടെ എല്ലാ രൂപതകളിലെ പിതാക്കന്മാരോടും വൈദികരോടും സന്യസ്തരോടും ദൈവജനത്തോടും ചേർന്ന് പുത്തൂർ ഭദ്രാസനം ഈ രീതിയിൽ ഈ രൂപതയുടെ ജന്മത്തെയും ദൈവദത്തമായി വന്നിരിക്കുന്ന നിയോഗങ്ങളെയും
നമുക്ക് നേതൃത്വം നൽകിയ നമ്മുടെ പുണ്യപിതാക്കന്മാരെയും അതുപോലെ തന്നെ വിശ്വാസം, ശരണം, സ്നേഹമെന്ന ദൈവിക പുണ്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ക്രിസ്തീയ ജീവിതം അനുഗ്രഹീതമായി ഈ കൂട്ടായ്മ 50 വർഷക്കാലം പൂർത്തിയാക്കിയപ്പോൾ അതിൻ്റെ നിർവൃതിയുമെല്ലാം ദൈവസ്നേഹത്തെ പ്രതിയുള്ള, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. കേവലം വ്യക്തികളായി മാറാതെ വിശ്വാസികളായി, ദൈവമക്കളായി പ്രവർത്തിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ പ്രത്യേകമായി ഈ എല്ലാ കാര്യങ്ങൾക്കും പൊതുവായ ഒരു നേതൃത്വം നൽകിയ വന്യ ജനറാളച്ചനെയും വന്യ പ്രൊക്കുറേറ്ററച്ചനെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ച് അവരോട് ചേർന്ന് ഏറ്റവും മുൻപന്തിയിലായിരുന്നുകൊണ്ട് ഈ ഇടവകയുടെ വികാരി സ്നേഹമുള്ള മെൽവിനച്ചനും അച്ഛനോട് ചേർന്ന് പ്രവർത്തിച്ച കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേകിച്ച് ട്രസ്റ്റിയും സെക്രട്ടറിയും, അതുപോലെ തന്നെ ഓരോ കുടുംബങ്ങളും, ഏത് സമയത്ത് ഇവിടെ ഞാൻ വന്നാലും കുറഞ്ഞതൊരു 10-20 പേരേലും ഇവിടെ എപ്പോഴുമുണ്ട്. അത് രാവിലെ ആയാലും ഉച്ച കഴിഞ്ഞായാലും വൈകിട്ടായാലും ആ രീതിയിലൂടെ ഒരു കൂട്ടായ്മയുടെ വളർച്ചയാണ് കർത്താവിൻ്റെ ഭൗതിക ശരീരമായി ഈ സഭയെ മാറ്റുന്നത്. വ്യക്തിപരമായിട്ടുള്ള എൻ്റെ പോരായ്മകൾ, എൻ്റെ ഹിതങ്ങൾ, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കൂട്ടായ്മയുടെ ദൈവസാന്നിധ്യത്തിൻ്റെ നിറവിനെ തിരിച്ചറിയുന്ന ഒരു സമൂഹം അതുവഴിയായി രൂപപ്പെട്ടു, വാർത്തെടുക്കപ്പെട്ടു. അത് 50 വർഷമായി ഇവിടെ ജീവിക്കുന്ന ദൈവത്തെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ആ വിശ്വാസത്തെ പ്രഖ്യാപിച്ച നമ്മുടെ കാവൽപിതാവായ മാർത്തോമാ ശ്ലീഹായുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയം വിശുദ്ധ ഗീവരയുസോദായുടെയും വിശുദ്ധ ഔസേ പിതാവിൻ്റെയും നിരന്തരം നമ്മോടുകൂടി ആയിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെയും ആ മാധ്യസ്ഥത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ നമ്മുടെ പുണ്യപിതാവ് ദേവദാസന്മാർ ഇവാനിയോസ് തിരുമേനി അനുഗ്രഹീതമായ തൻ്റെ ദൈവോന്മുഖമായ ദർശനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് ഈ സമൂഹത്തിൽ നാം എവിടെയായിരുന്നാലും അത് സഭയുടെ ശുശ്രൂഷയാണ്, അത് ദൈവസ്നേഹമാണ്, അത് ദൈവമഹത്വത്തിനുള്ള കാര്യങ്ങളാണെന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട്, ഉദ്ബോധിപ്പിച്ചുകൊണ്ട് നമ്മോടുകൂടി ആയിരിക്കുമ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരിക്കുന്ന എവിടെയായിരുന്നാലും അത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ശുശ്രൂഷകൾ അവർക്ക് ലഭിക്കുന്ന മേഖലകളിലൂടെ നടത്തുമ്പോൾ വരുന്ന വെല്ലുവിളികളെ സധൈര്യം നേരിടുവാൻ നമ്മുടെ ഈ മക്കൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ സന്യസ്തർക്ക് സാധിക്കട്ടെ. ഇത്യോപ്യയിലുള്ള നമ്മുടെ സഹോദരങ്ങളെ പ്രത്യേകമായി ഓർക്കാം. ഈ നമ്മുടെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അമേരിക്ക, കാനഡ ഭാഗങ്ങളിലുള്ള, സൗദിയിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രദേശങ്ങളിൽ സങ്കീർണമായ തലങ്ങളിലുള്ളിടത്ത് നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നു. ജയിൽവാസം, മരണശിക്ഷ പോലും നേരിടേണ്ടി വന്ന നമ്മുടെ വൈദിക സഹോദരങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആ രീതിയിലുള്ള വലിയ ഒരു ദൈവത്തിനു വേണ്ടി എന്തിനും തയ്യാറായിരിക്കുന്ന, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളോട് ചേർന്ന് ഇന്ന് ഈ വേദിയിൽ ഇവിടെ ഈ പരിശുദ്ധ ബലിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കാം, നന്ദി പറയാം. ഒരിക്കൽ കൂടി ഇതുപോലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏറ്റവും ഭംഗിയായി നടത്തിയ മെൽവിനച്ചനെയും അച്ഛനോട് ചേർന്ന് പ്രവർത്തിച്ച ട്രസ്റ്റി, സെക്രട്ടറി, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവകാംഗങ്ങൾ ഓരോരുത്തരെയും, ഓരോ കുടുംബങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു, അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും, നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അധ്യക്ഷ പ്രസംഗം നൽകി നമ്മളെ അനുഗ്രഹിക്കുകയും വിശ്വാസ ജീവിതത്തെ നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്ത അഭിമന്യ പിതാവിനോടുള്ള നന്ദി അറിയിക്കുന്നു. ജൂബിലി ആഘോഷിക്കുന്ന ഈ ഇടവകയിൽ പ്രത്യേകമായിട്ടും ഈ ജൂബിലി ആഘോഷത്തിലേക്ക് കൈപിടിച്ചുയർത്തി വിശ്വാസത്തിൽ കൗതാശികപരമായി വളർത്തിക്കൊണ്ടുവന്ന ബഹുമാനരായിട്ടുള്ള വികാരിമാരെ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ തരുണത്തിൽ മുൻ വികാരിമാരായിരുന്നുകൊണ്ട് ഈ ഇടവകയെ ശുശ്രൂഷിച്ച ബഹുമാനപ്പെട്ട വൈദികരെ വേദിയിലേക്ക് വിളിക്കുകയും അവർക്ക് അനുമോദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഏറ്റവും മുൻപിലായി നമുക്കറിയാം ബഹുമാനപ്പെട്ട ബാബു മൈക്കിൾ OAC അച്ഛൻ ഇവിടെ സന്നിഹിതനാണ്. ഏകദേശം 7 വർഷക്കാലം ഈ ഇടവകയെ ശുശ്രൂഷിക്കുകയും ഈ ഇടവകയ്ക്ക് ആവശ്യമായിട്ടുള്ള കെട്ടുറപ്പുകളൊക്കെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ബാബു മൈക്കിൾ അച്ഛൻ്റെ സാന്നിധ്യം വളരെയധികം ദൂരത്തു നിന്ന് കേരളത്തിൽ നിന്ന് ഇവിടേക്ക് കടന്നു വന്ന് ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബാബു മൈക്കിൾ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ഉപഹാരം സ്വീകരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു.
അച്ഛനോടൊപ്പം അതുപോലെ തന്നെ ഈ ഇടവകയെ ശുശ്രൂഷിച്ച പ്രിയ ബഹുമാനപ്പെട്ട കോശി കാക്കനാട്ട് കോർപ്പിസ്കോപ്പ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയെ ശുശ്രൂഷിച്ച പ്രിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ എൽദോസ് പുതുങ്ങടത്തിൽ അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സമ്മാനം സ്വീകരിക്കുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു മുൻവികാരിയാണ് വിൻസെന്റ് പുന്നത്താനത്തച്ഛൻ. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഇടവകയുടെ ഉപഹാരം സ്വീകരിക്കുവാനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻവികാരിമാർ അഭിമന്യ പിതാവിനോടൊപ്പം ചേർന്ന് ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ ഇപ്പോൾ പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടയനായിരിക്കുന്ന അഭിമന്യ മക്കാറിയോസ് സിനിമനസ്സുകൊണ്ട് ഇവിടെ ശുശ്രൂഷ ചെയ്ത് ഈ ദേശത്തെയും ഇടവകയും അനുഗ്രഹിച്ചതാണ്. നമ്മുടെ മുൻവികാരി കൂടെയാണ് നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന മക്കാറിയോസ് സിനിമനസ്. അഭിമന്യ പിതാവിനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഇടവകയുടെ നാമത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇപ്പോൾ ഒരു ഫോട്ടോ മുൻവികാരിമാർ എല്ലാവരുടെ ചേർന്ന് ഇപ്പോഴുള്ള വികാരി അച്ഛനുമായിട്ട് ജൂബിലിയുടെ ഒരു ഓർമ്മയായിട്ട് ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നു. ഇടവകയുടെ പ്രത്യേകമായിട്ടുള്ള നന്ദി ബഥനി സന്യാസ സമൂഹത്തിന്റെ ജനറലായിരിക്കുന്ന ബഹുമാനപ്പെട്ട മത്തായി അച്ഛനെ നൽകുന്നു. ഇടവകയുടെ നന്ദിയും ഇടവകയുടെ പ്രാർത്ഥനയും പ്രത്യേകമായിട്ട് ഇപ്പോൾ സമ്മാനം നൽകി സ്വീകരിക്കുന്നു. ഇടവകയെ ആത്മീയമായിട്ട് വളർത്തി ഇടവകയുടെ ശക്തി അതിൻ്റെ സമ്പത്തിലല്ല, അതിൻ്റെ കെട്ടുറപ്പിലല്ല, മറിച്ച് അതിൻ്റെ ദൈവവിളിയിലാണ്. സഭയെ ശുശ്രൂഷിക്കുവാനായിട്ട് സമർപ്പിതരായിരുന്നുകൊണ്ട് വൈദികരായിരിക്കുന്ന ജനമാണ് ഒരു ഇടവകയെ സംബന്ധിച്ച് അതിൻ്റെ ശക്തി. ഈ ഇടവകയിൽ നിന്ന് ദൈവവിളി സ്വീകരിച്ച് സഭയെ ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള നമ്മുടെ അംഗങ്ങളെ ദൈവവിളി സ്വീകരിച്ചതായിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും അവരെ അനുമോദിക്കുകയും ചെയ്യുന്നു. ബഥനി സന്യാസ സമൂഹത്തിന്റെ നവജ്യോതി പ്രോവിൻസിന്റെ ഫസ്റ്റ് കൗൺസിലറായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട വർഗീസ് കൈപ്പണ്ട് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു സമ്മാനത്തിനായി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടവകയോട് ഏറ്റവും സ്നേഹത്തോടുകൂടി ചേർന്ന് നിൽക്കുന്ന ബെൽത്തങ്ങാടി രൂപതയുടെ വീഴ്ചയായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട ജോസ് വലിപറമ്പിൽ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സമർപ്പിത ജീവിതത്തിലൂടെ അനുഗ്രഹീതമായ സാക്ഷ്യം കാണിക്കുന്ന സിസ്റ്റർ മറിയാമ്മ OSSനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ സമ്മാനം സ്വീകരിക്കുവാനായിട്ട് ഇടവകയുടെ പ്രാർത്ഥന സ്വീകരിക്കാനായിട്ട് കടന്നു വരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സിസ്റ്ററിനോടൊപ്പം ചേർന്ന് സിസ്റ്റർ അഞ്ജന SIC അതുപോലെ തന്നെ വേദിയിലേക്ക് കടന്നു വന്ന് സമ്മാനം സ്വീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇടവകയിൽ നിന്ന് വൈദിക സന്യാസ പരിശീലനത്തിലായിരിക്കുന്ന 2 ബ്രദേഴ്സ് നമ്മോട് കൂടെയുണ്ട്. ബഹുമാനപ്പെട്ട ഡീക്കൻ ലിഷോയ് OFM കപ്പൂച്ചിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ഇടവകയുടെ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷ പൗരോഹിത്യം അനുഗ്രഹമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സന്യാസ പരിശീലനത്തിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗീവർഗീസ് ജിൻസിനെ OAC ഏറ്റവും സ്നേഹത്തോടുകൂടി സമ്മാനം സ്വീകരിച്ച് ഇടവകയുടെ പ്രാർത്ഥന നൽകുവാനായിട്ട് ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മളെ ശുശ്രൂഷിച്ച് നമ്മളെ അനുഗ്രഹിച്ച വന്യ പിതാക്കന്മാർക്കുള്ള ഒരു ഉപഹാരം, ഇടവകയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഉപഹാരം ഇത്തരണത്തിൽ ഇടവക കമ്മിറ്റി അംഗങ്ങളോട് ചേർന്ന് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഇപ്പോൾ നൽകുന്നു. ജയം നൽകുന്ന സ്ലീബ നമുക്ക് കാവലും കോട്ടയുമായിരുന്നുകൊണ്ട് വഴി നടത്തുവാനായിട്ട് അഭിമന്യ പിതാക്കന്മാരുടെ ആശീർവാദത്തിലൂടെ ഈ ഇടവകയ്ക്ക് നൽകപ്പെട്ടതുപോലെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എത്തുന്ന ദേശത്തും നാട്ടിലും ഇടവകയ്ക്കുമൊക്കെയും അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് ഇടയാകുവാനായി പ്രാർത്ഥനയോടുകൂടി ഈ ഇടവക നിങ്ങൾക്ക് കൈസ്ലീവ നൽകുന്നു. ഇത്തരണത്തിൽ മറക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല ഈ ഇടവകയുടെ വികാരിയായിരുന്നുകൊണ്ട് ഇതിനൊക്കെയും ചുക്കാൻ പിടിച്ച ബഹുമാനപ്പെട്ട മെല്ലിൻ മാത്യു അച്ഛൻ ഏറ്റവും ശുഷ്കാന്തിയോടുകൂടി
സഭയോടും സമൂഹത്തോടും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം, അനുഗ്രഹീതമായ ജ്ഞാനമുള്ള ഒരു വ്യക്തിത്വം, നല്ല വാഗ്മിയായിരുന്നുകൊണ്ട് ഇടവകയെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ രൂപതയുടെയും ഇടവകയുടെയും പേരിലുള്ള അനുമോദനങ്ങൾ ഇത്തരണത്തിൽ അറിയിക്കുകയും പ്രത്യേകമായിട്ട് ആശംസകൾ അറിയിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രൂപതയുടെയും ഇടവകയുടെയും പൊതുവായിട്ടുള്ള അനുമോദനമാണ് ബഹുമാനപ്പെട്ട വികാരിയച്ഛന് ഇപ്പോൾ നൽകപ്പെടുക. ഈ തരുണത്തിൽ ഓർക്കപ്പെടേണ്ട മറ്റൊരു വ്യക്തി കൂടെയാണ് ശ്രീമാൻ AC കുര്യൻ. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുന്നു. നമ്മുടെ സഭയുടെ ശുശ്രൂഷകളെയും ദേവാലയങ്ങളൊക്കെ മനോഹരമാക്കി തീർക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൈ അയഞ്ഞുള്ള ധനസഹായം വളരെ അനുഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള എല്ലാ സാമ്പത്തികമായിട്ടുള്ള ഉപകാരങ്ങളെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും രൂപതയുടെയും ഇടവകയുടെയും പേരുള്ള നന്ദി അറിയിച്ചുകൊള്ളുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ പൊതുസമ്മേളനത്തിന് ഔദ്യോഗികമായിട്ടുള്ള നന്ദി അറിയിക്കുവാനായിട്ട് ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട മെല്ലിൻ മാത്യു അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. അഭിവന്യ പിതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ ജനറാൾ അച്ഛന്മാരെ, മറ്റ് ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട അൽമായ സഹോദരങ്ങളെ, ഇന്ന് ഇച്ചിലമ്പാടി ദേവാലയത്തിൻ്റെ ജൂബിലി ദിനത്തിൽ പുത്തൂർ ഭദ്രാസനത്തിലെ എല്ലാ വൈദികരെയും ദൈവജനത്തെയും അഭിനയ പിതാക്കന്മാരോട് ചേർന്ന് സ്വീകരിക്കുവാൻ ഈ ഇടവകയ്ക്ക് ലഭിച്ച വലിയ ഭാഗ്യത്തെ ഓർത്ത് ഇടവക ഒന്നായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ തരുണത്തിൽ ഇടവകയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ ഔപചാരികമായ എൻ്റെ നന്ദിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ഇടവകയുടെ മെത്രാപ്പോലിത്ത, ഞങ്ങളുടെയൊക്കെ തലവനും നമ്മുടെയൊക്കെ ഇടയനുമായിരിക്കുന്ന അഭിനയ മക്കാറിയോസ് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. അഭിവന്യ പോളികാർപ്പോസ് പിതാവിനെയും സിൽവാനോസ് പിതാവിനെയും, ഈ രണ്ട് പിതാക്കന്മാർ വചന പ്രഘോഷണത്തിലൂടെയും സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മെ അനുഗ്രഹിച്ച രണ്ട് പിതാക്കന്മാരെയും ഏറെ സ്നേഹത്തോടുകൂടി നന്ദിയോടെ ഓർക്കുന്നു. ഈ ഭദ്രാസനത്തിൻ്റെ വികാരി ജനറൽ സ്നേഹം നിറഞ്ഞ എൽദോ പുത്തൻകണ്ടത്തിൽ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ പ്രത്യേകമാം വിധം അറിയിക്കുന്നു. ബദനി സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ ആയിരിക്കുന്ന ഏറ്റവും ആദരണീയനായ മത്തായി കടവിലച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഈ ഇടവകയുടെ തന്നെ പുത്രനായിരിക്കുന്ന, ഇപ്പോൾ ബെൽത്തങ്ങാടിയിലെ വികാരി ജനറലായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ജോസ് വലിയപറമ്പിലച്ഛനോടുള്ള ഇടവകയുടെ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ അൽമായരുടെ പ്രതിനിധിയായി പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി സ്നേഹം നിറഞ്ഞ യോഹന്നാൻ സാറിനോടുള്ള ഇടവകയുടെ നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. നമ്മുടെ ഭദ്രാസനത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന സ്നേഹം നിറഞ്ഞ വൈദികർ, പ്രിയപ്പെട്ട വൈദികരോട് ചേർന്നാണല്ലോ ദൈവജനം ഇവിടെ വന്നത്. എല്ലാ വന്യ വൈദികരെ പ്രത്യേകം നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. എല്ലാ മുൻ വികാരിമാരെയും ഇത്തരണത്തിൽ ഇടവകയിൽ പ്രത്യേകം ഓർക്കുന്നു. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ദൂരയിൽ നിന്ന് വന്ന ബഹുമാനപ്പെട്ട ബാബു മൈക്കിൾ അച്ഛൻ, OIC അച്ഛനോടുള്ള പ്രത്യേകം നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ കാര്യങ്ങൾ ക്രമീകരിക്കുവാനായി അനേകം വ്യക്തികൾ ഈ ഇടവകയെ സഹായിച്ചു. ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്ന ഒരു പേരാണ് ശ്രീ AC കുര്യൻ സാറുടേത്. സാറ് ഇന്ന് ചില തിരക്കുകൾ കാരണം ഇവിടെ സന്നിധനാകാൻ സാധിച്ചില്ലെങ്കിലും ഇടവകയുടെ പേരുള്ള പ്രത്യേകം നന്ദി ഈ തരുണത്തിൽ ശ്രീമാൻ AC കുര്യൻ സാറിന് ഞങ്ങൾ അർപ്പിക്കുന്നു. ഇന്നത്തെ ക്രമീകരണങ്ങൾക്ക് എല്ലാം ചുക്കാൻ പിടിച്ചത് എന്നോട് ചേർന്ന് ബഹുമാനപ്പെട്ട ജെയ്സൺ സൈമൺ അച്ഛൻ MC ആയും ജോൺ പുത്തൻകണ്ടത്തിലച്ഛൻ കോർഡിനേറ്ററായിട്ടുമാണ്. രണ്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. ഈ രണ്ട് വൈദികർ എല്ലാ കാര്യത്തിനും ആദ്യവസാനം വരെയും കൂടെ ഉണ്ടായിരുന്ന രണ്ട് വൈദികരും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ ഗായക സംഘത്തെ, മനോഹരമായ ഒരു ഗായക സംഘം, അതിന് എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ബഹുമാനപ്പെട്ട പുലിപ്പുറ അച്ഛനാണ്. അച്ഛനോട് ചേർന്ന് ബഹുമാനപ്പെട്ട അച്ഛനെയും അതുപോലെ മറ്റ് എല്ലാ കൊയർ അംഗങ്ങളെയും ഏറ്റവും നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. നമ്മുടെ ദേവാലയം അലങ്കരിക്കുവാൻ, മനോഹരമാക്കുവാൻ പ്രത്യേകിച്ച് പുഷ്പങ്ങളാൽ ഇതിനെ അലങ്കരിച്ചത് ഈ ഇടവകയുടെ തന്നെ പുത്രിയായ സിസ്റ്റർ അഞ്ജനയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയൊരു ടീമാണ്. ഇച്ചിലമ്പാടി, നെല്ലിയാടി, ബഥനി മഠങ്ങളിലെ പ്രിയപ്പെട്ട സഹോദരികൾ, സന്യാസി സഹോദരികൾ 2-3 ദിവസങ്ങളായി ഇവിടെ ഈ കാര്യങ്ങൾ ഏറെ ത്യാഗോജ്വലമായി അവർ ചെയ്യുകയായിരുന്നു. എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും, ബദനി സിസ്റ്റേഴ്സിനും പ്രത്യേകം ഈ തരുണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു.
നമ്മുടെ ഭദ്രാസനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന DM സിസ്റ്റേഴ്സ്, ബദനി സിസ്റ്റേഴ്സ്, നമ്മുടെ DSS സിസ്റ്റേഴ്സ്, ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ്, എല്ലാ സിസ്റ്റേഴ്സിനോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നമ്മെ സഹായിച്ചത് നമ്മുടെ ബഥനി ആശ്രമത്തിലെ ബഹുമാനപ്പെട്ട ബ്രദേഴ്സ്, നൂജിപാലത്തിലുള്ള ബഹുമാനപ്പെട്ട ബ്രദേഴ്സും നമ്മുടെ പുത്തൂർ ഭദ്രാസന മൈനർ സെമിനാരിയിലെ ബഹുമാനപ്പെട്ട ബ്രദേഴ്സുമാണ്. ബഹുമാനപ്പെട്ട റക്ടറച്ചന്മാർക്കും അതുപോലെ പ്രിയപ്പെട്ട ബ്രദേഴ്സ് ഏവർക്കും ഈ തരുണത്തിലേറെ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. ഈ ഇടവകയിലെ പ്രിയപ്പെട്ട വിശ്വാസികൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ഇടവക ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, സത്യം പറഞ്ഞാൽ അവരാണ് ഏറ്റവും കൂടുതൽ ഇതിന് പുറകിൽ അധ്വാനിച്ചവർ. പ്രിയപ്പെട്ട ഇടവകങ്ങൾക്ക് നന്ദി പറയേണ്ട കാര്യമില്ല, അത് നിങ്ങളുടെ ജൂബിലിയാണ്. എല്ലാ ഇടവക ജനത്തെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ചിരിക്കുന്ന അഭിലാഷ് സൗണ്ട്സിനെയും അതുപോലെ ഭക്ഷണം ക്രമീകരിച്ചത് സെയിൻറ്റ് മേരീസ് കേറ്ററിംഗ് കോഴിക്കോട്, അതുപോലെ മറ്റ് എല്ലാ നമ്മുടെ മീഡിയ പബ്ലിസിറ്റി ചെയ്തിരിക്കുന്ന സുദ്ധി ടെലിവിഷൻ മുതലായ എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. പ്രത്യേകം നന്ദിക്ക് കാരണഭൂതരാകുന്നത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, അങ്ങ് ദൂരെ ബാംഗ്ലൂരിൽ നിന്നും, ഷീമോഗയിൽ നിന്നും, മംഗലാപുരത്തു നിന്നുമൊക്കെ നമ്മുടെ ഭദ്രാസനത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും നമ്മുടെ ബഹുമാനപ്പെട്ട അൽമായ സഹോദരങ്ങൾ അവർ വന്നു. ചിലരൊക്കെ ഇന്നലെ തന്നെ വന്ന്, കുടുംബസമേതം ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇന്നലെ തന്നെ വന്ന്, ഷീമോഗയിൽ നിന്നൊക്കെ ഇന്നലെ തന്നെ വന്ന് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ പ്രിയപ്പെട്ട അൽമായ സഹോദരങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് ചേരുന്നതാണ് ഈ ഭദ്രാസനം. എല്ലാ അൽമായ സഹോദരങ്ങളെ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. അധ്വാനിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഭക്ഷണത്തോടു കൂടി ഇവിടെ തീരുന്നില്ല. 4 മണിക്ക് ഈ ദിനാഘോഷം നമ്മുടെ കടബ പള്ളിയുടെ, പുതിയ പള്ളിയുടെയും സ്കൂളിൻ്റെയും കല്ലിടി കർമ്മത്തോടെയാണ് ഇന്നത്തെ ദിനാഘോഷം അവസാനിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് കൃത്യം ചെറിയൊരു പരിപാടിയാണെങ്കിലും പ്രാർത്ഥനാപൂർവം ഞങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. കഴിവതും പേര് വരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പൊതുവായ ഭക്ഷണത്തിൻ്റെ ക്രമീകരണവും ഇത്തരണത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. 5 കൗണ്ടറുകളിലായിട്ടാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുക. സീനിയർ സിറ്റിസൺസിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു കൗണ്ടർ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ഓരോരുത്തരും തന്നെ അവിടെ നിന്ന് ഏറ്റവും വേഗത്തിൽ ഭക്ഷണം കഴിച്ച് പോകണമെന്ന് ഓർക്കുന്നു. അടുത്ത കൗണ്ടറുകളിലുള്ളവർ പ്രത്യേകമായിട്ടും അതിൽ സജീവമായിട്ട് പങ്കുചേരണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. സ്ലൂസോഗ് അമ്മാൻ, ശ്ലൈഹികമായിട്ടുള്ള വാഴ്വ്, അപ്പസ്തോലികമായ വാഴ്വ്, ശ്ലൈഹിക സംഘത്തിൻ്റെ അംഗങ്ങളായിരുന്നുകൊണ്ട് ദൈവം തമ്പുരാൻ നൽകിയിട്ടുള്ള ആശീർവാദം ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൃശ്യസഭയിൽ ഇന്ന് മെത്രാന്മാരുടെ പൂർത്തീകരിക്കപ്പെടുന്നു. പൗരോഹിത്യത്തിൻ്റെയും കൂദാശയുടെയും ഒക്കെയും പൂർത്തീകരണവും ഉറവിടവുമായിരുന്നുകൊണ്ട് അഭിമന്യ പിതാക്കന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് മെത്രാൻ സംഘത്തിലെ അംഗങ്ങൾ ഈ 3 പേരുമായിരുന്നുകൊണ്ട് ഈ ദൈവജനത്തെയും ഈ ദേശത്തെയും തങ്ങളുടെ സ്വൈഹികമായിട്ടുള്ള ആശീർവാദം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന ധന്യനിമിഷത്തിൽ നമുക്ക് ഏവർക്കും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് ഹൃദയങ്ങൾ കർത്താവിലേക്ക് ഉയർത്തി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക വിശുദ്ധിയിൽ നമുക്ക് പങ്കുചേരാം. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടി സ്വൈഹികമായിട്ടുള്ള ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. Oh
രക്ഷിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ പരിശുദ്ധ കുർബാനയിലും ആത്മീയ ശുശ്രൂഷകളും സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ബലഹീനവും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. വിഷയമാബൂറുഹോ ഓശോ വബകുല സുബാൻ ലവൽമീ. നവാഭിഷിക്തരായി കടന്നുവന്ന് നമ്മുടെ സ്വീകരണം വാങ്ങിയ രണ്ട് അഭിവന്യ നവാഭിഷിക്തരായ പിതാക്കന്മാരുടെ സ്ലീബ മുത്തി നേർച്ച ഇട്ടുകൊണ്ട് നമ്മൾ ഭക്ഷണം സ്വീകരിക്കുവാനായിട്ട് പോകുന്നു. അഭിവന്യ പിതാക്കന്മാരുടെ സാന്നിധ്യവും പ്രാർത്ഥനയും അവരുടെ ശ്ലൈഹികമായിട്ടുള്ള ശുശ്രൂഷയും നമുക്ക്, നമ്മുടെ സഭയ്ക്കും നമ്മുടെ ദേശത്തിനും ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് ഒരുമയോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, 2 ലൈനായിട്ട് വരിക. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പിതാവിൻ്റെ കരം മുത്തി നിങ്ങൾ ദയവ് ചെയ്ത് വെളിപ്പോയി ഇവിടെ വച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ ക്രമീകരിക്കുക. 2 ലൈനായിട്ട് വരണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. വോളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക, 2 ലൈനായി ആൾക്കാർ വന്ന് നേർച്ചയിട്ട് അഭിനന്ദ പിതാക്കന്മാരുടെ കരങ്ങൾ മുത്തി, സ്ലീബ മുത്തി നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന ഭക്ഷണം സ്വീകരിക്കുവാനായി പോകുന്നു. പ്രത്യേകമായിട്ടും അഭിനന്ദ പിതാക്കന്മാരുടെ സ്ലീബ മുത്തുവാനായിട്ട് കടന്നു വരുന്ന ഓരോരുത്തരും ദേവാലയത്തിന്റെ മുഖ്യവാതിലൂടെ, പടിഞ്ഞാറ് വാതിലൂടെ മാത്രമേ അകത്തേക്ക് കടക്കാവൂ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പടിഞ്ഞാറ് വാതിലൂടെ മാത്രം മുന്നോട്ട് കടന്നാൽ മാത്രമേ തിക്കും തിരക്കും കൂടാതെ നമുക്ക് നമ്മുടെ പിതാക്കന്മാരുടെ ആസ്വാദ സ്വീകരണം കഴിയുകയുള്ളൂ. സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ 2 വശത്തുള്ള വാതിലൂടെ പുറത്തേക്ക് പ്രവേശിക്കാം. അകത്ത് പടിഞ്ഞാറ് വാതിലൂടെ മാത്രമേ പ്രവേശിക്കാവൂ എന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. Sudah
അഭിവന്യ പിതാക്കന്മാരോടൊപ്പം ഇപ്പോൾ ഗായക സംഘം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. വേഗം ആയിരിക്കണം പ്ലീസ്. നമ്മളെ കാണും. ശുശ്രൂഷയ്ക്ക് സഹായിച്ചതായിട്ടുള്ള ബ്രദേഴ്സ് അഭിവന്യ പിതാക്കന്മാരോടൊപ്പം ഒരു ഫോട്ടോ എടുക്കുന്നു.
അഭിവന്യ പിതാവിനോടൊപ്പം ഇടവക വികാരി ഒരു ഫോട്ടോ. യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ശൈശവപ്രായ വീഴ്ചകൾ, മോശയാലുള്ള താഴ്ചകൾ നീക്കുകയെല്ലാം നായക, ഈകുക നിൻ സമ്പൂർണത. നീക്കുകയെല്ലാം നായക, ഈകുക നിൻ സമ്പൂർണത. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത. നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത. വാഗ്ദത്തമാം നിക്ഷേപം ഞാൻ ആകെയൻ സ്വന്തമാക്കുവാൻ, പൂർണ്ണപ്രകാശം രക്ഷക, പൂർണ്ണ വിശ്വാസത്തെയും താൻ. പൂർണ്ണപ്രകാശം രക്ഷക, പൂർണ്ണ വിശ്വാസത്തെയും താൻ. ധീരത്വത്താലനേകരും തീരെ പിന്മാറി ഖേദിക്കും. ധീരത നൽകൂ യേശുവേ, ധീരനാം സാക്ഷിയാക്കുക. ധീരത നൽകൂ യേശുവേ, ധീരനാം സാക്ഷിയാക്കുക. വാങ്ങുകയല്ല ഉത്തമം, താങ്ങുകയേറെ ശുദ്ധമാ. എന്നും നിന്നോടു കൂടെ ഞാൻ, എണ്ണുവാൻ ജ്ഞാനം നൽകണം. എന്നും നിന്നോടു കൂടെ ഞാൻ, എണ്ണുവാൻ ജ്ഞാനം നൽകണം. തേടുവാൻ നഷ്ടമായതും
നേടുവാൻ ഭ്രഷ്ടമായതും കണ്ണുനീർ വാർക്കും സ്നേഹം താൻ വന്നു നിന്നഗ്നി കത്തിക്കാൻ. കണ്ണുനീർ വാർക്കും സ്നേഹം താൻ വന്നു നിന്നഗ്നി കത്തിക്കാൻ. കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾഗനാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുക. ശക്തിയരുൾഗനാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുക. യേശുവിൻ കൂടെ താഴുവാൻ യേശുവിൻ കൂടെ വാഴുവാൻ യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. Start. Wives, കർത്താവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രത്യേകമായിട്ടും ഒരു അറിയിപ്പ് കൂടി. രാവിലെ 2 ബസ്സുകളിലായിട്ട് ഇവിടെ കടന്നു വന്ന നമ്മുടെ ഇടവക അംഗങ്ങൾ കൃത്യം 2:30 ആകുമ്പോഴേക്കും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന വാഹനങ്ങളുടെ സമീപത്തെത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. കൃത്യം 2:30 ആകുമ്പോൾ അവിടേക്കുള്ള വാഹനങ്ങൾ ബസ്സുകൾ അവിടെ നിന്ന് റെഡിയാവുന്നതായിരിക്കും. അതുകൊണ്ട് ഈ സമയ ക്രമീകരണത്തോട് എല്ലാവരും പങ്കുചേർന്ന് എത്രയും വേഗം ഭക്ഷണം തീർത്തതിന് ശേഷം വാഹനത്തിൻ്റെ ക്രമീകരണത്തോട് പങ്കുചേരണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ, നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. കർത്താവേ, നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാമെല്ലാ പദവികളും അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാൻ. അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാൻ. അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നിന്റെ
ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ, നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. ഏലിയാ എലീശാ പ്രവര ബലമായി ചെയ്ത ക്രിയകൾ കാൺമാ. എലോഹിം എന്നെയും ഓർക്കുക. വേല നിന്നോട് എന്നോർക്കുക. എലോഹിം എന്നെയും ഓർക്കുക. വേല ഭക്ഷണത്തോടൊപ്പമുള്ള വെള്ളവും അതുപോലെ തന്നെ ഐസ്ക്രീമും നമ്മുടെ ദേവാലയത്തിൻ്റെ സമീപത്ത് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. വെള്ളം എടുക്കുവാനായിട്ടും അതുപോലെ തന്നെ ഐസ്ക്രീം കഴിക്കാനായിട്ടുള്ള സൗകര്യം സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തുകൊണ്ട് അതിൽ പങ്കുചേരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കടങ്ങൾ തീർത്തൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ.
പാപിയായി ഞാൻ ജീവിച്ചപ്പോൾ, പാത തെറ്റിയോടിയപ്പോൾ, പാപിയായി ഞാൻ ജീവിച്ചപ്പോൾ, പാത തെറ്റിയോടിയപ്പോൾ, പാലകൻ നീ തേടി പാതകനടിയാനെ പാവനമാർഗേ ചേർത്തല്ലോ. പാലകൻ നീ തേടി പാതകനടിയാനെ പാവനമാർഗേ ചേർത്തല്ലോ. വന്നിതോ എന്നുള്ളിൽ രാജനാ, എന്നെ നിന്നിൽ ധന്യനാക്കുവാൻ വന്നിതോ എന്നുള്ളിൽ രാജനാ. തന്നിതോ നിൻ നീതിയും ദിവ്യമാം സന്തോഷവും നിത്യമാം സമാധാനവും. തന്നിതോ നിൻ നീതിയും ദിവ്യമാം സന്തോഷവും നിത്യമാം സമാധാനവും. ഭാരമെന്നെ ജീവിക്കുവാൻ എൻ ഭാരമെല്ലാം ചുമന്നവനേ, ഭാരമെന്നെ ജീവിക്കുവാൻ എൻ ഭാരമെല്ലാം ചുമന്നവനേ. ആശ്രയം നീ മാത്രമെന്നാശയിൻ പ്രകാശമേ, ആശിഷം നിൻ കാരുണ്യമേ. ആശ്രയം നീ മാത്രമെന്നാശയിൻ പ്രകാശമേ, ആശിഷം നിൻ കാരുണ്യമേ. അതിവേഗത്തിൽ എന്നുരച്ചു പോയവനേ, വന്നിടും ഞാൻ അതിവേഗത്തിൽ എന്നുരച്ചു പോയവനേ. വന്നു നിൻ മഹിമയിൽ രാജ്യമതിൽ ചേർക്കുവാൻ ആശയാൽ ഞാൻ കാത്തിടുന്നേ. വന്നു നിൻ മഹിമയിൽ രാജ്യമതിൽ ചേർക്കുവാൻ ആശയാൽ ഞാൻ കാത്തിടുന്നേ. Get up to 6. എന്നേശുവല്ല
അല്ലാതില്ലെനിക്കൊരാശ്രയം ഭൂവി നിന്മാർവിലല്ലാതില്ലെനിക്കു വിശ്രമം വേറെ ഈ പാരിലും പരത്തിലും നീ സ്തുല്യനൻ പ്രിയൻ എൻ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയാ ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എൻ ക്ഷീണിതരോഗത്തിലും നീ മാത്രമൻ വൈദ്യൻ. ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കാൻ നിന്മാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ എൻ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും.
പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ.
ദയവായി ശ്രദ്ധിക്കുക. ബാംഗ്ലൂരിൽ നിന്നും ഇവിടേക്ക് ജൂബിലിക്ക് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട വിശ്വാസികളുടെ ശ്രദ്ധയ്ക്ക്, ബാംഗ്ലൂരിൽ നിന്നും ഈ ജൂബിലിക്ക് കടന്നു വന്ന ഹെന്നൂർ, സിംഗ്സാന്ദ്ര, കർമ്മലറാം ഈ 3 ദേവാലയങ്ങളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള വിശ്വാസികൾ ഫുഡ് കൗണ്ടറിൻ്റെ അടുത്തുള്ള TV സ്ക്രീനിൻ്റെ അടുത്തിൽ ഒരുമിച്ച് ചേരേണ്ടതാണ്. നിങ്ങൾക്ക് പോകുന്ന ക്രമീകരണം അറിയിക്കുന്നതിനായിട്ട്, ബസ്സിൻ്റെ ക്രമീകരണം അറിയിക്കുന്നതിനായിട്ട് എല്ലാവരും, നമ്മുടെ പള്ളിയുടെ പിൻഭാഗത്ത് ഫുഡ് കൗണ്ടറുണ്ട്, അതിനോട് സമീപത്ത് ഒരു TV സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരും സമ്മേളിക്കുവാനായിട്ട് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഹെന്നൂർ, സിംഗ്സാന്ദ്ര, കർമ്മലറാം, ദയവായി എല്ലാവരും അവിടെ ഒത്തുചേരണമെന്ന് ഓർപ്പിക്കുന്നു.